ജാക്കൻ ഹിഗാറിനെ അന്വേഷിച്ച് ബ്രാവോസിലേക്ക് കപ്പൽ കയറിയ ആര്യയെ അവൾ പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ജാക്കൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ഹൗസ് ഓഫ് ദി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ക്ഷേത്രത്തിലേക്കാണ് കപ്പലിന്റെ ക്യാപ്റ്റൻ കൊണ്ടുപോയത്. അയാൾ പോയ ശേഷം അവൾ ആ വലിയ കെട്ടിടത്തിന്റെ വാതിലിൽ മുട്ടിയപ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ പുറത്തേക്ക് വന്നു. ജാക്കൻ സമ്മാനിച്ച ആ നാണയം കാണിച്ച ശേഷം തനിക്ക് ജാക്കൻ ഹിഗാറിനെ കാണണമെന്ന് ആര്യ പറഞ്ഞപ്പോൾ അങ്ങനെയൊരാൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് ആ വൃദ്ധൻ വാതിലടച്ചു. എന്നാൽ പിന്മാറാൻ തയ്യാറാവാതെ ദിവസങ്ങളോളം അവൾ ആ ക്ഷേത്രത്തിന്റെ വാതിലിന് മുന്നിൽ കാത്തിരുന്നു. തന്റെ അമ്മയെയും അച്ഛനെയും സഹോദരനെയും ചതിച്ചു കൊന്നവരുടെ പേരുകൾ, പ്രതികാരം ചെയ്യാൻ അവൾ ആഗ്രഹിക്കുന്നവരുടെ പേരുകൾ ഒരു മന്ത്രം പോലെ അവൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ആ വാതിൽ തുറക്കാതായതോടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട അവൾ ആ നാണയം കടലിലേക്ക് വലിച്ചെറിഞ്ഞ് ബ്രാവോസിലെ നഗരത്തിനുള്ളിലേക്ക് നടന്നു. നഗരത്തിലെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടെ രണ്ട് യുവാക്കൾ അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. എന്നാൽ നേരത്തെ അവൾ ക്ഷേത്രത്തിൽ കണ്ട ആ വൃദ്ധനെ അവിടെ കണ്ട ആ യുവാക്കൾ അയാളെ ഭയന്ന് ഓടിപ്പോയി. അയാളെ പിന്തുടർന്ന ആര്യ വീണ്ടും ക്ഷേത്രത്തിന്റെ വാതിൽക്കലെത്തി. നിങ്ങൾ ആരാണ്, എന്തിനാണ് അവർ നിങ്ങളെ കണ്ടപ്പോൾ ഭയന്ന് ഓടിയതെന്നുമുള്ള അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനു പകരം അവൾ നേരത്തെ കടലിൽ എറിഞ്ഞുകളഞ്ഞ ആ നാണയം അവൾക്ക് തിരിച്ചു കൊടുത്ത ശേഷം ആ വൃദ്ധൻ തന്റെ മുഖത്ത് വീണ ഒരു തുള്ളി വെള്ളം തുടച്ചു മാറ്റുന്ന ലാഘവത്തിൽ തന്റെ മുഖം മാറ്റി. അടുത്ത നിമിഷം അവളുടെ മുന്നിൽ നിന്നത് ജാക്കൻ ഹിഗാർ ആയിരുന്നു. ഇത് കണ്ട് തരിച്ചു നിന്ന ആര്യ, നിങ്ങൾ എന്തിനാണ് ജാക്കൻ ഇവിടെ ഇല്ലെന്ന് നേരത്തെ കള്ളം പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ജാക്കൻ ഹിഗാർ അല്ല എന്നായിരുന്നു അവന്റെ മറുപടി. സ്വന്തമായി ഒരു മുഖമോ പേരോ ഇല്ലാത്ത മനുഷ്യൻ. അയാളെ പോലെ ആകാൻ ആഗ്രഹിച്ചിരുന്ന ആര്യ അയാളോടൊപ്പം ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. വിശാലമായ ആ ക്ഷേത്രത്തിനുള്ളിൽ എപ്പോഴും നിശബ്ദതയും ഇരുട്ടുമാണ്. ലോകത്തിലെ വിവിധ മതങ്ങളിലെ ദൈവങ്ങളുടെ പ്രതിമകളുള്ള ആ വലിയ ഹാളിന്റെ നടുവിലായി ഒരു ചെറിയ കുളവുമുണ്ട്. എന്നാൽ ജാക്കൻ വിശ്വസിക്കുന്നത് ഒരുപാട് മുഖങ്ങളുള്ള ദൈവം എന്നർത്ഥമുള്ള മെനി ഫേസ്ഡ് ഗോഡ് എന്ന ദൈവത്തിലാണ്. ക്ഷേത്രത്തിന്റെ നടുവിലുള്ള ആ ചെറിയ കുളത്തിലെ വെള്ളം സത്യത്തിൽ മാരകമായ വിഷമാണ്. പക്ഷെ അത് കുടിക്കുന്നവർക്ക് വേദനയോ ഭയമോ അനുഭവപ്പെടില്ല. പകരം ഒരു നീണ്ട ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് പോലെ അവർ മരിച്ചു വീഴും. മാറാരോഗങ്ങൾ ബാധിച്ചവരും പല കാരണങ്ങളാൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്നവരും സമാധാനപരമായ മരണം തേടിയാണ് അവിടെ എത്തുന്നത്. സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നതായാണ് അവരതിനെ കാണുന്നത്. ഇങ്ങനെ മരിച്ചവരുടെ ശരീരങ്ങൾ ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ആ ശരീരങ്ങൾ കഴുകി വൃത്തിയാക്കി അതിന്റെ മുഖഭാഗം സൂക്ഷ്മമായി ഉരിഞ്ഞെടുക്കും. വേർതിരിച്ചെടുത്ത ഈ ചർമ്മം പിന്നീട് ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് ഉണക്കിയെടുത്താൽ അതൊരു മാസ്ക് പോലെയായി മാറും. ഇങ്ങനെ ആയിരക്കണക്കിന് മുഖങ്ങൾ ആവശ്യാനുസരണം ഉപയോഗിക്കാനായി ആ വലിയ ക്ഷേത്രത്തിന്റെ മറ്റൊരു ഹാളിലെ ചുമരിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിലെ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവിടുത്തെ പുരോഹിതനായ ജാക്കൻ ഹിഗാറിന്റെ നേതൃത്വത്തിലാണ്. എന്നാൽ ഒരു സാധാരണ പുരോഹിതനായിരുന്നില്ല ജാക്കൻ. സമൂഹത്തിൽ തിന്മകൾ ചെയ്യുന്നവരെ കൊന്നുകളയാൻ അയാളുടെ ദൈവം ധ്യാനത്തിലൂടെ അയാൾക്ക് ആജ്ഞ കൊടുക്കും. അത്തരം കൊലപാതകങ്ങൾ ചെയ്യാനാണ് പ്രധാനമായും അയാൾ മരിച്ചവരുടെ മുഖം കൊണ്ടുണ്ടാക്കിയ മാസ്കുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ അത് വെറും മാസ്ക് ധരിക്കൽ മാത്രമല്ല. ഒരാളുടെ മുഖം ധരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരം, ശബ്ദം, ഉയരം തുടങ്ങിയ എല്ലാം അയാൾക്ക് ലഭിക്കും. യഥാർത്ഥ മാംസവും രക്തവും അടങ്ങിയ ആ മുഖം ഉപയോഗിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മകളുടെ ഒരു അംശം പോലും ധരിക്കുന്ന ആൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ സ്വന്തമായി ഒരു മുഖമോ ശരീരമോ ഇല്ലാത്ത, മരണമില്ലാത്ത ഒരാളാണ് ജാക്കൻ ഹിഗാർ. ക്ഷേത്രത്തിലെ തറ വൃത്തിയാക്കുന്ന ജോലിയാണ് ആര്യയ്ക്ക് ആദ്യം ലഭിച്ചത്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ഇവിടെ തറ വൃത്തിയാക്കാൻ വന്നതല്ലെന്നും എനിക്ക് എത്രയും പെട്ടെന്ന് മുഖമില്ലാത്ത മനുഷ്യനാകാൻ കഴിയുന്ന അതീന്ദ്രിയ സിദ്ധി പഠിക്കണമെന്നും ആര്യ ജാക്കനെ കണ്ട് പരാതി പറഞ്ഞു. എന്നാൽ ഒരു ഫേസ്ലെസ് മാൻ അഥവാ മുഖമില്ലാത്ത ഒരാളാവാൻ ഒരുപാട് പരീക്ഷകളും പരീക്ഷണങ്ങളും വിജയിക്കേണ്ടതുണ്ട്. ആദ്യമായി അവരുടെ പേര്, നാട്, വീട് എന്നുവേണ്ട എല്ലാം മറക്കണം. നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആരുമല്ലെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മറുപടി പറയാൻ സാധിക്കണം. ഒരു ദിവസം ആര്യയെ പരിശീലിപ്പിക്കാൻ ജാക്കൻ ഏൽപ്പിച്ച വെയ്ഫ് എന്ന പെൺകുട്ടി അവരുടെ മുറിയിലേക്ക് വന്നു. വെയ്ഫിന് ആര്യയെ തുടക്കം മുതലേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ജാക്കൻ ആര്യയ്ക്ക് കൊടുക്കുന്ന പരിഗണനയും അവളുടെ പ്രഭുകുടുംബ പശ്ചാത്തലവും അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. നീ ആരാണെന്ന ചോദ്യത്തിന് പലതവണ ഞാൻ ആരുമല്ല എന്ന് ആര്യ മറുപടി പറഞ്ഞെങ്കിലും അവൾ ആര്യയെ ഒരു വടി ഉപയോഗിച്ച് അടിച്ചുകൊണ്ടിരുന്നു. ഗെയിം ഓഫ് ഫേസസ് എന്നാണ് ഈ പരീക്ഷണങ്ങളെ അവർ വിളിക്കുന്നത്. അവളുടെ ഉപദ്രവം കൂടിയപ്പോൾ ആര്യ തന്റെ വാളെടുത്ത് അവളെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോഴേക്കും അവിടെ എത്തിയ ജാക്കൻ, നീ ഫേസ്ലെസ് മാൻ ആകാൻ റെഡി ആയിട്ടില്ലെന്ന് അവളോട് പറഞ്ഞു. കാരണം ആര്യ സ്റ്റാർക്ക് എന്ന വ്യക്തിയുടെ വസ്ത്രങ്ങളും വാളും എല്ലാം ആ മുറിയിലുണ്ട്. അപ്പോൾ നീ എങ്ങനെ ആരുമല്ലാതാകും എന്ന് ജാക്കൻ അവളോട് ചോദിച്ചു. അതോടെ തന്റേതായ എല്ലാ സാധനങ്ങളും ഒരു തുണിയിൽ കെട്ടി അവൾ കടലിൽ എറിഞ്ഞെങ്കിലും ജോൺ സ്നോ അവൾക്ക് സമ്മാനിച്ച ആ വാൾ കളയാൻ അവൾക്ക് മനസ്സ് വന്നില്ല. എന്നെങ്കിലും ബ്രാവോസിൽ നിന്നും തിരിച്ചു പോകുമ്പോൾ എടുക്കാമെന്ന വിശ്വാസത്തിൽ അവൾ ആ വാൾ ഒരു പാറക്കെട്ടിനിടയിൽ ഒളിപ്പിച്ച ശേഷം അവൾ വീണ്ടും ജാക്കന്റെ അടുത്തേക്ക് പോയി. അതേസമയം ലൈസയുടെ മരണത്തോടെ വെയിൽസിന്റെ അവകാശിയായ റോബിനെ ഒരു നല്ല രാജാവാക്കി വളർത്താൻ ശ്രമിക്കുകയാണ് ബെയിലിഷും വെയിൽസിലെ മറ്റു പ്രഭുക്കന്മാരും. സാൻസയും അവരോടൊപ്പമുണ്ട്. എന്നാൽ ഇതുവരെ അമ്മയുടെ തണലിൽ കഴിഞ്ഞ റോബിന് ആയുധങ്ങളൊന്നും വഴങ്ങുന്നുണ്ടായിരുന്നില്ല. അവന്റെ കാര്യങ്ങൾ ലോർഡ് റോയ്സിനെ ഏൽപ്പിച്ച ശേഷം സാൻസയും കൊണ്ട് ബെയിലിഷ് വിന്റർഫെല്ലിലേക്ക് നീങ്ങി. പോകുന്ന വഴിയിൽ ഒരു ഭക്ഷണശാലയിൽ വെച്ച് ബ്രിയാനും അവളുടെ സഹായി പോഡ്രിക്കും അവരെ
കണ്ടു. സാൻസയെ കണ്ടെത്തി സുരക്ഷിതയാക്കുമെന്ന് കേറ്റ്ലിൻ സ്റ്റാർക്കിന് കൊടുത്ത വാക്ക് പാലിക്കാനായി ജെയ്മി അയച്ച ബ്രിയാൻ നേരത്തെ ആര്യയെ കണ്ടിരുന്നെങ്കിലും അവൾ ബ്രിയാന്റെ കണ്ണു വെട്ടിച്ച് ബ്രാവോസിലേക്ക് പോയി. സാൻസയെ ബെയിലിഷിന്റെ കൂടെ കണ്ട ബ്രിയാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. കേറ്റ്ലിൻ മരിക്കുന്നതിന് മുൻപ് അവൾ അവരുടെ അംഗരക്ഷകയായിരുന്നു എന്നും അവർക്ക് കൊടുത്ത വാക്കിന്റെ മേൽ നിന്നെ സംരക്ഷിക്കാനാണ് ഞാൻ വന്നതെന്നും അവൾ സാൻസയോട് പറഞ്ഞു. അവരുടെ സംസാരത്തിൽ ഇടപെട്ട ബെയിലിഷ് റെല്ലിയുടെയും കേറ്റ്ലിന്റെയും അംഗരക്ഷകയായിട്ടും അവർ ദാരുണമായി കൊല്ലപ്പെട്ട സ്ഥിതിക്ക് എങ്ങനെ സാൻസയെ നീ സംരക്ഷിക്കുമെന്ന് ചോദിച്ചു. കൂടാതെ താനിപ്പോൾ സാൻസയുടെ അമ്മാവനാണെന്നും അവളുടെ കാര്യം തീരുമാനിക്കാൻ കൂടുതൽ യോഗ്യത എനിക്കാണെന്നും അയാൾ പറഞ്ഞു. ബ്രിയാൻ വീണ്ടും സാൻസയോട് സംസാരിച്ചെങ്കിലും അവളോടൊപ്പം പോകാൻ തയ്യാറല്ലെന്ന് സാൻസ ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷേ സാൻസ തന്റെ ഒപ്പമുള്ള കാര്യം ബ്രിയാൻ വഴി സേഴ്സി അറിയാനുള്ള സാധ്യത മനസ്സിലാക്കുന്ന ബെയിലിഷ് പോകാനൊരുങ്ങിയ ബ്രിയാനെ പിടിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ ബെയിലിഷിന്റെ കാവൽക്കാരെ മുഴുവൻ നേരിട്ട ബ്രിയാനും പോഡ്രിക്കും കയ്യിൽ കെട്ടിയ 2 കുതിരകളുമായി അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ചതിയനായ ബെയിലിഷിന്റെ സ്വഭാവം അറിയാമായിരുന്ന ബ്രിയാൻ അവളെയും ബെയിലിഷിനെയും രഹസ്യമായി പിന്തുടരാൻ തീരുമാനിച്ചു. അതേസമയം വിൻഡർഫെല്ലിൽ തന്റെ മകൻ റാംസിയോട് സംസാരിക്കുന്ന റൂസ് ബോൾട്ടൺ നെഡ് സ്റ്റാർക്കിനോട് കൂറുള്ള ഒട്ടുമിക്ക പ്രഭുക്കന്മാരും സ്റ്റാർക്ക് കുടുംബത്തിനെ ചതിച്ചതിന്റെ പേരിൽ നമുക്കെതിരാണെന്നും എല്ലാവരെയും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് നോർത്ത് കൈയടക്കി വെക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്നും പറഞ്ഞു. തന്നെ നോർത്തിന്റെ അധികാരിയാക്കിയ ടൈവൻ ലാനിസ്റ്റർ മരിച്ചുപോയതിനാൽ നിലവിൽ ലാനിസ്റ്റർ കുടുംബത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ നമ്മളെ സഹായിക്കില്ലെന്നും നെഡ് സ്റ്റാർക്കിനോടുള്ള കൂറിന്റെ പേരിൽ നോർത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന ആളുകളെ നമുക്കൊപ്പം നിർത്താൻ ബുദ്ധിപരമായ ഒരു നീക്കത്തിലൂടെയേ സാധിക്കൂവെന്നും അയാൾ പറഞ്ഞു. റാംസിയെ കൊണ്ട് സാൻസയെ വിവാഹം കഴിപ്പിച്ചാൽ നെഡിന്റെ മകളെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ നോർത്തിലുള്ളവർ ബോൾട്ടൺ കുടുംബത്തെ അംഗീകരിക്കുമെന്ന് അയാൾ കണക്കുകൂട്ടി. അപ്പോഴേക്കും ബോൾട്ടന്റെ നിർദ്ദേശപ്രകാരം ബെയിലിഷ് സാൻസയെയും കൊണ്ട് നോർത്തിലെത്തിയിരുന്നു. എന്നാൽ തന്റെ സഹോദരൻ റോബ് സ്റ്റാർക്കിനെ കൊന്ന ബോൾട്ടന്റെ മകനെ കല്യാണം കഴിക്കാൻ താൻ തയ്യാറല്ലെന്നും നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നുവെന്നും സാൻസ ബെയിലിഷിനോട് പറഞ്ഞു. പക്ഷേ ബെയിലിഷ് തന്റെ വാക്സാമർത്ഥ്യം ഉപയോഗിച്ച് അവളെ വീണ്ടും സ്വാധീനിച്ചു. തൽക്കാലം അവിടെ കുറച്ചുനാൾ പിടിച്ചു നിൽക്കാനും നിന്റെ കുടുംബത്തെ നശിപ്പിച്ചതിന് അവരോട് പ്രതികാരം ചെയ്യാൻ ഇതൊരു അവസരമാണെന്നും പറഞ്ഞ് അവളെ അതിന് സമ്മതിപ്പിച്ചു. ശേഷം അവർ അവളുടെ വീടായിരുന്ന ഇപ്പോൾ ബോൾട്ടൺ താമസിക്കുന്ന വിൻഡർഫെല്ലിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം രഹസ്യമായി അവളെ പിന്തുടരുന്ന ബ്രിയാനും പോഡ്രിക്കും കാണുന്നുണ്ടായിരുന്നു. വിൻഡർഫെല്ലിലെത്തിയ സാൻസയെയും ബെയിലിഷിനെയും ബോൾട്ടണും റാംസിയും ചേർന്ന് സ്വീകരിച്ചു. റാംസി തന്റെ ഭാവി വധുവിനെ സ്വീകരിക്കുന്നത് കാണുന്ന അവന്റെ കാമുകി മിറാണ്ടയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ശേഷം ബെയിലിഷുമായി സംസാരിക്കുന്ന ബോൾട്ടൺ തനിക്ക് ചെയ്ത സഹായങ്ങൾക്ക് പകരമായി ബെയിലിഷിന്റെ എല്ലാ രാഷ്ട്രീയ നീക്കങ്ങൾക്കും പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. ശേഷം റാംസിയെ കാണുന്ന ബെയിലിഷ് സാൻസ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച പെൺകുട്ടിയാണെന്നും അവളെ വേദനിപ്പിക്കരുതെന്നും അവനോട് പറഞ്ഞ ശേഷം പോകാനൊരുങ്ങി. പോകുന്നതിനു മുൻപ് സാൻസയെ കാണുന്ന ബെയിലിഷ് ഒന്നും പേടിക്കാനില്ലെന്നും കാസിൽ ബ്ലാക്കിൽ തമ്പടിച്ചിരിക്കുന്ന സ്റ്റാനിസ് ഉടൻ വിൻഡർഫെൽ ആക്രമിച്ച് ബോൾട്ടന്മാരെ കീഴടക്കി നെഡിന്റെ മകളായ നിന്നെ നോർത്തിന്റെ അധികാരിയാക്കുമെന്നും പറഞ്ഞ ശേഷം സേഴ്സിയെ കാണാൻ കിങ്സ് ലാൻഡിംഗിലേക്ക് പോയി. അതേസമയം കിങ്സ് ലാൻഡിംഗിൽ തന്റെ അച്ഛൻ ടൈവൻ ലാനിസ്റ്ററിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്ന സേഴ്സി അവളുടെ കുട്ടിക്കാലത്ത് നടന്ന ഒരു സംഭവം ഓർത്തു. കാസ്റ്റലി റോക്കിലെ കാടുകളിൽ ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. ഒരിക്കൽ തന്റെ കൂട്ടുകാരിക്കൊപ്പം അവൾ ആരും അറിയാതെ ആ സ്ത്രീയെ ചെന്ന് കണ്ടു. ചെറുപ്പം മുതലേ രാജ്ഞിയാകണം എന്നാഗ്രഹിച്ച സേഴ്സി തന്റെ ഭാവി അറിയാനാണ് അങ്ങോട്ട് പോയത്. നീ രാജാവിനെ കല്യാണം കഴിച്ച് രാജ്ഞിയാകുമെന്നും എന്നാൽ നിനക്ക് രാജാവിൽ കുട്ടികൾ ഉണ്ടാവില്ലെന്നും പറയുന്ന അവർ കുറച്ചു കാലമേ നിനക്ക് രാജ്ഞിയാകാൻ സാധിക്കൂവെന്നും നിന്നേക്കാളും സുന്ദരിയും കഴിവുമുള്ള ഒരുവൾ വന്ന് നിന്റെ സ്ഥാനം ഏറ്റെടുക്കുമെന്നും അവളോട് പറഞ്ഞു. മാർജറിയുടെ വരവോടെ ഈ പ്രവചനം സത്യമാകുമെന്നുള്ള ഭയം സേഴ്സിക്കുണ്ടായിരുന്നു. ശേഷം തന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിൽ വെച്ച് ജെയ്മിയോട് ടീറിയനെ കുറിച്ച് പറഞ്ഞ് തർക്കിക്കുന്ന സേഴ്സി അവനെ തുറന്നുവിട്ട് നീയും അച്ഛന്റെ മരണത്തിന് കാരണമാണെന്ന് അവനോട് തർപ്പിച്ചു പറഞ്ഞു. അവിടെ വെച്ച് സേഴ്സി തന്റെ കസിനും അവളുമായി അവിഹിത ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന ലാൻസൽ ലാനിസ്റ്റർ എന്ന പയ്യനെ കണ്ടു. ടൈവന്റെ അനുജൻ കേവൻ ലാനിസ്റ്ററുടെ മകനായിരുന്നു ലാൻസൽ. എന്നാൽ അവനെ സേഴ്സിക്ക് മനസ്സിലായില്ല. കാരണം ലാൻസൽ ഒരു പുതിയ മനുഷ്യനായിരുന്നു. വെസ്റ്ററോസിലെ ഫെയ്ത്ത് ഓഫ് ദി 7 എന്ന മതത്തിൽ നിന്നും പാവങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഉയർന്നു വന്ന സ്പാരോസ് എന്ന സംഘടനയിൽ അംഗമായിരുന്നു അവൻ. നീതിയും സമാധാനവും നടപ്പിലാക്കുന്ന അവരുടെ കൂടെ കൂടിയ ലാൻസൽ ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് സമാധാനത്തിന്റെ വഴിയിലേക്ക് തിരിച്ചു വരാൻ സേഴ്സിയെ ഉപദേശിച്ചു. എന്നാൽ അവൾ അവനെ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത്. ശേഷം ജെയ്മിയെ കാണുന്ന സേഴ്സി ട്രയൽ ബൈ കോമ്പാക്റ്റിൽ മൗണ്ടനെ കൊന്ന ഒബ്രിന്റെ കാമുകി ഇല്ലാരിയ ഡോണിൽ നിന്നും അയച്ച ഒരു സന്ദേശം ജെയ്മിയെ കാണിച്ചു. ഒരു ചെറിയ പെട്ടിയിൽ ഒരു പാമ്പിന്റെ ശില്പത്തിൽ അവരുടെ മകൾ മെഴ്സല്ലയുടെ ചെയിൻ കൊളുത്തി വെച്ചിരിക്കുന്നു. ഒബ്രിന്റെയും സഹോദരിയുടെയും മരണത്തിന് കാരണം ലാനിസ്റ്റർമാരാണെന്നും അതിനു പ്രതികാരമായി ഡോണിലുള്ള അവരുടെ മകളെ കൊല്ലുമെന്നുമായിരുന്നു ആ സന്ദേശത്തിന്റെ പൊരുൾ. തന്റെ മകളെ ഞാൻ ഡോണിൽ പോയി
പോയി രക്ഷിക്കാമെന്ന് ജെയ്മി സെഴ്സിക്ക് വാക്കുകൊടുത്തു. എന്നാൽ ഡോണിലെ രാജാവും ഒബ്രിന്റെ സഹോദരനുമായ ഡോറന്റെ മകന് മെഴ്സലയെ വിവാഹം ചെയ്തു കൊടുക്കാമെന്ന ധാരണയിലാണ് ബ്ലാക്ക് വാട്ടർ യുദ്ധത്തിൽ നിന്ന് അവളെ സുരക്ഷിതമാക്കാൻ ഡോണിലേക്ക് അയച്ചത്. അതുകൊണ്ട് തന്നെ അവളെ അവർ വിട്ടുതരില്ലെന്ന് പറയുന്ന സെഴ്സിയോട് താൻ അവളെ ആരും അറിയാതെ അവിടെ പോയി കടത്തിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ ജെയ്മി ഡോണിലേക്ക് പോകാനൊരുങ്ങി. ജെയ്മി പോയ ശേഷം ടൈവന്റെ മരണശേഷമുള്ള ആദ്യ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് നടന്നു. മെയ്സ്റ്റർ പൈസൽ, മെയ്സ് ടൈറൽ, ടൈവന്റെ അനുജൻ കെയ്വൻ ലാനിസ്റ്റർ എന്നിവർക്കൊപ്പം സെഴ്സിയും മിസ്റ്റർ കൈബണും ഉണ്ടായിരുന്നു. കൈബണിനെ വാരിസിനു പകരം ചാര വിഭാഗത്തിന്റെ തലവനായി സെഴ്സി നിയമിച്ചത് പൈസലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പല കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പൈസൽ അത് എതിർത്തെങ്കിലും സെഴ്സി അതിനൊന്നും ചെവി കൊടുത്തില്ല. അടുത്ത ഹാൻഡ് ഓഫ് ദ കിങ് ആരാകുമെന്നുള്ളതായിരുന്നു പ്രധാന വിഷയം. പൈസലും മെയ്സ് ടൈറലും അടക്കം എല്ലാവരും ആ സ്ഥാനത്തിനായി മോഹിച്ചു നിൽക്കുന്നവരായിരുന്നു. എന്നാൽ തന്റെ ഇളയ മകൻ ഒരു രാജാവെന്ന നിലയിൽ പക്വത ആകുന്നതുവരെ അവനു വേണ്ടി ഞാനായിരിക്കും സംസാരിക്കുകയെന്നും അതിനുശേഷം ആരാണ് ഹാൻഡ് ഓഫ് ദ കിങ് എന്ന് അവൻ സ്വയം തീരുമാനിക്കുമെന്നും സെഴ്സി പറഞ്ഞു. അതിനുശേഷം രാജ്യത്തിന്റെ സാമ്പത്തിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന മാസ്റ്റർ ഓഫ് കോയിൻസ് എന്ന പദവി മെയ്സ് ടൈറലിന് കൊടുത്ത സെഴ്സി യുദ്ധകാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മാസ്റ്റർ ഓഫ് വാർസ് എന്ന പദവി ടൈവന്റെ അനുജൻ കെയ്വനെ ഏൽപ്പിച്ചു. എന്നാൽ അധികാരം മൊത്തം തന്റെ കയ്യിലാക്കാനുള്ള സെഴ്സിയുടെ ഈ നീക്കങ്ങൾ മനസ്സിലാക്കിയ കെയ്വൻ ഈ തീരുമാനങ്ങളെ എതിർത്തു. ടൈവന്റെ മരണത്തോടെ ഹാൻഡ് ഓഫ് ദ കിങ് എന്ന പദവി തനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു അയാൾ. രാജാവിനോട് നേരിട്ട് സംസാരിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനമെടുക്കൂ എന്ന് പറയുന്ന കെയ്വൻ നീ വെറും രാജാവിന്റെ അമ്മ മാത്രമാണെന്നും നിനക്കിതൊന്നും പറയാൻ ഒരു അധികാരവുമില്ലെന്നും പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അങ്ങനെ പുതിയ രാജാവും ജോഫ്രിയുടെ അനുജനുമായ ടോമന്റെയും മാർജറിയുടെയും വിവാഹ ദിവസം വന്നെത്തി. പോകുന്ന വഴിയിൽ ആളുകൾ അവരുടെ പുതിയ രാജ്ഞി മാർജറിയെ വാഴ്ത്തുന്നത് കാണുന്ന സെഴ്സി അസ്വസ്ഥയായി. അവളുടെ സ്ഥാനങ്ങളും അധികാരങ്ങളും നഷ്ടപ്പെടാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ രാജകീയമായി തന്നെ ആ വിവാഹം നടന്നു. ആദ്യ രാത്രിയിൽ ടോമനോട് സംസാരിക്കുന്ന മാർജറി ഒരു രാജാവായ ടോമന് പിന്നാലെ അവന്റെ അമ്മ സെഴ്സി എപ്പോഴും നടക്കുന്നത് അവന്റെ കഴിവുകേടായി ജനങ്ങൾ കാണുമെന്നും സെഴ്സിയെ ലാനിസ്റ്റർമാരുടെ നാടായ കാസ്റ്റ്ലി റോക്കിലേക്ക് അയക്കുന്നതാണ് നല്ലതെന്നുമുള്ള ചിന്തകൾ ടോമന്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നു. സെഴ്സിയുടെ ഉള്ളിൽ പതഞ്ഞുകൊണ്ടിരിക്കുന്ന അസൂയയും അധികാരക്കൊതിയും നന്നായി അറിയാമായിരുന്ന മാർജറി തന്ത്രത്തിൽ അവളെ അവിടെ നിന്നും ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അടുത്ത ദിവസം സെഴ്സിയെ കാണുന്ന ടോമൻ ബുദ്ധിപരമായി ഈ വിഷയം അവതരിപ്പിച്ചു. എന്നാൽ കിങ്സ് ലാൻഡിംഗ് ആണ് ഇപ്പോൾ തന്റെ വീടെന്നായിരുന്നു അവളുടെ മറുപടി. അതോടെ മാർജറി തന്റെ മകനെ ഉപയോഗിച്ച് തന്നെ നാട് കടത്താനുള്ള പദ്ധതികൾ നടത്തുന്നുണ്ടെന്ന് സെഴ്സി മനസ്സിലാക്കി. അപ്പോഴേക്കും മറ്റൊരു ഭീഷണി കിങ്സ് ലാൻഡിംഗിൽ ഉടലെടുത്തിരുന്നു. വെസ്റ്ററോസിലെ പ്രധാന മതം ഫെയ്ത്ത് ഓഫ് ദി സെവൻ ആണ്. കിങ്സ് ലാൻഡിംഗിലെ ഏറ്റവും വലിയ ദേവാലയമായ ഗ്രേറ്റ് സെപ്റ്റ് ഓഫ് ബെയ്ലർ ആണ് അവരുടെ ആസ്ഥാനം. അവിടുത്തെ ഏറ്റവും വലിയ പദവിയാണ് ഹൈ സെപ്റ്റൻ എന്നത്. ക്രിസ്ത്യൻ വിശ്വാസത്തിലെ മാർപ്പാപ്പയൊക്കെ പോലെ ദൈവത്തിന്റെ ശബ്ദമായാണ് അയാളെ കാണുന്നത്. മതപരമായ നിയമങ്ങൾ ലംഘിക്കുന്ന പ്രഭുക്കന്മാരെയും സാധാരണക്കാരെയും വിചാരണ ചെയ്യാനും രാജാവിന്റെ സ്മോൾ കൗൺസിലിൽ സംസാരിക്കാനുമൊക്കെ ഇവർക്ക് ഒരു കാലത്ത് അധികാരമുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ജനങ്ങളെ ആത്മീയമായി നേർവഴിക്ക് നടത്തേണ്ട ഇവർ പണത്തിലും അധികാരത്തിലും സ്ത്രീകളിലും ആകൃഷ്ടരായി കുത്തഴിഞ്ഞ ജീവിതം ആരംഭിച്ചു. ഈ അനീതിയിൽ മനമടുത്ത ചില കടുത്ത ദൈവവിശ്വാസികൾ രഹസ്യമായി സ്പാരോസ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. ആയിടെ നടന്ന യുദ്ധങ്ങളുടെ ഫലമായി സ്വത്തുക്കളും ആരോഗ്യവും നഷ്ടപ്പെട്ടിരുന്ന നിരപരാധികളായ പാവപ്പെട്ടവരെ സംരക്ഷിക്കാനോ സഹായിക്കാനോ അവരുടെ രാജാവിന്റെയോ കൊട്ടാരത്തിന്റെയോ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിരുന്നില്ല. ഇത്തരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കുകയും അതിന് കാരണക്കാരായ പ്രഭുക്കന്മാരെ ശിക്ഷിക്കുകയും ഒപ്പം സമൂഹത്തിൽ നടക്കുന്ന വ്യഭിചാരം പോലുള്ള പ്രവർത്തികൾ ഇല്ലാതാക്കി രാജ്യത്തെ സമാധാനത്തിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഹൈ സ്പാരോ എന്ന് വിളിക്കുന്ന ഒരാളെ അവർ നേതാവായി തിരഞ്ഞെടുത്തു. അയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അവരുടെ എല്ലാ തീരുമാനങ്ങളും നടന്നിരുന്നത്. ഈ ഒരു ഗ്രൂപ്പിലായിരുന്നു സെഴ്സിയുടെ കസിനും കെയ്വൻ ലാനിസ്റ്ററുടെ മകനുമായ ലാൻസൽ ചേർന്നത്. അടുത്ത ദിവസം ലാൻസലിന്റെ നേതൃത്വത്തിലുള്ള സ്പാരോ പടയാളികൾ ബെയ്ലിഷിന്റെ വേശ്യാലയത്തിൽ അതിക്രമിച്ചു കയറി. അവിടെ വെച്ച് നിലവിലെ ഹൈ സെപ്റ്റനെ വേശ്യാവൃത്തി നടത്തിയതിന്റെ പേരിൽ അവർ കയ്യോടെ പിടികൂടി. ശിക്ഷയുടെ കാര്യത്തിൽ യാതൊരു ദയയുമില്ലാത്തവരായിരുന്നു സ്പാരോസ്. ഹൈ സെപ്റ്റനെ പിടികൂടിയ അവർ നഗരത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിലൂടെ അയാളെ നഗ്നനായി നടത്തിച്ചു. രാജ്യത്തെ ഏറ്റവും വലിയ പുരോഹിതനായ തന്നെ ഒരു സംഘം തീവ്ര മതവിശ്വാസികൾ ആക്രമിച്ചു എന്ന പരാതി അടുത്ത ദിവസം സ്മോൾ കൗൺസിലിൽ അറിയിച്ച ഹൈ സെപ്റ്റൻ അവരുടെ നേതാവായ ഹൈ സ്പാരോയെ തൂക്കിലേറ്റണമെന്ന് സെഴ്സിയോട് തറപ്പിച്ചു പറഞ്ഞു. താൻ നേരിൽ പോയി അയാളെ കണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാമെന്ന് ഹൈ സെപ്റ്റന് വാക്കുകൊടുത്ത സെഴ്സി ഹൈ സ്പാരോയെ കാണാൻ അയാൾ താമസിക്കുന്ന ചേരിയിലേക്ക് പോയി. ആ ദുർഗന്ധം വമിക്കുന്ന ചേരിക്കുള്ളിലൂടെ നടന്ന അവൾ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് പാവപ്പെട്ടവരെയും അസുഖബാധിതരെയും ശുശ്രൂഷിക്കുന്ന വൃദ്ധനായ ഹൈ സ്പാരോയെ കണ്ടെത്തി. നിങ്ങളാണോ ഹൈ സ്പാരോ എന്ന അവളുടെ ചോദ്യത്തിന് താൻ ഒരു സാധാരണ മനുഷ്യനാണെന്നായിരുന്നു അയാളുടെ മറുപടി. ഹൈ സെപ്റ്റനെ
വേശ്യാലയത്തിൽ നിന്നും പിടിച്ച് ശിക്ഷിച്ചതിനെ പറ്റി ചോദിച്ച അവളോട് മതത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ തന്നെ പാപത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവരെ തിരുത്തുക എന്നത് വിശ്വാസികളുടെ കടമയാണ് എന്ന് ശാന്തമായി അയാൾ മറുപടി പറഞ്ഞു. അയാളുടെ ശക്തമായ വിശ്വാസങ്ങളും നിയമങ്ങളും തന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ തീരുമാനിച്ച സെർസി അയാളുടെ വിശ്വാസം നേടിയെടുക്കാൻ ദുർനടപ്പുകാരനായ ഹൈസെപ്റ്റനെ തടവിലാക്കിയ വിവരം അയാളെ അറിയിച്ചു. അവിടെ നിന്നും മടങ്ങിയ സെർസി മാർജറിയുടെ അച്ഛൻ മെയ്സ് ടൈറലിനെ കൊട്ടാരത്തിന്റെ കടബാധ്യതകളെക്കുറിച്ച് സംസാരിക്കാൻ ബ്രാവോസിലെ അയൺ ബാങ്കിലേക്ക് അയച്ചു. ശേഷം ഹൈ സ്പാരോയെ കാണുന്ന സെർസി അയാൾക്കും അയാളുടെ സംഘത്തിനും കിങ്സ് ലാൻഡിംഗിൽ മതനിയമങ്ങൾക്കെതിരായി ജീവിക്കുന്ന എല്ലാവരെയും പിടികൂടി ശിക്ഷിക്കാനുള്ള അനുവാദം നൽകി. അതുവരെ ആയുധമെടുക്കാതിരുന്ന അവർക്ക് ആയുധമെടുക്കാനും സെർസി അനുവാദം കൊടുത്തു. തന്റെ രാജ്ഞിസ്ഥാനം നേടിയെടുത്ത മാർജറിയോടുള്ള അസൂയയും പകയും കാരണമായിരുന്നു സെർസി ഇതെല്ലാം ചെയ്തത്. ഒരു ഗേ ആയിരുന്ന മാർജറിയുടെ സഹോദരൻ ലോറിസിനെ സ്വർഗാനുരാഗത്തിന്റെ പേരിൽ പിടികൂടാനായിരുന്നു സെർസി ഹൈ സ്പാരോയ്ക്ക് കൊടുത്ത ആദ്യ നിർദ്ദേശം. ഇത് നടപ്പിലാക്കാനാണ് സെർസി അവരുടെ അച്ഛൻ മെയ്സിനെ ആദ്യമേ ബുദ്ധിപരമായി അയൺ ബാങ്കിലേക്ക് അയച്ചത്. അതോടെ എന്തും ചെയ്യാൻ അധികാരം ലഭിച്ച സ്പാരോ പടയാളികൾ കിങ്സ് ലാൻഡിംഗ് നഗരത്തിൽ ആക്രമണം അഴിച്ചുവിട്ടു. വേശ്യാലയങ്ങളും മദ്യശാലകളും അടിച്ചു തകർത്ത അവർ പാപം ചെയ്യുന്നവരെ തിരഞ്ഞുപിടിച്ച് കൊന്നുതള്ളി. ശേഷം സെർസിയുടെ പരാതി പ്രകാരം അവർ മാർജറിയുടെ സഹോദരൻ ലോറിസിനെ സ്വർഗാനുരാഗത്തിന്റെ പേരിൽ പിടികൂടി തടവിലടച്ചു. ഇതറിഞ്ഞ മാർജറി തന്റെ അച്ഛനെ അന്വേഷിച്ചെങ്കിലും അയാളെ സെർസി അയൺ ബാങ്കിലേക്ക് അയച്ചതായി അറിഞ്ഞു. അതോടെ തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കി അധികാരം പിടിച്ചെടുക്കാനുള്ള സെർസിയുടെ കുതന്ത്രമാണിതെല്ലാം എന്ന് മനസ്സിലാക്കുന്ന മാർജറി ടോമനെ ചെന്ന് കണ്ട് ഈ വിവരങ്ങൾ അറിയിച്ചു. തന്റെ ഭാര്യയുടെ സഹോദരനെ എത്രയും പെട്ടെന്ന് വിട്ടയക്കാൻ പറഞ്ഞ് സെർസിയെ ചെന്ന് കാണുന്ന ടോമനോട് താനല്ല അവനെ തടവിലാക്കിയത് എന്നായിരുന്നു അവളുടെ മറുപടി. രാജാവ് എന്ന നിലയിൽ ടോമൻ ഹൈ സ്പാരോയെ നേരിട്ട് കണ്ട് സംസാരിക്കാൻ പോയെങ്കിലും അവർ അവനെ അകത്തേക്ക് കയറ്റിയില്ല. അവിടെ രാജാവും പ്രജകളും ഒന്നാണെന്നും ഇപ്പോൾ കാണാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവർ അവനെ മടക്കി അയച്ചു. തിരിച്ചെത്തിയ ടോമൻ മാർജറിയോട് തന്നെ അവർ അയാളെ കാണാൻ അനുവദിച്ചില്ലെന്ന് പറഞ്ഞു. അതോടെ അവനൊരു കുട്ടിയാണെന്നും രാജാവെന്ന പേരിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ് അവനില്ലെന്നും തിരിച്ചറിയുന്ന മാർജറി തന്റെ അമ്മൂമ്മ ഒലേനയെ വിവരം അറിയിക്കാൻ തീരുമാനിച്ചു. അപ്പോഴേക്കും സെർസിയുടെ സന്ദേശം ലഭിച്ചു. കിങ്സ് ലാൻഡിംഗിലെത്തിയ ബെയിലിഷിനെ കാണുന്ന ലാൻസൽ നിങ്ങൾ പോകുമ്പോഴുള്ള നഗരമല്ല ഇതെന്നും നിങ്ങളെപ്പോലെ മാംസ കച്ചവടക്കാർക്ക് ഇനി ഇവിടെ സ്ഥാനമില്ലെന്നും പറഞ്ഞു. എന്നാൽ താൻ സെർസിയുടെ ഉത്തരവ് പ്രകാരമാണ് വന്നതെന്നും പറഞ്ഞ് ബെയിലിഷ് കൊട്ടാരത്തിലേക്ക് നീങ്ങി. എന്തിന്റെ പേരിലാണെങ്കിലും ടൈറൽ കുടുംബത്തിന്റെ അവകാശിയായ ലോറസിനെ തടവിലാക്കിയത് ശരിയായില്ലെന്നും അവരുമായി പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവരുടെ സാമ്പത്തിക സഹായം കൊട്ടാരത്തിന് നഷ്ടപ്പെടുമെന്നും ബെയിലിഷ് സെർസിയെ ഉപദേശിച്ചു. എന്നാൽ അപ്പോഴും തനിക്ക് ഒന്നും അറിയില്ലെന്നായിരുന്നു അവളുടെ മറുപടി. നിലവിൽ വെയിൽസിലെ പ്രഭുവായ ബെയിലിഷിനോട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ വെയിൽസിന്റെ പിന്തുണ ലാനിസ്റ്റർമാർക്ക് ഉറപ്പുവരുത്താനായിരുന്നു സെർസി അയാളെ വിളിപ്പിച്ചത്. തന്റെ പിന്തുണ ഉറപ്പുകൊടുക്കുന്നതോടൊപ്പം സാൻസ വിന്റർഫെല്ലിൽ സുരക്ഷിതയായി എത്തിയിട്ടുണ്ടെന്നും റൂസ് ബോൾട്ടൺ അയാളുടെ മകൻ റാംസിയെ കൊണ്ട് അവളെ വിവാഹം ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ച കാര്യവും ബെയിലിഷ് സെർസിയെ അറിയിച്ചു. തന്റെ അച്ഛന്റെ ഔദാര്യത്തിലാണ് റൂസ് ബോൾട്ടൺ നോർത്തിന്റെ പ്രഭുവായതെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സെർസിയോട് സാൻസയെ റാംസി വിവാഹം ചെയ്യുന്നതോടെ ലാനിസ്റ്റർമാരെക്കാൾ വലിയ പിന്തുണ അയാൾക്ക് നോർത്തിൽ ലഭിക്കുമെന്ന് ബെയിലിഷ് ഓർമ്മിപ്പിച്ചു. അവരുമായി യുദ്ധം ചെയ്തിട്ടാണെങ്കിലും തന്റെ മകനെ കൊല്ലാൻ കൂട്ടുനിന്ന സാൻസയെ കൊന്നുകളയണമെന്ന് പറയുന്ന സെർസിയോട് ബെയിലിഷ് ക്ഷമിക്കാൻ ആവശ്യപ്പെട്ടു. കാസിൽ ബ്ലാക്കിൽ തമ്പടിച്ചിരുന്ന സ്റ്റാനിസ് വിന്റർഫെൽ ആക്രമിക്കാൻ ഒരുങ്ങുകയാണെന്നും ലാനിസ്റ്റർമാരുടെ എതിരാളികളായ അവർ രണ്ടുപേരും തമ്മിൽ തല്ലി കഴിയുമ്പോൾ ബാക്കിയാകുന്ന സൈന്യത്തെ വെയിൽസിലെ പോരാളികളെ കൊണ്ട് തോൽപ്പിച്ച് നോർത്ത് പിടിച്ചടക്കി വീണ്ടും ലാനിസ്റ്റർമാർക്ക് നൽകാമെന്നും ബെയിലിഷ് സെർസിക്ക് വാക്കുകൊടുത്തു. എന്നാൽ അതിനു പകരമായി നോർത്തിന്റെ പുതിയ പ്രഭുവായി തന്നെ നിയമിക്കണമെന്നായിരുന്നു ബെയിലിഷിന്റെ ഡിമാൻഡ്. എല്ലാം പറഞ്ഞതുപോലെ നടന്നാൽ അത് സമ്മതിക്കാമെന്ന് സെർസി അയാൾക്ക് വാക്കുകൊടുത്തു. ഒന്നും അറിയാത്തതുപോലെ ബെയിലിഷ് എല്ലാവരെയും തമ്മിൽ തല്ലിച്ച് തന്റെ അധികാരക്കൊതി തുടർന്നുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും മാർജറിയുടെ എഴുത്ത് കിട്ടിയ അവരുടെ മുത്തശ്ശി ഒലേന കിങ്സ് ലാൻഡിംഗിലെത്തി. സെർസിയെ കണ്ട് സംസാരിക്കുന്ന ഒലേന നീയാണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോഴും തനിക്കൊന്നും അറിയില്ലെന്നായിരുന്നു സെർസിയുടെ മറുപടി. ലോറസിനെ മോചിപ്പിച്ചില്ലെങ്കിൽ ടൈറൽ കുടുംബത്തിന്റെ സാമ്പത്തിക സഹായമടക്കമുള്ള എല്ലാം കൊട്ടാരത്തിന് നഷ്ടമാകുമെന്ന് ഒലേന സെർസിക്ക് മുന്നറിയിപ്പ് നൽകി. അടുത്ത ദിവസം ഹൈ സ്പാരോയുടെ മുന്നിൽ ലോറിസിന്റെ വിചാരണ ആരംഭിച്ചു. മാർജറിയും ഒലേനയും ടോമനും സെർസിയും അവിടെ എത്തിയിരുന്നു. തന്റെ മേൽ ആരോപിച്ച കുറ്റങ്ങളെല്ലാം നിഷേധിച്ച ലോറിസ് താൻ ഇതുവരെ ഒരു പുരുഷന്റെ കൂടെയും കിടക്ക പങ്കിട്ടിട്ടില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ശേഷം മാർജറിയെ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെട്ട ഹൈ സ്പാരോ നിന്റെ സഹോദരൻ മേൽ പറഞ്ഞ കുറ്റങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ എന്ന് അവളോട് ചോദിച്ചു. ലോറസ് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാ ദൈവങ്ങളെയും സാക്ഷി നിർത്തി അവൾ സത്യം ചെയ്തു. എന്നാൽ ലോറസുമായി ശാരീരിക ബന്ധമുണ്ടായിരുന്ന ബെയിലിഷിന്റെ വേശ്യാലയത്തിന്റെ നടത്തിപ്പുകാരനായ ഒലിവർ അവിടേക്കൊരു സാക്ഷിയായി കടന്നു വന്നു. താൻ പലതവണ ലോറസിന്റെ കൂടെ കിടന്നിട്ടുണ്ടെന്നും ഈ ബന്ധത്തെക്കുറിച്ച് രാജ്ഞി മാർജറിക്ക് അറിയാമായിരുന്നു എന്നും അവൻ വെളിപ്പെടുത്തി. അതോടെ ലോറസിന്റെ കുറ്റം
കുറ്റം തെളിഞ്ഞെന്നും ദൈവത്തിനു മുന്നിൽ കള്ളസാക്ഷി പറഞ്ഞതിന്റെ പേരിൽ മാർജറിയെ തടവിലാക്കാനും ഹൈസ്പാരോ ഉത്തരവിട്ടു. യഥാർത്ഥത്തിൽ ബെയിലിഷിന്റെ സഹായത്തോടെ സേഴ്സി ഏർപ്പാടാക്കിയതായിരുന്നു ഒലിവറിനെ. അതോടെ അവളുടെ ആഗ്രഹം പോലെ മാർജറിയും സഹോദരനും തടവിലായി. ശേഷം ഹൈസ്പാരോയെ നേരിട്ട് കണ്ട് സംസാരിച്ച ഒലേന തന്റെ പേരക്കുട്ടികളെ വിട്ടു നൽകാൻ അയാൾക്ക് പണവും സ്വത്തുക്കളും വാഗ്ദാനം ചെയ്തു. അയാൾ അതൊന്നും സ്വീകരിക്കില്ലെന്നായപ്പോൾ ഭീഷണിയും മുഴക്കി. എന്നാൽ ഒരു തികഞ്ഞ വിശ്വാസിയായിരുന്ന അയാൾ അതിലൊന്നും കുലുങ്ങിയില്ല. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമെന്ന് തന്നെയായിരുന്നു അയാളുടെ പക്ഷം. മാർജറിയെ തടവിലാക്കിയ വിവരമറിഞ്ഞ് സേഴ്സിയുമായി വഴക്കിടുന്ന ടോമൻ അവളെ രക്ഷിക്കാൻ ഹൈസ്പാരോ അടക്കം എല്ലാവരെയും കൊന്നുകളയാനും തയ്യാറാണെന്ന് പറഞ്ഞു. എന്നാൽ കൗശലക്കാരിയായ സേഴ്സി അവന് വേണ്ടി ഹൈസ്പാരോയെ കണ്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു. ഇതിനിടെ ബെയിലിഷിനെ കാണുന്ന ഒലേന ഒലിവറിനെ സേഴ്സിക്ക് നൽകിയത് നീയാണെന്നും ഇത് കാരണം തന്റെ പേരക്കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജോഫ്രിയെ നമ്മൾ രണ്ടുപേരും ചേർന്ന് കൊന്ന കാര്യം എനിക്ക് പുറത്തു പറയേണ്ടി വരുമെന്നും പറഞ്ഞു. എന്നാൽ സേഴ്സിക്ക് ഒലിവറിനെ കൊടുത്ത പോലെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്കും നൽകാമെന്ന് അയാൾ പറഞ്ഞു. ടോമനോട് പറഞ്ഞ പോലെ സേഴ്സി വീണ്ടും ഹൈസ്പാരോയുടെ അടുത്തേക്ക് പോയി. എന്നാൽ അത് മാർജറിക്ക് വേണ്ടി സംസാരിക്കാനായിരുന്നില്ല. മാർജറിയുടെ തടവറയിലെ നരക ജീവിതം കണ്ട് ആസ്വദിക്കാനായിരുന്നു. മാർജറിയെ കാണുന്ന സേഴ്സി അവളെ പരിഹസിക്കുന്ന രീതിയിൽ സംസാരിച്ചു. നിന്നെ രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്നും മറ്റും അവളോട് പറഞ്ഞു. എന്നാൽ നിങ്ങളാണ് ഇതിന് പിന്നിലെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞ മാർജറി സേഴ്സിയെ അവിടെ നിന്നും ആട്ടിപ്പായിച്ചു. തന്റെ വിജയമായി അതിനെ കണ്ടു പുറത്തേക്ക് വന്ന സേഴ്സി ഹൈസ്പാരോയോട് അവരുടെ അടുത്ത വിചാരണയെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമെല്ലാം സംസാരിച്ചു. ശേഷം കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങിയ സേഴ്സിയോട് ഹൈസ്പാരോ ഈ അടുത്ത കാലത്ത് അവരുടെ കൂടെ ചേർന്ന ഒരു പയ്യനെ പറ്റി സംസാരിച്ചു. മനസ്സും ശരീരവും തകർന്ന നിലയിൽ അവിടെ എത്തിയ അവൻ പതുക്കെ എല്ലാ കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ഒരു സ്പാരോ ആയി മാറിയ കഥ. ആ പയ്യൻ സേഴ്സിയെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞതായി അയാൾ അവളോട് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് കടന്നു വന്ന ആ പയ്യൻ മറ്റാരുമായിരുന്നില്ല, ലാൻസൽ ലാനിസ്റ്റർ ആയിരുന്നു. റോബർട്ട് രാജാവിന്റെ ഭാര്യയായിരിക്കെ മറ്റു പുരുഷന്മാരുമായി ബന്ധം പുലർത്തിയതും തന്റെ സഹോദരൻ ജെയ്മിയിലുണ്ടായ കുട്ടികളെ രാജാവിന്റെ മക്കളാക്കി വളർത്തിയതും കൂടാതെ അന്ന് റോബർട്ട് രാജാവിന്റെ സഹായിയായിരുന്ന ലാൻസലിനെ കൊണ്ട് വേട്ടയ്ക്ക് പോയ റോബർട്ടിനെ വീര്യം കൂടിയ വൈൻ കുടിപ്പിച്ച് അവശനാക്കിയതുമെല്ലാം ലാൻസൽ അവിടെ വെളിപ്പെടുത്തി. അന്ന് ആ വൈൻ കുടിച്ച് അവശനായതുകൊണ്ടാണ് കാട്ടുപന്നിയുടെ ആക്രമണത്തെ തടുക്കാൻ റോബർട്ടിന് സാധിക്കാതിരുന്നതും അയാളുടെ മരണത്തിന് കാരണമായതും. അങ്ങനെ രാജാവിനെ കൊന്ന കുറ്റവുമടക്കം ഈ 3 കുറ്റങ്ങൾ സേഴ്സി ചെയ്തതായി ലാൻസൽ ഹൈസ്പാരോയോട് പറഞ്ഞു. താൻ കുടുങ്ങിയെന്ന് മനസ്സിലാക്കുന്ന സേഴ്സി അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർ അവളെ പിടികൂടി തടവിലാക്കി. അതോടെ മാർജറിയെ വീഴ്ത്താൻ കുഴിച്ച കുഴിയിൽ സേഴ്സി സ്വയം വീണു. ബെയിലിഷ് ഒലേനയ്ക്ക് കൊടുക്കാമെന്നേറ്റ സമ്മാനമായ സുന്ദരനായ ചെറുപ്പക്കാരൻ ലാൻസൽ ലാനിസ്റ്റർ ആയിരുന്നു. തന്റെ കുറ്റങ്ങൾ ഏറ്റുപറയാൻ തടവറയിലെ വാർഡനായ ഉനേല എന്ന സ്ത്രീ പലതവണ സേഴ്സിയെ നിർബന്ധിച്ചു. എന്നാൽ തന്റെ അഹങ്കാരവും ധാർഷ്ട്യവും അവളെ അതിന് അനുവദിച്ചില്ല. പകരം അവൾ യുനേലയെ ഭീഷണിപ്പെടുത്താനും വിലയ്ക്ക് വാങ്ങാനും ശ്രമിച്ചു. ഒടുവിൽ ആ തടവറയിലെ നരകജീവിതം മടുത്ത സേഴ്സി ഹൈസ്പാരോയുടെ മുന്നിൽ കുറ്റസമ്മതം നടത്താൻ തീരുമാനിച്ചു. എന്നാൽ ലാൻസലുമായി ഉണ്ടായ അവിഹിത ബന്ധം മാത്രം സംബന്ധിച്ച സേഴ്സി മറ്റ് 2 കുറ്റങ്ങളും ചെയ്തിട്ടില്ലെന്ന് വാദിച്ചു. വേറെ തെളിവുകളൊന്നും ഇല്ലാത്തതിനാൽ ചില ഉപാധികളോടെ തൽക്കാലം അവളെ വിട്ടയക്കാമെന്ന് സമ്മതിച്ച ഹൈസ്പാരോ ആ 2 കുറ്റങ്ങളുടെയും വിചാരണ നടക്കുന്ന ദിവസം ഹൈ സെപ്റ്റനിൽ ഹാജരാകണമെന്ന് അവളോട് ആവശ്യപ്പെട്ടു. മാത്രമല്ല അവൾ ഏറ്റുപറഞ്ഞ കുറ്റത്തിന്റെ ശിക്ഷയായി മുടി മുറിച്ച് സ്പാരോ പടയാളികളുടെ അകമ്പടിയോടെ നഗ്നയായി പൊതുജനത്തിനു മുന്നിലൂടെ നടന്നു വേണം കൊട്ടാരത്തിലേക്ക് പോകാൻ. ഒട്ടും സമയം കളയാതെ സേഴ്സിയെ ഒരുക്കുന്ന യുനെല്ലയും കൂട്ടരും അവളെ പൊതുജനത്തിനു മുന്നിൽ ഹാജരാക്കിയ ശേഷം നഗ്നയാക്കി നഗരത്തിലൂടെ കൊട്ടാരത്തിലേക്ക് നടത്തിച്ചു. പോകുന്ന വഴിയിലുടനീളം ജനങ്ങൾ അവളെ അസഭ്യം പറയുകയും അവളുടെ മേൽ ചളി വാരിയെറിയുകയും ചെയ്തു. ശാരീരികമായും മാനസികമായും മുറിവേറ്റ് കൊട്ടാരത്തിലെത്തിയ സേഴ്സിയെ മെയ്സ്റ്റർ കൈബൺ പെട്ടെന്ന് തന്നെ ഒരു തുണി കൊണ്ട് മൂടിയ ശേഷം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ശേഷം കൈബൺ മറ്റൊരാളെ അവൾക്ക് പരിചയപ്പെടുത്തി. ഒബ്രിന്റെ ആക്രമണത്തിൽ മരിച്ചു എന്ന് കരുതിയ മൗണ്ടനെ തന്റെ വിചിത്രമായ പരീക്ഷണങ്ങൾ കൊണ്ട് കൈബൺ പൂർവാധികം ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ കൈബണിന്റെ പരീക്ഷണങ്ങൾ മൗണ്ടനെ ഒരു രാക്ഷസനാക്കി മാറ്റിയിരുന്നു. തന്റെ യജമാനനെ കണ്ട മൗണ്ടൻ അവളെ കോരിയെടുത്ത് മുറിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവളുടെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ കനലുകൾ ആളിക്കത്തുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ബ്രാവോസിൽ ജാക്കൻ ഹിഗാർ ആര്യയ്ക്ക് ക്ഷേത്രത്തിനുള്ളിൽ മരിച്ചു വീഴുന്ന ശരീരങ്ങളെ കഴുകി വൃത്തിയാക്കുക എന്ന ജോലി നൽകി. ഈ ശരീരങ്ങൾ എങ്ങോട്ടാണ്, എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് അവൾ വെയ്ഫിനോട് ചോദിച്ചെങ്കിലും അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. ഒരു ദിവസം വെയ്ഫിനോട് നീ ആരാണെന്നും എങ്ങനെ ഇവിടെ എത്തിയെന്നും ആര്യ ചോദിച്ചു. വെസ്റ്ററോസിലെ ഒരു പ്രഭുവിന്റെ മകളായിരുന്ന അവൾ രണ്ടാം അമ്മയുടെ പീഡനം കാരണം അവരെ ജാക്കന്റെ സഹായത്തോടെ കൊന്നുവെന്നും അതിനു പകരമായി ക്ഷേത്രത്തിൽ സേവനം അനുഷ്ഠിക്കുകയാണെന്നും വെയ്ഫ് മറുപടി പറഞ്ഞു. ഇത് കേൾക്കുന്ന ആര്യയ്ക്ക് സന്തോഷമായി. ജാക്കന്റെ സഹായത്തോടെ തന്റെ കുടുംബം നശിപ്പിച്ചവരെയും കൊന്നുകളയുമെന്ന് ചിന്തിച്ച
ആര്യയോട് വെയ്ഫ് പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞ കഥ കള്ളമോ സത്യമോ? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിന് ഒരു ഉത്തരം പറയാൻ സാധിക്കാതെ നിന്ന ആര്യയോട് നീ റെഡി ആയിട്ടില്ലെന്നും അടുത്ത ബോഡി വൃത്തിയാക്കാനും വെയ്ഫ് ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ ഒരു ഫേസ്ലെസ് മാൻ ആകണമെങ്കിൽ ആർക്കും മനസ്സിലാകാത്ത കള്ളങ്ങൾ പറയാൻ പഠിക്കണമെന്ന പാഠം അവളെ പഠിപ്പിക്കുകയായിരുന്നു വെയ്ഫ്. അന്ന് രാത്രി അവളുടെ മുറിയിലെത്തിയ ജാക്കൻ അവളോട് നീ ആരാണെന്ന് വീണ്ടും ചോദിച്ചു. എന്നാൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഈ കളികൾ മടുത്ത അവൾ താൻ ആര്യാണെന്നും അവളുടെ അച്ഛൻ നെഡ് സ്റ്റാർക്ക് ആണെന്നും അടക്കമുള്ള സത്യങ്ങളാണ് ഉത്തരമായി പറഞ്ഞത്. ഓരോ ഉത്തരത്തിലും ജാക്കൻ അവളെ അടിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഇത് ജാക്കന്റെ മറ്റൊരു പരീക്ഷണമായിരുന്നു. ആര്യ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്നല്ല ജാക്കൻ നോക്കുന്നത്. അവൾ ആ കാര്യങ്ങൾ പറയുമ്പോൾ അവളുടെ ഉള്ളിൽ മിന്നിമറയുന്ന വികാരങ്ങളാണ്. ആര്യ തന്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ സങ്കടവും ദേഷ്യവും പ്രതികാരവും തെളിയുന്നുണ്ട്. ഒരു ഫേസ്ലെസ് മാൻ ആകണമെങ്കിൽ തനിക്ക് പ്രിയപ്പെട്ടവരോട് സ്നേഹമോ ശത്രുക്കളോട് വെറുപ്പോ ഉണ്ടാകാൻ പാടില്ല. ആര്യ ഇപ്പോഴും ആ പഴയ ആര്യ സ്റ്റാർക്ക് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ജാക്കൻ അവളെ അടിക്കുന്നത്. ജാക്കൻ ആഗ്രഹിക്കുന്നത് അവൾ തന്റെ ഭൂതകാലം പൂർണ്ണമായും മറക്കാനാണ്. അവൾക്ക് അവളുടെ അച്ഛനെയോ സഹോദരങ്ങളെയോ ഓർത്ത് വിഷമിക്കാൻ അവകാശമില്ല. നീ ആരാണ് എന്ന ചോദ്യത്തിന് ഞാൻ ആരുമല്ല എന്ന് പറയുമ്പോൾ അത് വെറും വാക്കല്ല, മറിച്ച് മനസ്സിൽ തട്ടി പറയേണ്ട ഒന്നാണ്. ആര്യയുടെ ഉള്ളിൽ തന്റെ കുടുംബത്തോടുള്ള സ്നേഹമുള്ള കാലത്തോളം അവൾ ഫേസ്ലെസ് മാൻ എന്ന പദവിക്ക് അർഹയാവില്ല. വികാരങ്ങളില്ലാതെ തിന്മശക്തികളെ ദൈവത്തിന് വേണ്ടി കൊന്നുകളയാൻ കഴിവുള്ള ഒരു പോരാളിയെ വളർത്തിയെടുക്കുകയായിരുന്നു ജാക്കൻ. അടുത്ത ദിവസം ക്ഷേത്രം വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ആര്യയുടെ അടുത്തേക്ക് സുഖമില്ലാത്ത തന്റെ മകളുമായി ഒരു അച്ഛൻ കടന്നു വന്നു. ഒരിക്കലും ഭേദമാകാത്ത മാറാരോഗിയായ തന്റെ മകളുടെ വേദന കാണാൻ സാധിക്കാത്ത ആ മനുഷ്യൻ മരണത്തിലൂടെ അവളുടെ വേദന അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ എത്തിയത്. തന്നെ സഹായിക്കണമെന്ന് അയാൾ ആര്യയോട് അപേക്ഷിച്ചു. ആ കുട്ടിയുടെ അടുത്തെത്തിയ ആര്യ അവളെപ്പോലെ അസുഖമായി ഇവിടെ എത്തിയതാണ് താനെന്നും ക്ഷേത്രത്തിലെ ചെറിയ കുളത്തിലെ വെള്ളം കുടിച്ചതോടെ തന്റെ അസുഖങ്ങളെല്ലാം മാറിയെന്നും പറഞ്ഞ ശേഷം കുളത്തിലെ വിഷം കലർന്ന വെള്ളം ആ കുട്ടിക്ക് കൊടുത്തു. അവളെ സമാധാനിപ്പിച്ച് വേദനയില്ലാതെ മരണം സമ്മാനിച്ച് അവളുടെ ദുരിതം അവസാനിപ്പിച്ച ആര്യയെ ജാക്കൻ കാണുന്നുണ്ടായിരുന്നു. മനോഹരമായി കള്ളം പറഞ്ഞ് ഒരു ആത്മാവിന്റെ യാതനകൾ അവസാനിപ്പിച്ചത് അവൾ ഒരു പരീക്ഷ ജയിച്ചതിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം മരിച്ച ശരീരങ്ങൾ വൃത്തിയാക്കിയ ശേഷം എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം ജാക്കൻ അവൾക്ക് നൽകി. ജാക്കനൊപ്പം ക്ഷേത്രത്തിന്റെ മറ്റൊരു നിലയിലേക്ക് പ്രവേശിച്ച അവൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ഒരു വലിയ ഹാളിലെ ചുമരുകളിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ മുഖങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നു. അവിടെ വെച്ച് ജാക്കൻ അവളെ ഒരു ദൗത്യം ഏൽപ്പിച്ചു. ബ്രാവോസിലെ തുറമുഖത്ത് തിൻ മാൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ടായിരുന്നു. കപ്പലുകൾക്കും തൊഴിലാളികൾക്കും അപകട ഇൻഷുറൻസ് നൽകുന്ന അയാൾ കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ അവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ പണം നൽകാതെ ചതിക്കുന്ന ക്രൂരനായിരുന്നു. ഒരു മീൻ വിൽക്കുന്ന പെൺകുട്ടിയായി വേഷം ധരിച്ച് അയാളുടെ വിശ്വാസം നേടിയ ശേഷം അയാൾ വാങ്ങുന്ന മീനിൽ വിഷം കലർത്തി അയാളെ കൊന്നുകളയുക എന്നതായിരുന്നു ജാക്കൻ ആര്യ ഏൽപ്പിച്ച ദൗത്യം. ഇതിനായി വേഷം മാറി കൊട്ടയിൽ മീനുമായി അയാളുടെ അടുത്തെത്തുന്ന ആര്യ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാളുടെ വിശ്വാസം നേടിയെടുത്തു. ദിവസവും അയാൾ ആര്യയുടെ കയ്യിൽ നിന്നും ഓയിസ്റ്റർ എന്ന മീൻ വാങ്ങി കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം അയാളെ കൊല്ലാൻ വിഷവുമായി അയാളുടെ സ്ഥാപനം ലക്ഷ്യമാക്കി നീങ്ങിയ ആര്യ അയൺ ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കാൻ സേഴ്സി അയച്ച മെയ്സ് ടൈറലും അയാളോടൊപ്പം പോയ കിങ്സ് ഗാർഡിലെ ക്രൂരനായ മെറിൻ ട്രെന്റും ആ തുറമുഖത്ത് വന്നിറങ്ങുന്നത് കണ്ടു. തനിക്ക് പ്രതികാരം ചെയ്യേണ്ടവരുടെ ലിസ്റ്റിലുള്ള ആളാണ് നെഡിനെ ചതിച്ചു കൊല്ലാൻ കൂട്ടുനിന്ന മെറിൻ ട്രെന്റ്. അയാളെ കണ്ട ആര്യ ജാക്കൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം മറന്ന് അയാളെ പിന്തുടരാൻ ആരംഭിച്ചു. മെയ്സ് ടൈറൽ സേഴ്സിക്ക് വേണ്ടി അയൺ ബാങ്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ആവശ്യങ്ങൾ ഒന്നും തന്നെ കണക്കിലെടുക്കാൻ അവർ തയ്യാറായില്ല. അന്ന് രാത്രി ബ്രാവോസിലെ ഒരു വേശ്യാലയം സന്ദർശിച്ച ട്രെന്റിനെയും മറ്റു 2 സൈനികരെയും പിന്തുടർന്ന് ആര്യ അവിടെ എത്തി. ആ വേശ്യാലയത്തിൽ കയറി അവിടെയുള്ളവർക്ക് ഓയിസ്റ്റർ വിൽക്കാൻ തുടങ്ങുന്ന ആര്യ പക്ഷേ ചുറ്റുപാടും നിരീക്ഷിച്ച് ട്രെന്റിനെ അന്വേഷിക്കുകയായിരുന്നു. കുറച്ചുനേരം അവിടെ കറങ്ങിയ ശേഷം അവൾ ട്രെന്റ് ഇരിക്കുന്ന മുറി കണ്ടുപിടിച്ചു. അവിടെ വെച്ച് വേശ്യാലയത്തിന്റെ ഉടമസ്ഥ അയാൾക്ക് പല സ്ത്രീകളെയും കാഴ്ചവെക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അവരെയെല്ലാം പ്രായക്കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ച അയാൾക്ക് വേണ്ടിയിരുന്നത് ചെറിയ പെൺകുട്ടികളെ ആയിരുന്നു. ഒരു ചെറിയ പെൺകുട്ടിയെ അയാൾക്ക് ആ സ്ത്രീ ഏർപ്പാടാക്കി കൊടുത്തപ്പോൾ നാളെയും തനിക്ക് ഇതുപോലെ വേറെ കുട്ടികളെ വേണമെന്ന് പറഞ്ഞ് ട്രെന്റ് അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കാണുന്ന ആര്യ തിരിച്ച് ക്ഷേത്രത്തിലെത്തിയപ്പോൾ തിന്മാൻ ഇന്ന് ഓയിസ്റ്റർ വാങ്ങിയില്ലെന്നും നാളെ അയാളെ കൊല്ലാമെന്നും ജാക്കനോട് കള്ളം പറഞ്ഞു. അടുത്ത ദിവസം ട്രെന്റിന് 3 പെൺകുട്ടികളെ വേശ്യാലയത്തിലെ സ്ത്രീ ഏർപ്പാടാക്കി കൊടുത്തു. ആ 3 കുട്ടികളെയും വടികൊണ്ടടിച്ച് പീഡിപ്പിച്ച് അവർ കരയുമ്പോൾ അതിൽ ആനന്ദം കണ്ടെത്തുകയായിരുന്നു അയാൾ. എന്നാൽ ഒരു പെൺകുട്ടി മാത്രം എത്ര അടി കൊണ്ടിട്ടും കരയുകയോ മിണ്ടുകയോ ചെയ്യുന്നില്ലെന്ന് കണ്ട അയാൾ അവളെ കൂടുതൽ ശക്തിയോടെ അടിക്കാൻ തുടങ്ങി. അടികൊണ്ട് നിലത്തു വീണ അവളുടെ മുഖം ശ്രദ്ധിക്കുന്ന ട്രെന്റിനെ ഞെട്ടിച്ചുകൊണ്ട് ആ പെൺകുട്ടി തന്റെ മുഖംമൂടി മാറ്റി. അത് ആര്യ ആയിരുന്നു.
അയാളുടെ മേൽ ചാടി വീണ് ഒരു കത്തി ഉപയോഗിച്ച് അയാളുടെ 2 കണ്ണുകളും കുത്തിപ്പൊട്ടിച്ച അവൾ ശബ്ദമുണ്ടാക്കാതിരിക്കാൻ അയാളുടെ വായിൽ തുണി തിരുകി കയറ്റി. വേദന കൊണ്ട് പൊളയുന്ന അയാളോട് താൻ ആര്യ സ്റ്റാർക്ക് ആണെന്നും തന്റെ കുടുംബത്തിനെ കൊന്നതിന്റെ പ്രതികാരമാണിതെന്നും പറഞ്ഞ് അവൾ അയാളുടെ കഴുത്തറത്തു. ക്ഷേത്രത്തിൽ തിരിച്ചെത്തിയ ആര്യ ജാക്കൻ അറിയാതെ മോഷ്ടിച്ച ആ മാസ്ക് അവൻ കാണുന്നതിനു മുൻപ് തിരികെ വെക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ കണ്ണ് വെട്ടിക്കാൻ അവൾക്ക് സാധിച്ചില്ല. ദൈവത്തിന്റെ അനുമതിയില്ലാതെ ഒരാളുടെ ജീവൻ എടുത്തതിന് ശിക്ഷ മരണമാണെന്നും പകരം ഒരു ജീവൻ ദൈവത്തിന് ബലി നൽകണമെന്നും പറഞ്ഞ് ജാക്കൻ ഒരു കുപ്പി വിഷം കയ്യിലെടുത്തു. തന്നെ കൊല്ലാൻ പോവുകയാണെന്ന് ആര്യ വിചാരിച്ചെങ്കിലും അവളെ അമ്പരപ്പിച്ചുകൊണ്ട് ജാക്കൻ ആ വിഷം സ്വയം കുടിച്ച് അവിടെ മരിച്ചു വീണു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗുരുവായ ജാക്കൻ മരിച്ചു വീണത് സഹിക്കാൻ കഴിയാതെ അവൾ അവന്റെ ശരീരം ചേർത്ത് പിടിച്ച് കരയാൻ തുടങ്ങി. നീ എന്തിനാണ് കരയുന്നതെന്ന വെയ്ഫിന്റെ ചോദ്യത്തിന് അവൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു എന്ന് പറയുന്ന ആര്യ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. അവൻ ആരുമല്ല. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജാക്കൻ അവളുടെ പിന്നിൽ ജീവനോടെ നിൽക്കുന്നു. അതും ജാക്കന്റെ ഒരു പരീക്ഷയായിരുന്നു. ഒരാൾ ആരുമല്ലാതാവുക അഥവാ ഫേസ്ലെസ് ആവുക എന്നതിന് ആദ്യം വേണ്ട ഒന്നാണ് വികാരങ്ങളും കുടുംബവും ഇല്ലാതാവുക എന്നത്. ആര്യ ഇവിടെ 2 തെറ്റുകൾ ചെയ്തു. 1, ക്ഷേത്രത്തിൽ നിന്നും മാസ്ക് മോഷ്ടിച്ചു. 2, തന്റെ സ്വാർത്ഥ താല്പര്യത്തിന് ഒരാളെ കൊന്നു. ജാക്കൻ മരിച്ചെന്ന് കരുതിയ ആര്യ വിഷമിച്ചതും അവളുടെ ഉള്ളിൽ വികാരങ്ങൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതിന് തെളിവായിരുന്നു. മാത്രമല്ല മുഖങ്ങൾ മാറ്റാനുള്ള വിദ്യ ഒരു വിഷം പോലെയാണ്. ആരുമല്ലാത്തവർക്ക് മാത്രമേ അത് താങ്ങാൻ കഴിയൂ. നീ ഇപ്പോഴും ആര്യ സ്റ്റാർക്ക് ആയി ഇരിക്കുന്നത് കൊണ്ട് നിന്റെ ശരീരം ആ മാന്ത്രിക വിദ്യയെ സ്വീകരിക്കില്ല എന്ന് ജാക്കൻ അവളോട് പറഞ്ഞു. ഈ കാര്യങ്ങൾ അവളോട് പറയുന്നതിനിടയിൽ മരിച്ചു കിടന്ന ജാക്കന്റെ മുഖത്തെ മുഖംമൂടികൾ ഓരോന്നായി അവൾ മാറ്റിക്കൊണ്ടിരുന്നു. അവസാനമായി തന്റെ മുഖം തന്നെയാണ് ആര്യ അവിടെ കാണുന്നത്. പതിയെ അവളുടെ കാഴ്ച മങ്ങാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവൾ പൂർണ്ണമായും അന്ധയായി മാറി. തന്റെ ആവശ്യത്തിനായി മാസ്ക് ദുരുപയോഗം ചെയ്തതിനുള്ള ശിക്ഷയായിരുന്നു അത്. അതേസമയം വൈൽഡിങ്സുമായുള്ള യുദ്ധം ജയിച്ചതിനു ശേഷം സ്റ്റാനിസും സൈന്യവും കാസിൽ ബ്ലാക്കിൽ തമ്പടിച്ച് അടുത്ത പദ്ധതികൾ തയ്യാറാക്കുകയാണ്. ഒരു ദിവസം ഒലി എന്ന പയ്യനെ യുദ്ധം ചെയ്യാൻ പരിശീലിപ്പിക്കുകയായിരുന്ന ജോണിനെ കാണുന്ന മെലിസാൻഡ്ര അവനെ സ്റ്റാനിസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ജോണിനെ കാണുന്ന സ്റ്റാനിസ് വിന്റർഫെൽ ഇപ്പോൾ റൂസ് ബോൾട്ടന്റെ കയ്യിലാണെന്നും നിന്റെ സഹോദരൻ റോബ് സ്റ്റാക്കിനെ ചതിച്ചു കൊന്ന ബോൾട്ടനെ കൊന്ന് വിന്റർഫെൽ കീഴടക്കാൻ നീ എന്നെ സഹായിക്കണമെന്നും പറഞ്ഞു. എന്നാൽ നൈറ്റ്സ് വാച്ചിലെ അംഗങ്ങൾക്ക് വെസ്റ്ററോസിലെ അധികാര തർക്കങ്ങളിലോ യുദ്ധങ്ങളിലോ പങ്കെടുക്കാൻ അനുമതിയില്ല എന്നായിരുന്നു അവന്റെ മറുപടി. എന്നാൽ സ്റ്റാനിസ് ഉദ്ദേശിച്ചത് നൈറ്റ്സ് വാച്ച് അംഗങ്ങൾ അയാളെ സഹായിക്കണമെന്നായിരുന്നില്ല. വൈൽഡിങ്സിന്റെ സഹായമായിരുന്നു അയാൾക്ക് വേണ്ടിയിരുന്നത്. യിഗ്രിറ്റുമായുള്ള അവന്റെ പ്രണയവും വൈൽഡിങ്സ് രാജാവ് മാൻസ് റൈഡർക്ക് ജോണിനോടുള്ള താല്പര്യവും അറിയാമായിരുന്ന സ്റ്റാനിസ് മാൻസ് റൈഡർ സ്റ്റാനിസിനെ രാജാവായി അംഗീകരിച്ച് അയാളോടൊപ്പം യുദ്ധം ചെയ്താൽ വൈൽഡിങ്സിന് ഇനിയുള്ള കാലം വെസ്റ്ററോസിലെ പൗരന്മാരായി മതിലിനപ്പുറം സമാധാനമായി ജീവിക്കാനും കൃഷി ചെയ്യാനുമുള്ള എല്ലാ സൗകര്യങ്ങളും നൽകാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. അയാൾ ഈ ഓഫർ നിരസിച്ചാൽ മരണത്തിൽ കുറഞ്ഞ ഒന്നും ഉണ്ടാവില്ലെന്നും സ്റ്റാനിസ് കൂട്ടിച്ചേർത്തു. മാൻസിനെ പറഞ്ഞു മനസ്സിലാക്കി തനിക്കൊപ്പം യുദ്ധം ചെയ്യാൻ അയാളെ സമ്മതിപ്പിക്കാൻ സ്റ്റാനിസ് ജോണിനെ ഏൽപ്പിച്ചു. മാൻസിനെ കണ്ട് സ്റ്റാനിസിന്റെ നിബന്ധനകൾ അവതരിപ്പിച്ച ജോണിനോട് സ്റ്റാനിസ് നല്ലൊരു രാജാവാകാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് സമ്മതിക്കുന്ന മാൻസ് പക്ഷെ അതൊരിക്കലും തന്റെ സഹായത്തോടെ നടക്കില്ലെന്നും പറഞ്ഞു. 10,000 സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ആളുകൾ മതിലിനപ്പുറത്ത് കിടന്ന് മരിക്കുന്നതിനേക്കാൾ വലുതാണോ നിങ്ങളുടെ അഭിമാനം എന്ന് ചോദിക്കുന്ന ജോണിനോട് ഇത് അഭിമാനത്തിന്റെ പ്രശ്നമല്ലെന്നും അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കില്ലെന്നുമായിരുന്നു മാൻസിന്റെ മറുപടി. അതോടെ അയാളെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമം അവസാനിപ്പിച്ച് പോകാനൊരുങ്ങിയ ജോണിനോട് എങ്ങനെയാണ് അവരെന്നെ കൊല്ലാൻ പോകുന്നത് എന്ന് മാൻസ് ചോദിച്ചു. ജീവനോടെ കത്തിക്കുകയാണ് സ്റ്റാനിസിന്റെ രീതി എന്ന മറുപടിയിൽ മാൻസ് ഒന്ന് ഭയന്നെങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി തന്നെ മാൻസിന്റെ വധശിക്ഷ നടപ്പിലാക്കാൻ തീരുമാനിച്ച സ്റ്റാനിസ് അവസാനമായി അയാളോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ രാജാവായി അംഗീകരിച്ച് എന്റെ കൂടെ കൂടാം അല്ലെങ്കിൽ മരിക്കാം. വരാൻ പോകുന്ന യുദ്ധങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുന്നു എന്ന് മാത്രമായിരുന്നു മാൻസിന്റെ മറുപടി. അതോടെ അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന ചിതയിലെ ഒരു മരത്തടിയിൽ അയാളെ ബന്ധിച്ചു. ലോർഡ് ഓഫ് ദി ലൈറ്റിന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് മെലിസാൻഡ്ര ആ ചിതയ്ക്ക് തീ കൊളുത്തി. തീ ആളിക്കത്താൻ തുടങ്ങിയതോടെ വേദന സഹിക്കാൻ കഴിയാതെ മാൻസ് നിലവിളിക്കാൻ തുടങ്ങി. താൻ ഏറെ ബഹുമാനിച്ചിരുന്ന ആ മനുഷ്യന്റെ ഈ അവസ്ഥ കണ്ടു നിൽക്കാൻ ജോണിന് സാധിച്ചില്ല. ആ നരകയാതന അയാളെ അനുഭവിപ്പിക്കാതെ മേലെ നിന്നും ഒരു അമ്പെയ്ത് അവൻ അയാളെ കൊന്നുകളഞ്ഞു. അടുത്ത ദിവസം ജോണിനെ കാണുന്ന സ്റ്റാനിസ് അന്ന് നടക്കാനിരിക്കുന്ന കാസിൽ ബ്ലാക്കിലെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിച്ചു. കമാൻഡർ മോമോണ്ടിന്റെ മരണശേഷം വൈൽഡിങ്സുമായി ഉണ്ടായ യുദ്ധത്തിന്റെ തിരക്കിലായതിനാൽ അലിസറിനെ താൽക്കാലിക കമാൻഡറായി നിയമിച്ചതായിരുന്നു. എന്നാൽ ഇന്ന് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അലിസർ തന്നെയാണ് ജയിക്കാൻ സാധ്യതയെന്നും ജോണിനോട് അങ്ങേയറ്റം വെറുപ്പുള്ള അയാൾ ലോർഡ് കമാൻഡർ എന്ന കാസിൽ ബ്ലാക്കിന്റെ അനിഷേധ്യ നേതാവായാൽ ജോണിന്റെ ഭാവി അതോടെ തീരുമെന്ന് സ്റ്റാനിസ് മുന്നറിയിപ്പ് നൽകി. പക്ഷേ തന്റെ ഒപ്പം നിന്ന് വിന്റർഫെൽ കീഴടക്കാൻ സഹായിച്ചാൽ നെഡിന്റെ ജാരസന്തതി എന്ന പേരിൽ നിന്നും നോർത്തിന്റെ പ്രഭുവായ ജോൺ സ്റ്റാർക്കായി നിന്നെ നിയമിക്കാമെന്ന് സ്റ്റാനിസ് ജോണിന് വാക്കുകൊടുത്തു. ജോൺ എന്നും ആഗ്രഹിച്ച ഒന്നായിരുന്നു തന്റെ അച്ഛന്റെ കുടുംബപ്പേരായ സ്റ്റാർക്ക് തന്റെ പേരിൽ വരണമെന്നുള്ളത്. പക്ഷെ താൻ ഒരു നൈറ്റ്സ് വാച്ച് അംഗമായി പ്രതിജ്ഞ ചെയ്തെന്നും പറഞ്ഞ് അവൻ ആ വാഗ്ദാനം സ്നേഹത്തോടെ നിരസിച്ചു. അങ്ങനെ തിരഞ്ഞെടുപ്പ് തുടങ്ങി. ആദ്യമായി അംഗങ്ങൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കാം. അലിസറിന്റെ വിശ്വസ്തനായ സ്ലിൻഡ് അലിസറിനെ നോമിനേറ്റ് ചെയ്തു.
ആൽഫി എന്നൊരാൾ അവരിൽ നിന്നും ഏറ്റവും സീനിയറായ നൈറ്റ്സ് വാച്ച് അംഗം ഡെനിസിനെ നോമിനേറ്റ് ചെയ്തു. മറ്റാരെയും നോമിനേറ്റ് ചെയ്യാൻ ആരും മുന്നോട്ട് വരാത്തതോടെ വോട്ടിംഗ് തുടങ്ങാൻ മേജർ എയ്മൻ ഉത്തരവിടുന്നതിന് മുൻപ് സാം മുന്നോട്ട് വന്നു. വൈൽഡ്ലിങ്സുമായുള്ള യുദ്ധത്തിൽ ജോൺ മുന്നിൽ നിന്ന് നയിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കാസിൽ ബ്ലാക്ക് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുന്ന സാം, യുദ്ധത്തിന് ജോൺ പരീക്ഷിച്ച് വിജയിച്ച ഓരോ തന്ത്രങ്ങളും എണ്ണിപ്പറഞ്ഞ ശേഷം മോമണ്ടിന് ശേഷം കമാൻഡർ ആകാൻ ഏറ്റവും യോഗ്യത ജോണിനാണെന്നും പറഞ്ഞ് അവനെ നോമിനേറ്റ് ചെയ്തു. എന്നാൽ ജോൺ വൈൽഡ്ലിങ്സ് സ്ത്രീയെ സ്നേഹിച്ചവനാണെന്നും വൈൽഡ്ലിങ്സിനോട് കൂറുള്ളവനാണെന്നും ഒക്കെ പറഞ്ഞ അലിസർ വോട്ടർമാരെ ജോണിനെതിരെ തിരിക്കാൻ ഒരു അവസാന ശ്രമം നടത്തി. മേജർ എയ്മന്റെ നേതൃത്വത്തിൽ നടന്ന വോട്ടിംഗിന് ശേഷം ഓരോരുത്തർക്കും കിട്ടിയ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ആരംഭിച്ചു. ഡെനീസിന് വളരെ കുറച്ച് വോട്ടുകൾ മാത്രം ലഭിച്ചപ്പോൾ അലിസറിനും ജോണിനും തുല്യ വോട്ടുകളാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യും എന്ന് എല്ലാവരും ചിന്തിച്ചു നിൽക്കുമ്പോൾ മേജർ എയ്മൻ അവസാന വോട്ടായ തന്റെ വോട്ട് ജോണിന് നൽകി. അതോടെ കാസിൽ ബ്ലാക്കിന്റെ 998ാമത്തെ ലോർഡ് കമാൻഡറായി ജോൺ സ്നോ തിരഞ്ഞെടുക്കപ്പെട്ടു. കമാൻഡർ ആയ ശേഷം കാസിൽ ബ്ലാക്കിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായി തന്റെ ശത്രുവാണെങ്കിലും അലിസറിനെ അവരുടെ ഫസ്റ്റ് റേഞ്ചറായി ജോൺ നിയമിച്ചു. നൈറ്റ്സ് വാച്ചിന്റെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറെയാണ് ഫസ്റ്റ് റേഞ്ചർ എന്ന് വിളിക്കുന്നത്. ലോർഡ് കമാൻഡറുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥരിൽ ഒരാളാണിത്. ഇതിനു മുൻപ് നെഡ് സ്റ്റാക്കിന്റെ അനുജനായിരുന്ന ബെഞ്ചൻ സ്റ്റാക്ക് ആയിരുന്നു ആ പദവിയിൽ ഉണ്ടായിരുന്നത്. ഒരിക്കൽ വൈൽഡ്ലിങ്സിന്റെ സാന്നിധ്യം തേടി മതിലിനപ്പുറത്തേക്ക് പോയ ബെഞ്ചൻ പിന്നെ തിരിച്ചു വന്നില്ല. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അടുത്തതായി സ്ലിന്റിന് നേരെ തിരിഞ്ഞ ജോൺ മതിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഉപേക്ഷിക്കപ്പെട്ട കോട്ടയായ ഗ്രേ ഗാർഡിലേക്ക് പോയി ആ കോട്ട പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു. സ്ഥിരമായി വൈൽഡ്ലിങ്സിന്റെ ഭീഷണിയുള്ള അങ്ങോട്ട് പോകാൻ ഭയമായിരുന്ന അയാൾക്ക് ജോണിനെ അനുസരിക്കേണ്ടി വരുന്നതും താല്പര്യമില്ലായിരുന്നു. ജോണിന്റെ ഉത്തരവ് പരസ്യമായി അവഗണിച്ച അയാൾ അവനെ അസഭ്യം പറയുകയും ചെയ്തു. എന്നാൽ ജോൺ ഇപ്പോൾ കാസിൽ ബ്ലാക്കിലെ ലോർഡ് കമാൻഡർ ആണെന്ന കാര്യം അയാൾ മറന്നു. അടുത്ത നിമിഷം സ്ലിന്റിനെ പിടിച്ചുകെട്ടി പുറത്തേക്ക് കൊണ്ടുവരാൻ ജോൺ ഉത്തരവിട്ടു. തന്നെ അലിസറും കൂട്ടരും സഹായിക്കുമെന്നാണ് സ്ലിന്റ് കരുതിയത്. എന്നാൽ ബുദ്ധിമാനായ അലിസർ അയാളെ കൈവിട്ടു. ശേഷം ലോർഡ് കമാൻഡറുടെ ആജ്ഞ നിരസിച്ചതിന്റെ പേരിലും അയാളെ അസഭ്യം പറഞ്ഞതിന്റെ പേരിലും സ്ലിന്റിന്റെ തലയറുത്ത ജോൺ വധശിക്ഷ നടപ്പിലാക്കി. കാസിൽ ബ്ലാക്കിലെ അലിസർ അടക്കമുള്ള തന്റെ എല്ലാ ശത്രുക്കൾക്കുമുള്ള ജോണിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അത്. ശേഷം തടവിൽ കഴിയുന്ന ടോർമുണ്ടിനെ കാണുന്ന ജോൺ അവനോട് ഒരു പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചു. 8000 വർഷങ്ങളായി നൈറ്റ്സ് വാച്ചും വൈൽഡ്ലിങ്സും പരസ്പരം പോരടിക്കുന്ന ശത്രുക്കളാണ്. എന്നാൽ വൈറ്റ് വാക്കേഴ്സ് എന്ന പൊതുവായ ഒരു ശത്രു ഭൂമിയിലെ സകല മനുഷ്യരെയും ഇല്ലാതാക്കാൻ വരുന്ന ഈ അവസ്ഥയിൽ വൈൽഡ്ലിങ്സിനും നൈറ്റ്സ് വാച്ചിനും പരസ്പരം ഒരു ധാരണയിൽ ഒന്നിച്ചു പോരാടി മതിൽ സംരക്ഷിച്ചുകൂടെ എന്ന് ജോൺ ടോർമണ്ടിനോട് ചോദിച്ചു. എന്നാൽ അവരുടെ രാജാവായ മാൻസിനെ കൊന്ന നിങ്ങൾക്കൊപ്പം അവർ ഒരിക്കലും പോരാടില്ലെന്നും ഒരിക്കലും നിന്റെ മുന്നിലോ സ്റ്റാനിസിന്റെ മുന്നിലോ അവർ മുട്ടുമടക്കില്ലെന്നുമായിരുന്നു അവന്റെ മറുപടി. എന്നാൽ ആരുടെയും മുന്നിൽ മുട്ടുകുത്താനോ യുദ്ധം ചെയ്യാനോ അല്ല ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതെന്ന് പറയുന്ന ജോൺ, സ്ത്രീകളും കുട്ടികളും സുഖമില്ലാത്തവരും അടങ്ങുന്ന 10,000-കണക്കിന് വരുന്ന വൈൽഡ്ലിങ്സിന് കാസിൽ ബ്ലാക്കിന്റെ അധീനതയിലുള്ള വടക്ക് ഭാഗത്ത് സമാധാനമായി കൃഷി ചെയ്ത് ജീവിക്കാനും നാളെ വൈറ്റ് വാക്കേഴ്സ് മതിൽ കടക്കാൻ ശ്രമിച്ചാൽ ഒരുമിച്ച് നിന്ന് അവരോട് യുദ്ധം ചെയ്ത് നാടിനെ രക്ഷിക്കാനും സഹായിക്കാനാണ് ലോർഡ് കമാൻഡർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത് എന്നവൻ ടോമണ്ടിനോട് പറഞ്ഞു. ജോൺ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന ടോമണ്ട് വൈൽഡ്ലിങ്സുമായി സംസാരിക്കാമെന്ന് അവനോട് സമ്മതിച്ചു. പക്ഷെ ഒരു രാജാവില്ലാത്തതിനാൽ അവർ ഇപ്പോൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ടുണ്ടാകുമെന്നും നൈറ്റ്സ് വാച്ചിന്റെ ലോർഡ് കമാൻഡർ എന്ന നിലയിൽ നീയും എന്റെ കൂടെ വന്ന് സംസാരിക്കണമെന്നും അവൻ പറഞ്ഞു. പക്ഷെ ഹാർഡ് ഹോം എന്ന നദിക്കരയിൽ തമ്പടിച്ചിരിക്കുന്ന വൈൽഡ്ലിങ്സിന് അടുത്തേക്ക് പോകണമെങ്കിൽ ചെറിയ കപ്പലുകൾ വേണം. തൽക്കാലം സ്റ്റാനിസിന്റെ കപ്പലുകൾ കടം വാങ്ങാമെന്ന് ജോൺ തീരുമാനിച്ചു. തന്റെ ഈ തീരുമാനം കാസിൽ ബ്ലാക്കിലെ യോഗത്തിൽ അവതരിപ്പിച്ച ജോൺ, വൈറ്റ് വാക്കേഴ്സ് വരുമ്പോൾ 100-ന് താഴെ അംഗബലമുള്ള നമുക്കൊരിക്കലും മതിൽ സംരക്ഷിക്കാൻ സാധിക്കില്ലെന്നും വൈൽഡ്ലിങ്സുമായി നല്ല രീതിയിൽ മുൻപോട്ട് പോവുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഗുണം ചെയ്യുമെന്നും പറഞ്ഞു. എന്നാൽ ജോണിന്റെ സുഹൃത്തായ എഡിസൺ അടക്കം എല്ലാവരും ഈ തീരുമാനത്തെ എതിർത്തു. നൈറ്റ്സ് വാച്ചിന്റെ ചരിത്രത്തിൽ ഇതുവരെ ആ വാതിൽ വൈൽഡ്ലിങ്സിനായി തുറന്നു കൊടുത്തിട്ടില്ല. പക്ഷെ ജോൺ തന്റെ തീരുമാനത്തിൽ നിന്നും മാറാൻ തയ്യാറായില്ല. അടുത്ത ദിവസം കാസിൽ ബ്ലാക്ക് വിടാൻ തീരുമാനിച്ച സ്റ്റാനിസ് യാത്ര പറയുന്നതിനിടയിൽ തന്റെ കപ്പലുകൾ എത്രയും പെട്ടെന്ന് തിരികെ തരണമെന്ന് ജോണിനോട് പറഞ്ഞു. ശേഷം റൂസ് ബോൾട്ടനെ ആക്രമിച്ച് നോർത്ത് പിടിച്ചടക്കാൻ അയാൾ വിൻഡർഫെൽ ലക്ഷ്യമാക്കി നീങ്ങി. സ്റ്റാനിസിന് പിന്നാലെ ജോണും ടോമണ്ടും അടങ്ങുന്ന ഒരു സംഘം സ്റ്റാനിസിന്റെ കപ്പലുകൾ ഉപയോഗിച്ച് വൈൽഡ്ലിങ്സ് താമസിക്കുന്ന ഹാർഡ് ഹോമിലേക്ക് യാത്ര തിരിച്ചു. ജോൺ പോയ ശേഷം അസുഖം ബാധിച്ച് കിടപ്പിലായ മേജർ എയ്മൻ വൈകാതെ മരിക്കുകയും ചെയ്തു. ജോണിന്റെ അഭാവത്തിൽ സാമിന്റെയും അലിസറിന്റെയും നേതൃത്വത്തിൽ അവർ എയ്മന്റെ ശവസംസ്കാരം നടത്തി. അതേസമയം സാൻസയെ പിന്തുടർന്നെത്തിയ ബ്രിയാനും പോഡ്രിക്കും വിൻഡർഫെല്ലിനടുത്തുള്ള ഒരു സത്രത്തിൽ മുറിയെടുത്ത് താമസിക്കാൻ ആരംഭിച്ചു. അവിടെ വെച്ച് വൃദ്ധനായ ഒരാളെ പരിചയപ്പെടുന്ന ബ്രിയാൻ, അയാളടക്കം അവിടെയുള്ള ഒരുപാട് പേർ ഇപ്പോഴും നെഡ് സ്റ്റാർക്ക്
സ്റ്റാർക്കിന്റെ വിശ്വസ്തരാണെന്ന് മനസ്സിലാക്കി. താൻ വന്നതെന്തിനാണെന്നും നെഡിന്റെ മകൾ സാൻസ ബോൾട്ടന്റെ കുടുംബത്തിൽ സുരക്ഷിതയല്ലെന്നും അയാളോട് പറഞ്ഞ ബ്രിയാൻ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിൻഡർഫെല്ലിലെ ടവറിന് മുകളിലെ ജനലിൽ ഒരു മെഴുകുതിരി കത്തിച്ച് സിഗ്നൽ തരാൻ അവളെ അറിയിക്കാൻ അയാളെ ഏൽപ്പിച്ചു. അപ്പോഴേക്കും വിൻഡർഫെല്ലിലെ തന്റെ പുതിയ ജീവിതം ആരംഭിച്ച സാൻസയെ കാണാൻ ഒരു ദിവസം വൃദ്ധയായ ഒരു സ്ത്രീ വന്നു. ബ്രിയാന്റെ നിർദ്ദേശപ്രകാരം വന്ന അവർ ആരെങ്കിലും അവളെ ഉപദ്രവിക്കുകയോ ജീവൻ അപകടത്തിലാവുകയോ ചെയ്താൽ വിൻഡർഫെല്ലിലെ ഏറ്റവും വലിയ ടവറിന്റെ മുകളിൽ ഒരു മെഴുകുതിരി കത്തിച്ചാൽ മതിയെന്നും അവളെ രക്ഷിക്കാൻ ആളുകൾ വരുമെന്നും അവളോട് പറഞ്ഞു. അത് അവൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. ഇതിനിടെ റാംസിയുടെ കാമുകി മിറാണ്ട സാൻസയെ കാണാനെത്തി. റാംസി സാൻസയെ വിവാഹം ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. റാംസിയുടെ ക്രൂരതകൾ ഓരോന്നായി പറഞ്ഞ് സാൻസയെ ഭയപ്പെടുത്തി വിവാഹത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാനായിരുന്നു അവൾ വന്നത്. തിയോൺ സാൻസയ്ക്ക് ഒരു സഹോദരനെ പോലെ ആയിരുന്നു എന്ന് അറിയാമായിരുന്ന അവൾ ആദ്യം ചെയ്തത് നായ്ക്കളുടെ കൂട്ടിൽ കിടക്കുന്ന തിയോണിനെ സാൻസയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു അവസ്ഥയിൽ തിയോണിനെ കണ്ടപ്പോൾ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും എല്ലാവരെയും പോലെ തന്റെ അനുജന്മാരായ ബ്രാനെയും റിക്കോണിനെയും കൊന്നത് അവനാണ് എന്ന് വിശ്വസിച്ചിരുന്ന അവൾ അവനോട് ഒന്നും സംസാരിക്കാതെ അവിടെ നിന്നും പോയി. ഇതിനിടയിൽ റാംസിയെ കാണുന്ന മിറാണ്ട അവനോട് എന്നെക്കാളും ഭംഗിയുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോൾ നീ എന്നെ ചതിച്ചെന്നും മറ്റും പരാതി പറഞ്ഞു. എന്നാൽ സാൻസയുമായുള്ള വിവാഹം ഒരു രാഷ്ട്രീയ കരാർ മാത്രമാണെന്നും നിന്നെ മാത്രമാണ് ഞാൻ സ്നേഹിക്കുന്നതെന്നും അവളോട് പറയുന്ന റാംസി ആവശ്യം കഴിഞ്ഞാൽ അവളെ കൊന്നുകളയാമെന്നും മിറാണ്ടയോട് പറഞ്ഞു. അന്ന് രാത്രി അത്താഴത്തിനിടയിൽ വെച്ച് റാംസി തിയോണിനെ കൊണ്ട് തന്റെ അനുജന്മാരെ കൊന്നതിന് സാൻസയോട് മാപ്പ് പറയിപ്പിച്ചു. തിയോൺ അത് ചെയ്തിട്ടില്ലെന്ന് റാംസിക്കും അറിയാമായിരുന്നെങ്കിലും അവരെ രണ്ടുപേരെയും അവരുടെ നഷ്ടപ്പെട്ട കുടുംബത്തെയും ജീവിതത്തെയും ഓർമ്മിപ്പിച്ച് ആനന്ദം കണ്ടെത്തുകയായിരുന്നു അവൻ. മാത്രമല്ല റാംസിയുടെയും സാൻസയുടെയും വിവാഹത്തിന് വധുവിനെ ആനയിക്കാൻ തിയോണിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ റൂസ് ബോൾട്ടൺ തന്റെ ഭാര്യ വാൾഡ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത അവരെ അറിയിച്ചു. അതൊരു ആൺകുട്ടിയാവാനാണ് സാധ്യതയെന്നും ബോൾട്ടൺ പറഞ്ഞു. അതോടെ റാംസി അസ്വസ്ഥനായി. ബോൾട്ടന്റെ ജാരസന്തതിയായ റാംസിയെ ഔദ്യോഗികമായി ബോൾട്ടൺ മകനായി അംഗീകരിച്ചിരുന്നെങ്കിലും നാളെ അയാൾക്കൊരു ആൺകുട്ടി പിറന്നാൽ തന്റെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്ന ഭയം അവനെ പിടികൂടി. ഈ കാര്യം ബോൾട്ടനോട് നേരിട്ട് തന്നെ സംസാരിക്കുന്ന റാംസിയോട് തനിക്കൊരു മകൻ പിറന്നാലും റാംസിയുടെ സ്ഥാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്ന് അയാൾ ഉറപ്പുകൊടുത്തു. അടുത്ത ദിവസം രാത്രി വിൻഡർഫെല്ലിൽ വെച്ച് റാംസിയുടെയും സാൻസയുടെയും വിവാഹം നടന്നു. തിയോണിനൊപ്പം വധുവായി എത്തിയ സാൻസയും ബോൾട്ടനോടൊപ്പം എത്തിയ റാംസിയും എല്ലാവരുടെയും മുൻപിൽ വെച്ച് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരായി അംഗീകരിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന മിറാണ്ടയുടെ കണ്ണുകളിൽ ഒരുതരം പക ജ്വലിക്കുന്നുണ്ടായിരുന്നു. ശേഷം തിയോണിനോട് അവളെ തന്റെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ റാംസി ആവശ്യപ്പെട്ടു. മുറിയിലെത്തിയ റാംസി ആദ്യം വളരെ മാന്യമായാണ് അവളോട് പെരുമാറിയത്. അവളുടെ സുഖവിവരങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയ റാംസി പതുക്കെ തന്റെ ക്രൂരമായ മുഖം കാണിച്ചു തുടങ്ങി. അവൻ അവളോട് അവളുടെ വസ്ത്രങ്ങളെല്ലാം അഴിക്കാൻ ആവശ്യപ്പെട്ടു. ആദ്യ രാത്രിയിൽ തന്റെ ഭർത്താവിന്റെ ആവശ്യം നിറവേറ്റാൻ അവൾ വസ്ത്രങ്ങൾ അഴിക്കാൻ തുടങ്ങിയപ്പോൾ തിയോൺ അവിടെ നിന്നും പോകാനൊരുങ്ങി. എന്നാൽ അവനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ റാംസി നീ സാൻസയെ ഒരു കുട്ടിയായപ്പോൾ തൊട്ട് കാണുന്നതല്ലേ, അവൾ ഒരു സ്ത്രീ ആവുന്നത് എങ്ങനെയാണെന്ന് നീ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ബെയിലിഷിന്റെ ചതിയിൽ വീണ്ടും പെട്ടു എന്ന് മനസ്സിലാക്കിയ അവൾക്ക് എല്ലാം സഹിച്ചു നിൽക്കാനേ സാധിച്ചുള്ളൂ. ശേഷം തിയോണിന്റെ മുൻപിൽ വെച്ച് റാംസി അവളെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. താൻ സഹോദരിയെ പോലെ കണ്ട സാൻസയെ തന്റെ മുന്നിൽ വെച്ച് പിച്ചി ചീന്തുന്നത് കരഞ്ഞുകൊണ്ട് നോക്കി നിൽക്കാനേ തിയോണിന് സാധിച്ചുള്ളൂ. അതിനുശേഷമുള്ള ദിവസങ്ങളിലും റാംസി ഇത് ആവർത്തിച്ചു. അവളെയും തിയോണിനെ പോലെ ഒരു വളർത്തു മൃഗമായാണ് അവൻ കണ്ടത്. പകൽ മുഴുവൻ അവളെ ഒരു മുറിയിൽ പൂട്ടിയിടുന്ന റാംസി രാത്രിയാവുമ്പോൾ അവളെ ക്രൂരമായി പീഡിപ്പിക്കും. ഒരു ദിവസം സാൻസയ്ക്ക് ഭക്ഷണം നൽകാൻ പോയ തിയോണിനോട് റാംസിയുടെ ക്രൂരതകൾ സഹിക്കാൻ പറ്റുന്നില്ലെന്നും അവളെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ റാംസി ഇതറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും കൊല്ലുമെന്നും തനിക്ക് പേടിയാണെന്നും പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. ഒരുവിധം അവന് ധൈര്യം കൊടുക്കുന്ന സാൻസ നേരത്തെ അവിടെ എത്തിയ വൃദ്ധയായ ആ സ്ത്രീ പറഞ്ഞതനുസരിച്ച് വിൻഡർഫെല്ലിലെ ടവറിൽ ഒരു മെഴുകുതിരി കത്തിക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അത് കണ്ടാൽ അവർ തന്നെ രക്ഷിക്കാൻ വരുമെന്നും പറഞ്ഞു. മെഴുകുതിരിയുമായി പുറത്തിറങ്ങിയ തിയോൺ കോട്ട ലക്ഷ്യമാക്കി പോയെങ്കിലും പാതി വഴിയിൽ എത്തിയപ്പോഴേക്കും റാംസിയുടെ ക്രൂരതകളുടെ ആഴം അവനെ ഭയപ്പെടുത്തി. ടവറിലേക്ക് പോകുന്നതിന് പകരം റാംസിയുടെ അടുത്തെത്തിയ അവൻ സാൻസ തന്നോട് പറഞ്ഞതെല്ലാം അവനെ അറിയിച്ചു. അപ്പോഴും ബ്രിയാൻ ആ ടവറിൽ ഒരു വെളിച്ചം തെളിയുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം റാംസി സാൻസയോട് തന്റെ കൂടെ നടക്കാൻ ആവശ്യപ്പെട്ടു. ആ നടത്തം അവസാനിച്ചത് റാംസി ജീവനോടെ തൊലിയുരിഞ്ഞു കൊന്ന ഒരു മൃതദേഹത്തിന്റെ മുന്നിലായിരുന്നു. ടവറിൽ മെഴുകുതിരി കത്തിച്ച് സിഗ്നൽ നൽകിയാൽ സാൻസയെ രക്ഷപ്പെടാൻ സഹായിക്കാമെന്നേറ്റ ആ സ്ത്രീയായിരുന്നു അത്. അവൾ രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച കാര്യം തിയോൺ വഴി അറിഞ്ഞ റാംസി നിനക്കൊരിക്കലും അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പ് സാൻസയ്ക്ക് കൊടുക്കുകയായിരുന്നു. അടുത്ത ദിവസം സാൻസയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ പോയ തിയോണിനോട് എന്തിനാണ് തന്നെ ചതിച്ചതെന്ന് അവൾ ചോദിച്ചു. താൻ ചതിച്ചതല്ലെന്നും അവളെ രക്ഷിച്ചതാണെന്നുമായിരുന്നു അവന്റെ മറുപടി. ഒരിക്കൽ രക്ഷപ്പെടാൻ ശ്രമിച്ച തന്നോട് റാംസി ചെയ്ത ക്രൂരതകൾ അവൾക്ക് സംഭവിക്കാതിരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തതെന്ന് അവൻ അവളോട് പറഞ്ഞു. മാത്രമല്ല സ്റ്റാർ കുടുംബത്തോട് ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് താൻ ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും അവൻ പറഞ്ഞു. നിന്നെ സ്വന്തം ജ്യേഷ്ഠനെ പോലെ കണ്ട ബ്രാനെയും റിക്കോണിനെയും എന്തിനാണ് നീ കൊന്നതെന്ന് ചോദിക്കുന്ന അവളോട് അവസാനം അവൻ ആ സത്യം തുറന്നു പറഞ്ഞു. അത് ബ്രാനും റിക്കോണും അല്ലായിരുന്നുവെന്നും അവർ രക്ഷപ്പെട്ടപ്പോൾ അവരാണെന്ന് പറഞ്ഞ് രണ്ട് അനാഥ കുട്ടികളെയാണ് താൻ കൊന്നതെന്നും പറഞ്ഞ ശേഷം
സൈന്യം തന്നോട് കൂടുതലൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്നും പോയി. അതേസമയം തങ്ങളെ ആക്രമിക്കാൻ വരുന്ന സ്റ്റാനിസിനെ നേരിടാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് റൂസ് ബോൾട്ടനും സംഘവും. കനത്ത മഞ്ഞുവീഴ്ച ഉള്ളതിനാൽ അവർക്ക് പെട്ടെന്ന് അവിടെ എത്താൻ സാധിക്കില്ല എന്നവർക്കറിയാം. ശൈത്യവും മഞ്ഞുവീഴ്ചയും ഓരോ ദിവസവും അധികരിക്കുന്ന ഈ കാലാവസ്ഥയിൽ അവരുടെ കുതിരകളും സൈന്യവും തണുപ്പുകൊണ്ട് മരിക്കുമെന്നും അംഗബലം കുറയുന്നതുവരെ കാത്തു നിൽക്കാമെന്നുമായിരുന്നു ബോൾട്ടന്റെ തീരുമാനം. എന്നാൽ ഈ തീരുമാനത്തെ എതിർത്ത റാംസി തനിക്ക് വെറും 20 പടയാളികളെ തന്നാൽ അവരുടെ പാതി സൈന്യത്തെ നശിപ്പിക്കാമെന്ന് ബോൾട്ടൻ ഉറപ്പു നൽകി. അവിടുത്തെ ഭൂപ്രകൃതി നന്നായി അറിയാമായിരുന്ന റാംസി രഹസ്യമായി സ്റ്റാനിസിന്റെ ക്യാമ്പിൽ നുഴഞ്ഞു കയറി സ്റ്റാനിസിന്റെ സൈന്യം തമ്പടിച്ച ക്യാമ്പിന് തീയിട്ട് നശിപ്പിക്കാമെന്ന് പദ്ധതിയിട്ടു. അതേസമയം വിന്റർഫെൽ ലക്ഷ്യമാക്കി നീങ്ങിയ സ്റ്റാനിസിനും സംഘത്തിനും വലിയ തിരിച്ചടികളാണ് നേരിടേണ്ടി വന്നത്. കനത്ത തണുപ്പ് കാരണം സൈന്യത്തിലെ 200ഓളം കുതിരകൾ ചത്തുവീണു. ഒപ്പം ഭക്ഷണവും വെള്ളവും തീർന്നു തുടങ്ങിയിരിക്കുന്നു. കനത്ത മഞ്ഞായതിനാൽ ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള വഴികളെല്ലാം അടഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല 500ഓളം വരുന്ന ഒരു കൂട്ടം സൈനികർ സ്റ്റാനിസിന്റെ ഈ നീക്കത്തിൽ വിശ്വാസമില്ലാത്തതിനാൽ സൈന്യത്തിൽ നിന്നും പിരിഞ്ഞു പോവുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ നമ്മൾക്ക് ബോൾട്ടനെ നേരിടാൻ സാധിക്കില്ലെന്നും തൽക്കാലം കാസൽ ബ്ലാക്കിലേക്ക് തിരിച്ചുപോയി ശൈത്യകാലം കഴിഞ്ഞ ശേഷം ആക്രമിക്കുന്നതാണ് നല്ലതെന്നും ഡാവോസ് സ്റ്റാനിസിനെ ഉപദേശിച്ചു. എന്നാൽ മരണമാണെങ്കിലും ജയമാണെങ്കിലും പിന്നോട്ടില്ലെന്നായിരുന്നു സ്റ്റാനിസിന്റെ നിലപാട്. ശേഷം സ്റ്റാനിസിനെ കാണുന്ന മെലിസാൻഡ്ര യുദ്ധം ജയിക്കാൻ അവൾ മറ്റൊരു ആഭിചാരം ചെയ്യാമെന്ന് അവനോട് പറഞ്ഞു. തന്റെ സ്വന്തം മകളായ ഷിറീനെ ദൈവത്തിന് ബലി നൽകിയാൽ രാജാവാകാനുള്ള എളുപ്പവഴികൾ ദൈവം കാണിച്ചു തരുമെന്ന അവളുടെ വാക്കുകൾ കേട്ട സ്റ്റാനിസ് ഞെട്ടിപ്പോയി. തന്റെ മകളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്ന സ്റ്റാനിസ് അവളോട് പോകാൻ പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി അവിടെ എത്തിയ റാംസിയുടെ ചാരന്മാർ സ്റ്റാനിസിന്റെ സൈന്യം താമസിക്കുന്ന ടെന്റുകളിൽ നല്ലൊരു ഭാഗം തീവെച്ച് നശിപ്പിച്ചു. ഭക്ഷണവും കുതിരകളും സൈന്യവും വീണ്ടും സ്റ്റാനിസിന് നഷ്ടമായി. എങ്കിലും വിന്റർഫെൽ ആക്രമിക്കാൻ തന്നെ സ്റ്റാനിസ് ഉറപ്പിച്ചു. ശേഷം സ്റ്റാനിസ് ജോണിനുള്ള ഒരു സന്ദേശവുമായി ഡാവോസിനെ കാസൽ ബ്ലാക്കിലേക്ക് അയക്കാൻ തീരുമാനിച്ചു. സ്റ്റാനിസിന്റെ സൈന്യത്തിന് വേണ്ട ഭക്ഷണവും കുതിരകളും വിട്ടു നൽകാനും പകരം സ്റ്റാനിസ് രാജാവായാൽ നൈറ്റ്സ് വാച്ചിന് വേണ്ട എല്ലാ സഹായങ്ങളും സ്റ്റാനിസ് ആ സന്ദേശത്തിൽ ജോണിന് ഉറപ്പു നൽകി. ഡാവോസ് പോവാൻ തയ്യാറായെങ്കിലും സ്റ്റാനിസിന്റെ മകളെ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്ന ഡാവോസിന് എന്തോ ഒരു ഭയമുണ്ടായിരുന്നു. യുദ്ധത്തിനിടയിൽ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന കാരണം ചൂണ്ടിക്കാട്ടി സ്റ്റാനിസിന്റെ ഭാര്യയെയും മകളെയും തന്റെ കൂടെ കാസൽ ബ്ലാക്കിലേക്ക് വിടാൻ അയാൾ സ്റ്റാനിസിനോട് പറഞ്ഞെങ്കിലും അയാൾ സമ്മതിച്ചില്ല. പോകുന്നതിനു മുൻപ് ഡാവോസ് ഷിറീനെ കണ്ട് യാത്ര പറഞ്ഞു. ബറാത്തിയൻ കുടുംബത്തിന്റെ ചിഹ്നമായ മാനിന്റെ ഒരു കളിപ്പാട്ടം അവൾക്ക് സമ്മാനമായി കൊടുത്ത ശേഷം ഡാവോസ് കാസൽ ബ്ലാക്കിലേക്ക് യാത്ര തിരിച്ചു. ഡാവോസ് പോയ ശേഷം അയാൾ ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. അധികാരത്തിന്റെ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച സ്റ്റാനിസ് മെലിസാൻഡ്രയുടെ വാക്കുകൾക്ക് വഴങ്ങി തന്റെ സ്വന്തം മകളെ ബലി നൽകാൻ തീരുമാനിച്ചു. തന്റെ മകളെ ജീവനോടെ കത്തിക്കാൻ വേണ്ടി ഒരുക്കിയ ചിതയിലേക്ക് അവളെ കൊണ്ടുപോകുന്നത് ഒരു വികാരവുമില്ലാതെ സ്റ്റാനിസ് നോക്കി നിൽക്കെ മെലിസാൻഡ്ര ആ ചിതയ്ക്ക് തീ കൊളുത്തി. അവളുടെ കരച്ചിൽ കേട്ട് നിൽക്കാൻ സാധിക്കാതെ അവളുടെ അമ്മ സെലിസ് അവളെ രക്ഷിക്കാൻ തുനിഞ്ഞെങ്കിലും സൈനികർ അവരെ തടഞ്ഞു. തന്റെ മകൾ വെന്തു മരിക്കുന്നത് കണ്ടു നിന്ന സ്റ്റാനിസിന്റെ കണ്ണുകളിൽ അപ്പോഴും അധികാരത്തിനായുള്ള ദാഹം മാത്രമായിരുന്നു. അടുത്ത ദിവസം സ്റ്റാനിസിനെ കാത്തിരുന്നത് 2 വാർത്തകളായിരുന്നു. തന്റെ സൈന്യത്തിലെ പകുതിയിലധികം പേർ സ്റ്റാനിസിന്റെ പ്രവൃത്തികളിലും യുദ്ധത്തിലും വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ ഒഴിഞ്ഞുപോയിരിക്കുന്നു. മറ്റൊന്ന്, തന്റെ മകളുടെ മരണത്തിൽ മനം നൊന്ത് സ്റ്റാനിസിന്റെ ഭാര്യ സെലിസ് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അതോടെ തന്റെ പ്രവചനങ്ങളെല്ലാം കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ മെലിസാൻഡ്ര സ്റ്റാനിസ് അറിയാതെ അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാവരാലും ചതിക്കപ്പെട്ട് തന്റെ കുടുംബവും നഷ്ടപ്പെട്ട സ്റ്റാനിസിന് മുന്നിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. ഉള്ള സൈന്യവുമായി അയാൾ വിന്റർഫെൽ ആക്രമിക്കാൻ തന്നെ പുറപ്പെട്ടു. വിന്റർഫെല്ലിനടുത്തെത്തിയ സ്റ്റാനിസിനും സൈന്യത്തിനും യുദ്ധത്തിന് തയ്യാറെടുക്കാൻ പോലും സമയം കൊടുക്കാതെ റാംസിയുടെ സൈന്യം അവരെ നിഷ്കരണം കൊന്നുതള്ളി. എല്ലാവരും തിരക്കിലായ ഈ ഒരു അവസരം മുതലെടുക്കുന്ന സാൻസ ആരും കാണാതെ തന്റെ മുറി തുറന്ന് ടവറിൽ മെഴുകുതിരി തെളിയിക്കാൻ പോയി. ആരെങ്കിലും ആ വെളിച്ചം കണ്ട് അവളെ രക്ഷിക്കുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അപ്പോഴും ബ്രിയാൻ ആ ടവറിൽ വെളിച്ചം തെളിയുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഭക്ഷണം ശേഖരിക്കാൻ പോയ പോഡ്രിക്ക് വിന്റർഫെല്ലിലേക്ക് വരുന്ന സ്റ്റാനിസിനെയും സംഘത്തെയും കണ്ട വിവരം ബ്രിയാനെ അറിയിച്ചു. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്ന റെൻലിയെ കൊന്ന സ്റ്റാനിസിനെ കൊല്ലുമെന്ന് ശപഥം ചെയ്ത ബ്രിയാന് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. അവൾ സാൻസയുടെ കാര്യം മറന്ന് സ്റ്റാനിസിനെ തേടിയിറങ്ങി. അപ്പോഴേക്കും ഒരു മെഴുകുതിരിയുമായി ആ ടവറിൽ എത്തിയിരുന്ന സാൻസ അതവിടെ കത്തിച്ചു വെച്ചെങ്കിലും അത് കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ആ മെഴുകുതിരി കത്തിക്കുന്നതിന്റെ തൊട്ടു മുൻപ് ബ്രിയാൻ അവിടെ വിട്ടുപോയിരുന്നു. രക്ഷപ്പെടാനുള്ള തന്റെ ശ്രമം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കി റാംസി തിരിച്ചെത്തുന്നതിന് മുൻപ് അവളുടെ മുറിയിലേക്കെത്താൻ ശ്രമിക്കുന്ന സാൻസ ചെന്ന് പെടുന്നത് റാംസിയുടെ കാമുകി മിറാണ്ടയുടെയും തിയോണിന്റെയും മുൻപിലാണ്. റാംസിക്ക് നോർത്ത് ഭരിക്കാൻ സ്റ്റാർ കുടുംബത്തിലെ ഒരാളെ വിവാഹം കഴിക്കുകയും അതിലൊരു കുഞ്ഞുണ്ടാകുകയും വേണം. അതിനുവേണ്ടി മാത്രമാണ് നീയെന്ന് സാൻസയോട് പറയുന്ന മിറാണ്ട അതിനുശേഷം റാംസിയും അവളും ചേർന്ന് സാൻസയെ പിച്ചി ചിന്തുമെന്നും ഭീഷണിപ്പെടുത്തി. അവൾ പറയുന്നത് അനുസരിച്ച് റൂമിൽ കഴിഞ്ഞില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിന്റെ നരക ജീവിതം തുടങ്ങുമെന്ന് പറയുന്ന മിറാണ്ട അവൾക്കെതിരെ അമ്പെയ്യാൻ ഒരുങ്ങി.
ഇത് കണ്ടുകൊണ്ടു നിന്ന തിയോൺ പെട്ടെന്ന് മിറാണ്ടയെ കടന്നുപിടിച്ച് കോട്ടയുടെ താഴേക്ക് തള്ളിയിട്ടു. വീഴ്ചയുടെ ആഘാതത്തിൽ താഴെ കല്ലിൽ തലയിടിച്ച് അവൾ മരിക്കുന്നത് അവൻ നോക്കി നിന്നു. ഇനി ഇവിടെ നിന്നാൽ നമ്മളെ രണ്ടുപേരെയും റാംസി കൊല്ലുമെന്ന് പറയുന്ന തിയോൺ സാൻസയെയും കൊണ്ട് വിന്റർഫെൽ കോട്ടയുടെ മതിൽ ചാടി പുറത്തേക്ക് രക്ഷപ്പെട്ടു. ഇതിനിടയിൽ കാടിനുള്ളിലേക്ക് രക്ഷപ്പെട്ട സ്റ്റാനിസിനെ കണ്ടെത്തിയ ബ്രിയാൻ, നിങ്ങൾ ചതിച്ചു കൊന്ന നിങ്ങളുടെ അനുജൻ റെൻലിയുടെ കിങ്സ് ഗാർഡ് ആയിരുന്നു ഞാനെന്നും റെൻലിയെ കൊന്നതിന് പകരമായി ഞാൻ നിങ്ങളെ വധിക്കാൻ പോവുകയാണെന്നും പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട സ്റ്റാനിസിന് അവളെ എതിർക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല. ബ്രിയാൻ സ്റ്റാനിസിനെ കൊന്ന് തന്റെ ശപഥം നിറവേറ്റി. അതോടെ പരുക്കനും നീതിമാനും എന്നാൽ അന്ധവിശ്വാസിയുമായ സ്റ്റാനിസ് ബറാത്തിയൻ അവിടെ മരിച്ചു വീണു. അതേസമയം മെഴ്സലയെ ഡോണിൽ നിന്നും രക്ഷിക്കാൻ പുറപ്പെട്ട ജെയ്മി നേരെ പോയത് ബ്രോണിന്റെ അടുത്തേക്കാണ്. ട്രയൽ ബൈ കോമ്പാറ്റിൽ ടിറിയനെ സഹായിക്കാതിരിക്കാൻ സെഴ്സി വാഗ്ദാനം ചെയ്ത സ്റ്റോക്ക്വർത്ത് കോട്ടയിലെ പ്രഭുവിന്റെ മകളായ ലോലിസിനെ വിവാഹം ചെയ്ത് അവിടെ പ്രഭു ആകാൻ പോവുകയാണ് ബ്രോൺ. സ്റ്റോക്ക്വർത്തിലെത്തിയ ജെയ്മി ബ്രോണിനെ കണ്ട് സംസാരിച്ചു. താൻ ഡോണിലേക്ക് പോവുകയാണെന്നും തന്റെ മകളെ അവിടെ നിന്നും രക്ഷിക്കാൻ നീ എന്നെ സഹായിക്കണമെന്നും അവൻ ബ്രോണിനോട് പറഞ്ഞു. പകരമായി അവന് കൂടുതൽ പണവും സ്വത്തുക്കളും നൽകാമെന്ന് ജെയ്മി വാഗ്ദാനം ചെയ്തു. അങ്ങനെ ജെയ്മിയും ബ്രോണും കപ്പലിൽ ഡോണിലേക്ക് യാത്ര തിരിച്ചു. അപ്പോഴേക്കും ഡോണിൽ ഒബ്രിന്റെ കാമുകി ഇല്ലാറിയ തന്റെ കാമുകനെ കൊന്ന ലാനിസ്റ്റർമാരെ ഇല്ലാതാക്കണമെന്ന് ഡോണിലെ രാജാവും ഒബ്രിന്റെ സഹോദരനുമായ ഡോറനെ കണ്ട് പരാതി പറഞ്ഞു. എന്നാൽ ഒബ്രിൻ മരിച്ചത് ട്രയൽ ബൈ കോമ്പാറ്റിലാണെന്നും നിയമപരമായി അത് കൊലപാതകമല്ല എന്നുമായിരുന്നു ഡോറന്റെ മറുപടി. എന്നാൽ ഇല്ലാറിയ അത് കേൾക്കാൻ തയ്യാറായില്ല. ഡോറന്റെ മകൻ ട്രിസ്റ്റേനുമായി വിവാഹമുറപ്പിച്ച സെഴ്സിയുടെ മകൾ മെഴ്സലയെ കൊന്ന് നമുക്ക് അവരോട് പ്രതികാരം വീട്ടാമെന്ന് അവൾ ഡോറനെ ഉപദേശിച്ചു. എന്നാൽ സമാധാനപ്രിയനായ ഡോറൻ കുട്ടികളെ ഉപദ്രവിക്കുന്ന രീതി ഡോണിൽ ഇല്ലെന്ന് പറഞ്ഞ് അവളെ മടക്കി അയച്ചു. ഡോണിന്റെ തീരത്ത് വന്നിറങ്ങിയ ജെയ്മിയും ബ്രോണും കൊട്ടാരം ലക്ഷ്യമാക്കി നീങ്ങി. രഹസ്യമായി കൊട്ടാരത്തിൽ കയറി ആരും അറിയാതെ മെഴ്സലയെ രക്ഷിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ പെട്ടെന്ന് അവിടേക്ക് വന്ന ഡോണിലെ സൈന്യത്തിന്റെ മുന്നിൽ അവർ പെട്ടു. അവരുടെ പിടിയിലായാൽ അവരുടെ രഹസ്യ ദൗത്യം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ബ്രോണും ജെയ്മിയും അവരുമായി പോരാടി അവരെ 4 പേരെയും കൊന്നുകളഞ്ഞു. ശേഷം അവരുടെ വസ്ത്രങ്ങളും കുതിരകളെയും മോഷ്ടിച്ച് ഡോണിലെ സൈനികരെ പോലെ വേഷം മാറി അവർ കൊട്ടാരത്തിലേക്ക് നടന്നു. അപ്പോഴേക്കും തന്റെയും ഒബ്രിന്റെയും 3 പെൺമക്കളെ കാണുന്ന ഇല്ലാറിയ അവർക്ക് കിട്ടിയ ഒരു രഹസ്യ വിവരത്തെക്കുറിച്ച് അറിഞ്ഞു. ജെയ്മിയും ഒരു കൂട്ടാളിയും ഡോണിൽ എത്തിയെന്നായിരുന്നു ആ വിവരം. അതോടെ അവർ മെഴ്സലയെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് ഇല്ലാറിയക്ക് മനസ്സിലായി. തന്റെ മക്കളോട് അച്ഛന്റെ മരണത്തിന് പ്രതികാരം ചെയ്യാൻ തനിക്കൊപ്പം നിൽക്കാൻ അവൾ ആവശ്യപ്പെട്ടു. അവർ അവരുടെ പൂർണ്ണ പിന്തുണ അവൾക്ക് ഉറപ്പു നൽകി. ജെയ്മിയും ബ്രോണും ഡോണിലെ സൈനികരുടെ വേഷത്തിൽ എളുപ്പത്തിൽ കൊട്ടാരത്തിന്റെ വാതിൽ കടന്നു. അവർ മെഴ്സലയെ അന്വേഷിക്കുന്ന അതേ സമയം തന്നെ ഇല്ലാറിയ തന്റെ പെൺമക്കളെ മെഴ്സലയെ കൊല്ലാൻ തയ്യാറാക്കിയിരുന്നു. 2 കൂട്ടരും ഒരേ സമയം കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ രാജകുമാരനായ ട്രിസ്റ്റേനൊപ്പം നടക്കുകയായിരുന്ന മെഴ്സലയെ തേടിയിറങ്ങി. ജെയ്മിയും ബ്രോണും അവരെ ആദ്യം കണ്ടെത്തി. ജെയ്മിയെ കണ്ട മെഴ്സല തന്റെ അമ്മാവന്റെ അടുത്തേക്ക് ഓടിയെത്തി. ഇതിനിടയിൽ ബ്രോണിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ ട്രിസ്റ്റേൻ വാളെടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രോൺ അവനെ അടിച്ച് നിലത്തിട്ടു. മെഴ്സലയോട് തന്റെ കൂടെ വരാൻ ജെയ്മി പറഞ്ഞെങ്കിലും അവൾ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അവിടെ എത്തിയ ഇല്ലാറിയയുടെ പെൺമക്കൾ ജെയ്മിയോടും ബ്രോണിനോടും ഏറ്റുമുട്ടി. എന്നാൽ അവിടെ എത്തിയ ഡോണിലെ സൈന്യം അവരെ വളഞ്ഞു. മെഴ്സലയെ കൊല്ലാൻ ശ്രമിച്ചതിന് ഇല്ലാറിയയുടെ മക്കളെയും ട്രിസ്റ്റേനെ അടിച്ചതിന് ബ്രോണിനെയും ഡോറൻ തടവിലാക്കി. ശേഷം ഡോറനോട് സംസാരിച്ച ജെയ്മി മെഴ്സലയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഒരു സന്ദേശം ലഭിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹസത്തിന് മുതിർന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഇത് കാരണം ഒരു യുദ്ധമുണ്ടാകുന്നതിനോടോ ഒരുപാട് നിരപരാധികൾ കൊല്ലപ്പെടുന്നതിനോടോ താല്പര്യമില്ലായിരുന്ന ഡോറൻ മെഴ്സലയെ വിട്ടു നൽകാൻ 2 നിബന്ധനകൾ വെച്ചു. ഒന്ന്, തന്റെ മകനായ ട്രിസ്റ്റേനെ അവരോടൊപ്പം കൊണ്ടുപോയി അവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. കൂടാതെ ഒബ്രിൻ മരിക്കുന്നതിന് മുൻപ് രാജാവിന്റെ സ്മോൾ കൗൺസിലിൽ അവനുണ്ടായിരുന്ന സ്ഥാനം ട്രിസ്റ്റേന് നൽകണം. ഇത് രണ്ടും അംഗീകരിച്ച ജെയ്മി മെഴ്സലയും കൊണ്ട് മടങ്ങാൻ തയ്യാറെടുത്തു. എന്നാൽ ഇല്ലാറിയക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്നും ഇറങ്ങി പോകുമ്പോൾ അവൾ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ശേഷം കിങ്സ് ലാൻഡിംഗിലേക്ക് പോകാനൊരുങ്ങി അവരെ യാത്രയാക്കാൻ ഡോറനും ഇല്ലാറിയയും അവരുടെ മക്കളും എത്തി. പോകാൻ നേരം താൻ ചെയ്ത തെറ്റുകൾക്ക് മെഴ്സലയോട് മാപ്പ് ചോദിച്ച ഇല്ലാറിയ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു. കപ്പലിൽ വെച്ച് ജെയ്മി മെഴ്സലയോട് താനാണ് അവളുടെ അച്ഛനെന്ന് പറയാൻ തുടങ്ങിയതും അവൾക്ക് ആ സത്യം നേരത്തെ അറിയാമെന്നും അവൾക്ക് അതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. തന്നെ അംഗീകരിച്ച മകളെ ആദ്യമായി ജെയ്മി സ്നേഹത്തോടെ വാരിപ്പുണർന്നു. എന്നാൽ തൊട്ടടുത്ത നിമിഷം മൂക്കിൽ നിന്നും രക്തമൊലിക്കാൻ തുടങ്ങിയ അവൾ അധികം വൈകാതെ ശ്വാസം കിട്ടാതെ ജെയ്മിയുടെ കൈകളിൽ കിടന്നു മരിച്ചു. ഇല്ലാറിയയുടെ ചതിയായിരുന്നു അത്. പോകാൻ നേരം മെഴ്സലയെ ചുംബിച്ചപ്പോൾ ഇല്ലാറിയ അവളുടെ ചുണ്ടിൽ വിഷം പുരട്ടി. ആ വിഷം ഉള്ളിൽ ചെന്നാണ് മെഴ്സല മരിച്ചത്. ആ വിഷം കാരണം ഇല്ലാറിയയും മരിക്കേണ്ടതായിരുന്നു. പക്ഷെ തന്റെ കയ്യിലുണ്ടായിരുന്ന മറുമരുന്ന് കുടിച്ച ശേഷം മെഴ്സലയുടെ മരണം ഉറപ്പുവരുത്തി അവൾ ആ തീരം വിട്ടു. അതേസമയം മെറീൻ നഗരത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഒരു നല്ല ഭരണാധികാരിയാവാനുള്ള ശ്രമത്തിലാണ് ഡിനേറിസ്. പക്ഷെ അപ്പോഴേക്കും മറ്റൊരു പ്രശ്നം മെറീനിൽ പുകയുന്നുണ്ടായിരുന്നു. ഡിനേറിസ് കൊന്നുകളഞ്ഞ മെറീനിലെ അടിമക്കച്ചവടക്കാരായ പ്രഭുക്കന്മാരുടെ സംഘടനയായിരുന്നു ഹാർപ്പി. ഹാർപ്പികളോട് കൂറുള്ള ഒരു വലിയ വിഭാഗം ഇപ്പോഴും അവിടെയുണ്ട്. അവർ സൺസ് ഓഫ് ദ ഹാർപ്പി
ഹാർപ്പി എന്ന പേരിൽ ഒരു തീവ്രവാദ സംഘടന രൂപീകരിച്ച് ഡിനേറിസിനെ മെറീനിൽ നിന്നും പുറത്താക്കാൻ രഹസ്യമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ ആരംഭിച്ചു. നഗരത്തിൽ പലയിടങ്ങളിലും മുഖംമൂടി ധരിച്ച ഹാർപ്പികൾ അക്രമം അഴിച്ചുവിടാൻ തുടങ്ങി. ഇത് തുടർന്നപ്പോൾ അവർക്കൊരു താക്കീത് നൽകാനായി മെറീനിലെ ഗ്രേറ്റ് പിരമിഡിന്റെ മുകളിലുള്ള ഹാർപ്പികളുടെ ചിഹ്നമായ ദ ഗ്രേറ്റ് ഹാർപ്പി എന്ന പ്രതിമ ഡിനേറിസിന്റെ നിർദ്ദേശപ്രകാരം അവരുടെ സൈന്യം നശിപ്പിച്ചു കളഞ്ഞു. അടുത്ത ദിവസം ഡിനേറിസിന്റെ ഒരു സൈനികനെ മെറീനിലെ വേശ്യാലയത്തിൽ വെച്ച് ഹാർപ്പികൾ കൊന്നുകളഞ്ഞു. അതോടെ ഹാർപ്പികൾ മെറീനിലെ നഗരത്തിന്റെ എല്ലാ കോണുകളിലും ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന ഡിനേറിസ് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി കൊന്നുകളയാൻ ഉത്തരവിട്ടു. അപ്പോഴേക്കും യുങ്കായ്, അസ്റ്റപ്പോർ എന്നിവിടങ്ങളിലെ കലാപങ്ങൾ അടിച്ചൊതുക്കി സമാധാനം പുനഃസ്ഥാപിക്കാൻ ഡിനേറിസ് അയച്ച ഡാരിയോ നഹാരിസും ഹിസ്ദാറും തിരിച്ചെത്തി. ഡിനേറിസ് തൂക്കിലേറ്റിയ മെറീനിലെ ഒരു പ്രഭുവിന്റെ മകനായിരുന്ന ഹിസ്ദാർ അവളുടെ ഭരണത്തിലും നയങ്ങളിലും ആകൃഷ്ടനായി അവളോടൊപ്പം ചേർന്നതാണ്. യുങ്കായിലും അസ്റ്റപ്പോറിലും കലാപമുണ്ടാക്കിയ പ്രഭുക്കന്മാരെ അടിച്ചൊതുക്കി അവിടെ വീണ്ടും തുടങ്ങിയിരുന്ന അടിമക്കച്ചവടം നിർത്തലാക്കി സമാധാനം പുനഃസ്ഥാപിച്ചുവെന്ന് ഹിസ്ദാർ ഡിനേറിസിനെ അറിയിച്ചു. ഒപ്പം യുങ്കായിലെയും മെറീനിലെയും ജനങ്ങളുടെ കാലങ്ങളായുള്ള ആചാരവും വിനോദവുമായ ഫൈറ്റിംഗ് പിറ്റ്സ് വീണ്ടും തുറക്കണമെന്നൊരു അഭ്യർത്ഥനയും ഹിസ്ദാർ മുന്നോട്ട് വെച്ചു. കാലങ്ങളായി അവിടെ നടക്കുന്ന ഒരു വിനോദമാണ് ഫൈറ്റിംഗ് പിറ്റ്സ്. ഒരു സ്റ്റേഡിയം പോലെ തോന്നിക്കുന്ന പിറ്റിൽ രണ്ട് പോരാളികൾ നേർക്കുനേർ മരണം വരെ യുദ്ധം ചെയ്യും. ജീവനോടെ ഇരിക്കുന്നവൻ വിജയിക്കും. ഈ കളി അവർക്കൊരു വിനോദം മാത്രമായിരുന്നില്ല, മറിച്ച് മരിക്കുന്ന പോരാളി ദൈവത്തിനുള്ള ബലിയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ചുരുക്കത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് ഇതൊരു ആചാരം കൂടിയായിരുന്നു. എന്നാൽ ഇതിൽ മത്സരിക്കുന്ന മിക്ക പോരാളികളും അടിമകളായിരുന്നു. ഡിനേറിസ് അടിമക്കച്ചവടവും മനുഷ്യർ തമ്മിലടിച്ച് മരിക്കുന്ന ഇത്തരം ക്രൂരതകളും അവിടെ നിർത്തലാക്കിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അവരുടെ ആചാരങ്ങളിൽ അവൾ കൈകടത്തി എന്നൊരു ആരോപണം ഉയർന്നു വന്നു. ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ ഊതിക്കത്തിച്ച് ജനങ്ങളെ അവൾക്കെതിരെ തിരിക്കാൻ ഹാർപ്പികൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഇതൊഴിവാക്കാനാണ് ഹിസ്ദാർ ഫൈറ്റിംഗ് പിറ്റ്സ് വീണ്ടും തുറക്കാൻ അവളോട് ആവശ്യപ്പെട്ടത്. എന്നാൽ അത്തരം ക്രൂര വിനോദങ്ങൾ ഒന്നിന്റെയും പേരിൽ വീണ്ടും തുടങ്ങില്ലെന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. ശേഷം അവളുടെ കാമുകൻ കൂടിയായ ഡാരിയോയെ കാണുന്ന ഡിനേറിസ് അവന്റെ ഉപദേശം തേടി. അവളുടെ മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ എന്നായിരുന്നു ഡാരിയോയുടെ അഭിപ്രായം. ഒന്നെങ്കിൽ ഫൈറ്റിംഗ് പിറ്റ്സ് തുറന്ന് ജനങ്ങളെ കയ്യിലെടുക്കുക, അല്ലെങ്കിൽ അവളുടെ യഥാർത്ഥ ശക്തിയായ ഡ്രാഗണുകളെ ഉപയോഗിച്ച് എല്ലാവരെയും അവളുടെ വരുതിയിൽ വരുത്തുക. എന്നാൽ തന്റെ ഡ്രാഗണുകൾ വളരും തോറും തന്റെ നിയന്ത്രണത്തിൽ നിൽക്കുന്നില്ലെന്നും തന്റെ ഏറ്റവും വലിയ ഡ്രാഗണായ ഡ്രോഗോണിനെ ആഴ്ചകളായി കണ്ടിട്ടെന്നും അവൾ പറഞ്ഞു. ഒരു കുട്ടിയെ കൊന്ന കാരണം പിരമിഡിന്റെ അടിയിൽ അവൾ ചങ്ങലക്കിട്ട ബാക്കി രണ്ട് ഡ്രാഗണുകളെ അവൾ സന്ദർശിച്ചെങ്കിലും അവർ അക്രമാസക്തരായിരുന്നു. അവളെ ഒന്നും ചെയ്തില്ലെങ്കിലും അവയുടെ ഭീകരമായ അലർച്ചയിൽ ഭയന്ന് അവൾ തിരികെ പോയി. ഒരു ദിവസം നഗരത്തിൽ പെട്രോളിംഗ് നടത്തുന്ന ഡാരിയോ നഹാരിസും ഗ്രേവെമും ചേർന്ന് ഒരു മുറിയിൽ ഒളിച്ചു കഴിയുന്ന ഹാർപ്പി പോരാളിയെ പിടികൂടി. അയാളെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ ഡിനേറിസ് ഒരു കൗൺസിൽ വിളിച്ചു. ബാരിസ്റ്റൺ, ഡാരിയോ നഹാരിസ്, ഹിസ്ദാർ, ഡിനേറിസ് സ്വതന്ത്രരാക്കിയ അടിമകളുടെ നേതാവായ മൊസഡോർ എന്നിവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവനെ കൊന്നുകളയണമെന്നായിരുന്നു മൊസഡോറിന്റെയും ഡിനേറിസിന്റെയും അഭിപ്രായം. എന്നാൽ അയാളെ പൊതുവേദിയിൽ വിചാരണ ചെയ്ത് അയാളുടെ ഭാഗവും കൂടി കേട്ട ശേഷം ഒരു ശിക്ഷ തീരുമാനിക്കുന്നതാണ് നല്ലതെന്ന് ബാരിസ്റ്റൺ പറഞ്ഞു. ഒരു നല്ല ഭരണാധികാരി എങ്ങനെയാവണമെന്ന് ജനങ്ങൾക്കിടയിൽ കാണിക്കാനും അങ്ങനെ ചെയ്യുന്നത് ഉപകാരപ്പെടുമെന്ന് അയാൾ കൂട്ടിച്ചേർത്തു. എല്ലാവരും പോയ ശേഷം ഡിനേറിസിന്റെ അച്ഛനായ മാഡ് കിങ്ങിനെ പറ്റി സംസാരിക്കുന്ന ബാരിസ്റ്റൺ കുറ്റാരോപിതർക്ക് അവരുടെ ഭാഗം വിശദീകരിക്കാനോ ആരുടെയും ഉപദേശങ്ങൾ ചെവികൊള്ളാനോ തയ്യാറാകാതെ ക്രൂരമായ ശിക്ഷാവിധികൾ ഏകപക്ഷീയമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് അയാളെ എല്ലാവരും വെറുത്തതെന്ന് അവളെ ഓർമ്മിപ്പിച്ചു. ഇത് കേൾക്കുന്ന ഡിനേറിസ് താൻ അച്ഛനെ പോലെ ആവില്ലെന്നും പിടികൂടിയ ഹാർപ്പി പോരാളിയെ വിചാരണയ്ക്ക് ശേഷമേ ശിക്ഷിക്കൂ എന്നും ഉറപ്പു നൽകി. പക്ഷെ അന്ന് രാത്രി തടവിൽ കഴിയുന്ന ഹാർപ്പിയെ ഡിനേറിസ് വധശിക്ഷയ്ക്ക് വിധിച്ചതായി കള്ളം പറഞ്ഞ് കൊലപ്പെടുത്തിയ മൊസഡോർ അവന്റെ മൃതദേഹം മെറീനിലെ തെരുവുകളിൽ ഹാർപ്പികൾക്ക് താക്കീതായി കെട്ടിത്തൂക്കി. ഡിനേറിസിന്റെ തടവുകാരനെ അനുമതിയില്ലാതെ കൊന്നതിന്റെ പേരിൽ മൊസഡോറിനെ പിടികൂടിയ സൈന്യം അവനെ അവളുടെ മുന്നിൽ ഹാജരാക്കി. ഇതെല്ലാം ഞാൻ നിങ്ങൾക്കും ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങൾക്കും വേണ്ടി ചെയ്തതാണെന്നായിരുന്നു അവന്റെ മറുപടി. ഹാർപ്പികൾ ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങൾക്ക് ഇനിയും അടിമകളാകാൻ താല്പര്യമില്ലെന്നും അവൻ കൂട്ടിച്ചേർത്തു. എന്നാൽ നിയമം നിയമമാണെന്ന് ഉറപ്പിച്ചു പറയുന്ന ഡിനേറിസ് മൊസഡോറിനെ അനുവാദമില്ലാതെ രാജ്ഞിയുടെ തടവുകാരനെ കൊന്നതിന്റെ പേരിൽ പൊതുവേദിയിൽ വിചാരണ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസം മെറീനിലെ മുഴുവൻ ജനങ്ങളെയും സാക്ഷിയാക്കി അവൾ അവനെ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. മെറീനിലെ അടിമകൾ എല്ലാവരും അവനോട് ദയ കാണിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അവൾ അതൊന്നും ചെവികൊണ്ടില്ല. ഡാരിയോ മൊസഡോറിന്റെ തലയറുത്തതോടെ മെറീനിലെ ജനം അവൾക്ക് നേരെ തിരിഞ്ഞു. അവരുടെ പ്രതിഷേധം അക്രമാസക്തമായതോടെ അവളെയും കൊണ്ട് സൈന്യം അവർ താമസിക്കുന്ന പിരമിഡിനുള്ളിലേക്ക് നീങ്ങി. അന്ന് രാത്രി എല്ലാവരും അവൾക്ക് പാറാവ് നിൽക്കാമെന്ന് ബാരിസ്റ്റൺ പറഞ്ഞെങ്കിലും ആരും നിൽക്കേണ്ടതില്ല എന്നായിരുന്നു അവളുടെ മറുപടി. അവർ പോയ ശേഷം പുറത്തുനിന്നും ഒരു ശബ്ദം കേട്ട അവൾ പിരമിഡിന്റെ മട്ടുപ്പാവിലേക്ക് പോയി നോക്കിയപ്പോൾ മുകളിൽ അവളുടെ ഡ്രാഗണായ ഡ്രോഗോൺ നിൽക്കുന്നത് കണ്ടു. മാസങ്ങൾക്ക് ശേഷമാണ് അവൾ അവനെ കാണുന്നത്. അവൾ അതിനോട് സ്നേഹത്തോടെ പെരുമാറാൻ ശ്രമിച്ചെങ്കിലും അവളോട് അധികം അടുപ്പം കാണിക്കാതെ അത് പെട്ടെന്ന് തന്നെ പറന്നുപോയി. അതവളെ വല്ലാതെ വിഷമിപ്പിച്ചു. അതിനുശേഷം കുറച്ചു ദിവസങ്ങൾ മെറീനിൽ അന്തരീക്ഷം ശാന്തമായിരുന്നു. എന്നാൽ ഹാർപ്പികൾ അടങ്ങിയിരുന്നില്ല. അവർ വീണ്ടും തെരുവുകളിൽ ആക്രമം അഴിച്ചുവിട്ടു. നിരപരാധികളെയും ഡിനേറിസിന്റെ സൈനികരെയും അവർ മോചിപ്പിച്ച അടിമകളെയും അവർ നിഷ്കരണം കൊന്നൊടുക്കി. ഈ വിവരം അറിയുന്ന
ഗ്രേവമും സംഘവും തെരുവിലിറങ്ങി പ്രതിരോധം ശക്തമാക്കി. മറ്റൊരു ഭാഗത്ത് ബാരിസ്റ്റന്റെ നേതൃത്വത്തിൽ ഒരു സംഘവും ഉണ്ടായിരുന്നു. എന്നാൽ ഒളിച്ചിരുന്ന ഹാർപ്പികൾ മൊത്തമായി ആക്രമിച്ചതോടെ ഗ്രേവമിന് പിടിച്ചു നിൽക്കാനായില്ല. അവർ അവനെ കൊല്ലുമെന്ന ഘട്ടം എത്തിയപ്പോഴേക്കും ബാരിസ്റ്റൻ അവിടെ എത്തി. അവർ രണ്ടുപേരും ധീരമായി പോരാടി അവരെ എല്ലാവരെയും കൊന്നുകളഞ്ഞെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ബാരിസ്റ്റന് പിടിച്ചു നിൽക്കാനായില്ല. വെസ്റ്ററോസിലെ ശക്തരായ രണ്ട് രാജാക്കന്മാരുടെ കിങ്സ് ഗാർഡ് ആയിരുന്ന ശക്തനും നീതിമാനുമായിരുന്ന ആ മനുഷ്യൻ അവിടെ മരിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ ഗ്രേവമിന് വേണ്ട ചികിത്സകൾ നൽകിയ ഡിനേറിസ് ബാരിസ്റ്റന്റെ ശരീരത്തിന് വേണ്ട ആദരവുകൾ നൽകിയ ശേഷം ഒരു തീരുമാനമെടുത്തു. മെറീനിലെ പ്രഭുക്കന്മാരെ എല്ലാവരെയും പിടിച്ചുകെട്ടി ചോദ്യം ചെയ്ത് ആരൊക്കെയാണ് ഹാർപ്പികൾക്ക് സഹായം ചെയ്യുന്നതെന്ന് കണ്ടെത്തുക. അതിനായി ഹിസ്റ്റാർ അടക്കമുള്ള എല്ലാവരെയും അവർ പിടികൂടി. എന്നാൽ ഇത്തവണ ചോദ്യം ചെയ്യൽ അവളുടെ ഡ്രാഗണുകളുടെ മുന്നിൽ വെച്ചായിരുന്നു. അവളുടെ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകിയില്ലെങ്കിൽ ഡ്രാഗണുകൾക്ക് ഭക്ഷണമാകും. അതാണ് ശിക്ഷ. ആദ്യം ഒരു പ്രഭുവിനെ ചോദ്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവൾ ഡ്രാഗണിന് മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. വിശന്നിരുന്ന അവ അയാളെ ചുട്ടരിച്ച് പങ്കിട്ട് കഴിക്കുന്നത് കാണുന്ന മറ്റു പ്രഭുക്കന്മാർക്ക് ഇതൊരു താക്കീതായിരുന്നു. എന്നാൽ ആ ഭീകരമായ കാഴ്ച കണ്ടിട്ടും അവർ ഹാർപ്പികളെ സഹായിച്ചിട്ടില്ലെന്ന് തന്നെയായിരുന്നു അവരുടെ നിലപാട്. അവർക്ക് ചിന്തിക്കാൻ ഒരു ദിവസം കൂടി സമയം തരാമെന്ന് പറയുന്ന ഡിനേറിസ് അവരെ തടവിലാക്കാൻ ഉത്തരവിട്ടു. അടുത്ത ദിവസം ഗ്രേവേമിനെ ചെന്ന് കാണുന്ന മിസാൻഡെ അവനെ ആശ്വസിപ്പിച്ചു. അവർ രണ്ടുപേരും അപ്പോഴേക്കും വല്ലാതെ അടുത്തിരുന്നു. ശേഷം ഡിനേറിസിനെ കാണുന്ന മിസാൻഡയോട് മെറീനിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്നാൽ കൂടുതൽ ആളുകളോട് അഭിപ്രായമെടുക്കാതെ രാജ്ഞി എന്നുള്ള നിലയിൽ സ്വന്തമായി ഒരു അഭിപ്രായം എടുക്കാനും അവൾക്ക് അതിനുള്ള കഴിവുണ്ടെന്നുമാണ് മിസാൻഡെ ഡിനേറിസിനെ ഉപദേശിച്ചത്. ശേഷം ഹിസ്ദാറിനെ തടവിൽ ചെന്ന് കാണുന്ന ഡിനേറിസ് അയാൾ പറഞ്ഞ പോലെ അവരുടെ ആചാരങ്ങളുടെ ഭാഗമായ ഫൈറ്റിംഗ് പിറ്റ്സ് ഓപ്പൺ ചെയ്യാമെന്ന് സമ്മതിച്ചു. മെറീനിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാനും ഹാർപ്പികളെ നേരിടാനും അത് സഹായിക്കുമെന്ന് അവൾ കണക്കുകൂട്ടി. പക്ഷേ അതിലൊരിക്കലും അടിമകളായിരിക്കില്ല പോരാടുന്നത്. പകരം സ്വതന്ത്രരായ വ്യക്തികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം പോരാടാം. കൂടാതെ മെറീനിലെ ഏതെങ്കിലും പ്രഭു കുടുംബത്തിലെ ഒരാളെ അവൾ വിവാഹം ചെയ്യും. അവൾ അവരിൽ ഒരാളാണെന്ന് തെളിയിക്കാനായിരുന്നു അത്. അതിനായി അവൾ തിരഞ്ഞെടുത്തത് ഹിസ്ദാറിനെ തന്നെ ആയിരുന്നു. പക്ഷെ ആ വിവാഹം ജനങ്ങളെ ബോധിപ്പിക്കാൻ മാത്രമായിരിക്കും. തന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൻ അതെല്ലാം സമ്മതിച്ചു. അതേസമയം സ്വന്തം അച്ഛനായ ടൈവനെ കൊന്ന് കിങ്സ് ലാൻഡിംഗിൽ നിന്നും രക്ഷപ്പെട്ട ടിറിയനെ വാരിസ് കൊണ്ടുപോയത് എസ്സോസിലെ പെൻഡോസ് എന്ന സ്ഥലത്തേക്കാണ്. അവിടെ വാരിസിന്റെ സുഹൃത്തായ ഇല്ലീരിയോ എന്നയാളുടെ കൊട്ടാരത്തിലായിരുന്നു അവരെത്തിയത്. പണ്ട് ഡിനേറിസിനെ കാൾ ഡ്രോഗോയ്ക്ക് വിവാഹം ചെയ്തു കൊടുക്കാൻ അവളുടെ സഹോദരൻ വിസേറസിനെ സഹായിച്ചതും അവൾക്ക് ഡ്രാഗൺ മുട്ടകൾ സമ്മാനിച്ചതും ഈ ഇല്ലീരിയോ തന്നെയായിരുന്നു. അവിടെ വെച്ച് ഭാവി കാര്യങ്ങളെക്കുറിച്ച് വാരിസ് ടിറിയനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. ആ പെട്ടിക്കുള്ളിലെ മാസങ്ങൾ നീണ്ട യാത്രയും തന്റെ അച്ഛനെ കൊല്ലേണ്ടി വന്ന കുറ്റബോധവും അവനെ വല്ലാതെ അലട്ടിയിരുന്നു. ദിവസങ്ങൾ കടന്നുപോയതോടെ തന്റെ മനസ്സും ആരോഗ്യവും വീണ്ടെടുത്ത ടിറിയനോട് വാരിസ് വീണ്ടും സംസാരിച്ചു. അതിനിടയിൽ എന്തിനാണ് നീ എന്നെ രക്ഷിച്ചതെന്ന ടിറിയന്റെ ചോദ്യത്തിന് നിന്റെ സഹോദരൻ ജെയ്മി പറഞ്ഞിട്ടാണെന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ വാരിസ് അയാളുടെ ജീവനും കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനങ്ങളും ത്യജിച്ച് തന്നെ രക്ഷിച്ചതിന് പിന്നിൽ വ്യക്തമായ മറ്റു കാരണങ്ങളുണ്ടെന്ന് ടിറിയൻ അയാളോട് തറപ്പിച്ചു പറഞ്ഞതോടെ വാരിസിന് കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വന്നു. ടൈവന്റെ രാഷ്ട്രീയ നയതന്ത്രങ്ങളും കൗശലവും അതേപടി പകർന്നു കിട്ടിയ ടിറിയന് അയാൾക്കില്ലാത്ത ദയ എന്ന ഗുണം കൂടി ഉണ്ടെന്ന് പറയുന്ന വാരിസ് രണ്ട് പദ്ധതികൾ അവന്റെ മുന്നിൽ വെച്ചു. ഒന്ന്, വരാനിരിക്കുന്ന യുദ്ധത്തിൽ ഡിനേറിസിനൊപ്പം ചേർന്ന് നല്ലൊരു രാജാവിനെ വെസ്റ്ററോസിന് സമ്മാനിക്കാൻ സഹായിക്കുക. അതല്ലെങ്കിൽ ഇല്ലീരിയോയുടെ വീട്ടിൽ ഒരർത്ഥവുമില്ലാതെ മരണം വരെ മദ്യപിച്ച് കഴിയാം. വാരിസിന്റെ വാക്കുകൾ കേൾക്കുന്ന ടിറിയൻ ഒരുപാട് ആലോചിക്കാൻ നിൽക്കാതെ അയാളോടൊപ്പം ഡിനേറിസിനെ കാണാൻ മെറീനിലേക്ക് യാത്ര തിരിച്ചു. ആ യാത്രയിൽ ടിറിയനെ കുതിരവണ്ടിയിൽ നിന്നും പുറത്തിറങ്ങാൻ വാരിസ് സമ്മതിച്ചില്ല. കാരണം ടിറിയന്റെ തലയ്ക്ക് സേഴ്സി വലിയൊരു തുക വാഗ്ദാനം ചെയ്തിരുന്നു. ആഴ്ചകളോളം യാത്ര ചെയ്ത് വോളാന്റിസ് എന്ന പട്ടണത്തിലെത്തിയപ്പോൾ ഇനിയും ഇങ്ങനെ പുറംലോകം കാണാതെ ഇരിക്കാൻ സാധിക്കില്ലെന്ന് പറയുന്ന ടിറിയൻ വാരിസിന്റെ വാക്കുകൾ അവഗണിച്ച് പുറത്തേക്കിറങ്ങി. നഗരത്തിലെ കാഴ്ചകൾ കണ്ട് കുറച്ചു ദൂരം നടന്ന ശേഷം അവർ ഒരു വേശ്യാലയത്തിൽ കയറി. അവിടെ വെച്ച് ടിറിയൻ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ടെങ്കിലും ഷെയുടെ ഓർമ്മകൾ വേട്ടയാടി അവന് അതിന് സാധിച്ചില്ല. വളരെയധികം മദ്യപിച്ചിരുന്ന ടിറിയൻ മൂത്രമൊഴിക്കാനായി പുറത്തേക്ക് പോയപ്പോൾ ഒരാൾ അവന്റെ പിന്നിൽ നിൽക്കുന്നതായി അവന് തോന്നി. ചാരപ്പണി നടത്തിയതിന്റെ പേരിൽ മെറീനിൽ നിന്നും ഡിനേറിസ് നാടുകടത്തിയ ജോറയായിരുന്നു അത്. ഡിനേറിസിന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ലാനിസ്റ്റർ കുടുംബത്തിലെ പ്രധാന കണ്ണിയായ ടിറിയനെ പിടിച്ചുകൊടുത്താൽ തന്റെ തെറ്റുകൾ പുറത്ത് ഡിനേറിസ് തന്നെ വീണ്ടും കൂടെ കൂട്ടുമെന്ന് കണക്കുകൂട്ടിയ ജോറ വാരിസ് കാണാതെ ടിറിയനെ ബന്ദിയാക്കി അവനെയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ശേഷം കടൽ തീരത്തെത്തിയ ജോറ അവിടെ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ആക്രമിച്ച് അയാളുടെ വഞ്ചി മോഷ്ടിച്ച് ടിറിയനെയും കൊണ്ട് മെറീൻ ലക്ഷ്യമാക്കി നീങ്ങി. പോകുന്ന വഴിയിൽ അയാളുടെ പടച്ചട്ടയിലെ അടയാളങ്ങൾ വെച്ച് അയാൾ ജോറയാണെന്ന് ടിറിയൻ മനസ്സിലാക്കി. ജോറ ചാരപ്പണി ചെയ്തതിന്റെ പേരിൽ ഡിനേറിസ് അയാളെ നാടുകടത്തിയ കഥകളെല്ലാം ടിറിയന് നേരത്തെ അറിയാമായിരുന്നു. ആ കഥകളെല്ലാം പറഞ്ഞ് വഴിയിലുടനീളം ടിറിയൻ അയാളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. വഞ്ചി മുന്നോട്ട് പോകവേ അവർ തകർന്നടിഞ്ഞ ഒരു വലിയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടു. 400 വർഷങ്ങൾക്ക് മുൻപ് അഗ്നിപർവ്വതങ്ങളുടെ സ്ഫോടനത്തിൽ നശിച്ചുപോയ ടാർഗേറിയൻ വംശത്തിന്റെ നാടായ വലേറിയ ആയിരുന്നു അത്. തകർന്നടിഞ്ഞ ആ നഗരത്തിന്റെ ഇടയിലൂടെ സഞ്ചരിച്ചു വേണം അവർക്ക് മെറീനിലെത്താൻ. കത്തി അമർന്ന കൂറ്റൻ കെട്ടിടങ്ങൾക്കും ശില്പങ്ങൾക്കും നടുവിലൂടെ പതുക്കെ നീങ്ങുമ്പോൾ ആകാശത്ത് ഒരലർച്ച കെട്ടുന്നു
നോക്കുന്ന ടിറിയൻ കാണുന്നത് ഡിനേറിസിന്റെ ഡ്രാഗൺ പറന്നു പോകുന്നതാണ്. തന്റെ ജീവിതത്തിൽ താൻ ഒരുപാട് കേൾക്കുകയും വായിക്കുകയും കാണാൻ ആഗ്രഹിക്കുകയും ചെയ്ത ആ ജീവിയെ നേരിട്ട് കണ്ട അവന് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവരെ കാത്തു മറ്റൊരു അപകടം വലേറിയയിൽ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഭൂമിയിൽ ഒരുപാട് പേരുടെ ജീവനെടുത്ത പകർച്ചവ്യാധിയായിരുന്നു ഗ്രേസ്കെയിൽ എന്ന അസുഖം. ചർമ്മം കറുത്ത് കല്ലുപോലെ ആവുകയും വിള്ളലുകൾ വീഴുകയും ചെയ്യുന്ന ഈ അസുഖം താങ്ങാൻ സാധിക്കാത്ത വേദന മനുഷ്യന് നൽകും. ശരീരത്തിന്റെ പുറംഭാഗത്ത് തുടങ്ങി സാവധാനം ആന്തരിക അവയവങ്ങളിലേക്കും തലച്ചോറിലേക്കും പടരും. ഒടുവിൽ രോഗിക്ക് ഭ്രാന്ത് പിടിക്കുകയും ശരീരം പൂർണ്ണമായും കല്ലുപോലെ ഉറയ്ക്കുകയും ചെയ്യും. ഇത്തരം ആളുകളെ സ്റ്റോൺ മെൻ എന്നാണ് വിളിക്കുന്നത്. ഈ അസുഖം ബാധിച്ചവരെ സ്പർശിച്ചാൽ ഈ രോഗം പകരാൻ സാധ്യത വളരെ അധികമാണ്. ഇതിന് ചികിത്സ ഉണ്ടെങ്കിലും പൂർണ്ണമായും ഇത് മാറിയ ചരിത്രമില്ല. സ്റ്റാനിസിന്റെ മകൾ ഷെറീന് ഇതേ അസുഖമായിരുന്നു. അവൾക്ക് ചികിത്സകൾ കൊണ്ട് അസുഖം മാറിയെങ്കിലും മുഖത്തെ പാടുകൾ ബാക്കി നിന്നു. ഈ അസുഖം മൂർച്ഛിച്ച് ഭ്രാന്തൻ അവസ്ഥയിലെത്തുന്ന രോഗികളെ അവരുടെ കുടുംബം കൊണ്ടുപോയി തള്ളിയിരുന്നത് ആളുകൾ താമസമില്ലാത്ത വലേറിയയിലായിരുന്നു. അങ്ങനെ ടിറിയനും ജോറയും മുന്നോട്ട് നീങ്ങിയപ്പോൾ പുറകിൽ നിന്നും ആരോ വെള്ളത്തിലേക്ക് എടുത്തുചാടി. അവർ പരിസരം വീക്ഷിക്കുമ്പോഴേക്കും പലയിടങ്ങളിലായി ഒളിച്ചിരുന്ന ഗ്രേസ്കെയിൽ ബാധിച്ച സോംബികളെ പോലെയുള്ള മനുഷ്യർ വഞ്ചിയിലേക്ക് ചാടി വീണ് അവരെ ആക്രമിച്ചു. അവരുമായി ഏറ്റുമുട്ടുമ്പോൾ അവർ തങ്ങളുടെ മേൽ സ്പർശിക്കാതെ ശ്രദ്ധിക്കാൻ ടിറിയനോട് ജോറ പറഞ്ഞു. അവർ തന്നെ പിടിക്കുമെന്നായപ്പോൾ വെള്ളത്തിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ടിറിയന്റെ പാന്റിൽ പിടിച്ച ഒരു സ്റ്റോൺമാൻ അവനെ വെള്ളത്തിനടിയിലേക്ക് പിടിച്ചു താഴ്ത്തി. ഒരു വിധത്തിൽ അവനെ രക്ഷിച്ച ജോറ അവനെയും കൊണ്ട് കരയിലേക്ക് നീന്തിക്കയറി. വഞ്ചിയും സാധനങ്ങളും നഷ്ടമായ അവർ അടുത്തുള്ള ഏതെങ്കിലും മീൻപിടുത്ത ഗ്രാമം കണ്ടുപിടിക്കാമെന്ന വിശ്വാസത്തിൽ നടക്കാൻ ആരംഭിച്ചു. പക്ഷേ സ്റ്റോൺമാനുമായുള്ള ആ പോരാട്ടത്തിൽ ഒരാൾ ജോറയെ സ്പർശിച്ചിരുന്നു. ടിറിയൻ കാണാതെ തന്റെ കൈ പരിശോധിക്കുന്ന ജോറ കണ്ടത് തന്റെ കൈയിലേക്ക് പകർന്ന ഗ്രേസ്കെയിൽ അസുഖത്തിന്റെ അടയാളങ്ങളാണ്. ഭയത്തോടെ അയാൾ അത് മറച്ചുവെച്ച് ടിറിയനോടൊപ്പം യാത്ര തുടർന്നു. പോകുന്ന വഴിയിലെ സംസാരത്തിനിടയിൽ ടിറിയൻ തന്റെ അച്ഛനെ കൊന്ന് നാട് വിടേണ്ടി വന്ന കഥ ജോറയോട് പറഞ്ഞു. ഒപ്പം ജോറയുടെ അച്ഛനായ നൈറ്റ്സ് വാച്ച് കമാൻഡർ മോമോണ്ടിനെ കാസിൽ ബ്ലാക്ക് സന്ദർശിച്ചപ്പോൾ പരിചയപ്പെട്ട കഥകളും ടിറിയൻ അയാളോട് പങ്കുവച്ചു. എന്നാൽ തന്റെ അച്ഛൻ നൈറ്റ്സ് വാച്ചിലെ ഒരു കൂട്ടം ചതിയന്മാരാൽ കൊല്ലപ്പെട്ട വിവരം ജോറ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടിറിയനിൽ നിന്നും ഈ വാർത്ത അറിഞ്ഞ ജോറ വല്ലാതെ വിഷമിച്ചു. ഈ യാത്രക്കിടയിൽ വെച്ച് ഡിനേറിസിനെ കുറിച്ചും ജോറ അവളെ സഹായിക്കാനുള്ള കാരണങ്ങളുമെല്ലാം അയാളിൽ നിന്നും ടിറിയൻ മനസ്സിലാക്കി. മുന്നോട്ട് നീങ്ങിയ അവരെ അവിടെ തമ്പടിച്ചിരുന്ന ചില കടൽ കൊള്ളക്കാർ പിടികൂടി. അവരെ അവർ കൊന്നുകളയുമെന്നായപ്പോൾ ടിറിയൻ ഒരു ബുദ്ധി പ്രയോഗിച്ചു. ജോറ ലോകം അറിയുന്ന ഒരു പോരാളിയാണെന്നും ജോറയെ നല്ല വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാമെന്നും അവരെ അവൻ വിശ്വസിപ്പിച്ചു. മെറീനിൽ ഡിനേറിസ് ഫൈറ്റിംഗ് പിറ്റ്സ് തുറന്നിട്ടുണ്ടെന്നും ഇയാളെ അവിടുത്തെ ആളുകൾക്ക് വിൽക്കാമെന്നും പറഞ്ഞു കൊള്ളസംഘം അവരെയും കൊണ്ട് മെറീൻ ലക്ഷ്യമാക്കി നീങ്ങി. ഡിനേറിസ് മെറീനിലെ അടിമക്കച്ചവടം നിരോധിച്ചിരുന്നെങ്കിലും നഗരത്തിനു പുറത്ത് യുങ്കായിൽ നിന്നുള്ള അടിമക്കച്ചവടക്കാർ ഇപ്പോഴും സജീവമായിരുന്നു. മെറീനിൽ എത്തിയ അവർ അവിടെ എത്തിയ അടിമക്കച്ചവടക്കാർക്ക് മുന്നിൽ ജോറയെ പ്രദർശിപ്പിച്ചു. യുങ്കായ് നഗരത്തിലെ സമ്പന്നനായ അടിമക്കച്ചവടക്കാരനും അവിടുത്തെ ഭരണാധികാരികളിൽ ഒരാളുമായിരുന്ന യസാൻ ജോറയെ വലിയ വില കൊടുത്തു വാങ്ങിയെങ്കിലും ടിറിയനെ വാങ്ങാൻ അയാൾ തയ്യാറായില്ല. എന്നാൽ ഞങ്ങൾ ഒരു ടീമാണെന്നും താനും നല്ലൊരു പോരാളിയാണെന്നും ടിറിയൻ യസാനോട് പറഞ്ഞു. അത് തെളിയിക്കാൻ തന്റെ ചങ്ങല പിടിച്ചിരുന്ന പയ്യനെ ഇടിച്ചിടുന്ന ടിറിയന്റെ ആവേശം കാണുന്ന യസാൻ അവനെയും വാങ്ങിയ ശേഷം ഡിനേറിസിന്റെ മുന്നിൽ നടക്കാൻ പോകുന്ന ആദ്യ മത്സരത്തിൽ പങ്കെടുക്കാൻ മെറീൻ ലക്ഷ്യമാക്കി നീങ്ങി. അപ്പോഴേക്കും ഹിസ്ദാറിനെ വിവാഹം ചെയ്ത ഡിനേറിസ് ആദ്യത്തെ ഫൈറ്റിംഗ് ബിറ്റ് വിനോദത്തിൽ പങ്കെടുക്കാനെത്തി. ജോറ അടക്കമുള്ള യസാന്റെ പടയാളികളായിരുന്നു അവിടെ പോരാടാൻ ഉണ്ടായിരുന്നത്. എന്നാൽ യസാൻ ആദ്യം തിരഞ്ഞെടുത്ത 8 പേരിൽ ജോറ ഉണ്ടായിരുന്നില്ല. ശക്തനായ ജോറയെ വരാനിരിക്കുന്ന മെറീനിലെ ഏറ്റവും വലിയ ഫൈറ്റിംഗ് ബിറ്റായ ഡാസ്നാക്കിലെ പോരാട്ടത്തിനായി മാറ്റിവെച്ചതായിരുന്നു അയാൾ. എങ്ങനെയെങ്കിലും ഡിനേറിസിന്റെ മുന്നിലെത്തുക എന്ന തന്റെ ഉദ്ദേശം നടക്കുന്നില്ലെന്ന് കാണുന്ന ജോറ അസ്വസ്ഥനായി. അങ്ങനെ 8 പോരാളികൾ ഡിനേറിസിന്റെ മുന്നിൽ പോരാടാൻ തുടങ്ങി. അവസാനം വരെ പിടിച്ചുനിന്ന് ബാക്കിയാകുന്ന ഒരുവനാണ് വിജയിക്കുക. പ്രത്യേകിച്ച് ശത്രുതയോ കാരണമോ ഇല്ലാതെ വിനോദത്തിന്റെ പേരിൽ ആളുകൾ തമ്മിൽ തല്ലി മരിക്കുന്നത് കണ്ടു നിൽക്കാൻ സാധിക്കാതെ പോകാനൊരുങ്ങിയ ഡിനേറിസിനെ ഹിസ്ദാർ തടഞ്ഞു. വിജയിയെ കണ്ടെത്തുന്നതിനു മുൻപായി രാജ്ഞി പിറ്റുവിട്ടു പോകുന്നത് ആചാരങ്ങൾക്കെതിരാണെന്ന് അവൻ പറഞ്ഞെങ്കിലും അവൾ പോകാനൊരുങ്ങി. ഇതെല്ലാം ജോറ ഉള്ളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഇനിയും കാത്തുനിന്നാൽ അവളെ കണ്ട് സംസാരിക്കാനുള്ള അവസരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ ജോറ യസാന്റെ അനുവാദമില്ലാതെ ഹെൽമറ്റ് ധരിച്ച് പുറത്തേക്കിറങ്ങി. അയാളെ തടയാൻ യസാൻ ശ്രമിച്ചെങ്കിലും അവനെ ഇടിച്ചിട്ട് ജോറ ധീരമായി പോരാടാൻ തുടങ്ങി. തനിക്ക് വളരെ പരിചയമുള്ള ഒരാളാണ് ആ വന്നതെന്ന് ഡിനേറിസിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അവൾ പോവാതെ അവിടെ ഇരുന്ന് ആ ഫൈറ്റ് ബാക്കി കാണാൻ തുടങ്ങി. അവസാനം എല്ലാവരെയും തോൽപ്പിച്ച ജോറ അവളുടെ മുന്നിലെത്തി അയാളുടെ ഹെൽമറ്റ് മാറ്റി. എന്നാൽ ജോറയെ കാണുന്ന ഡിനേറിസ് അയാളെ വീണ്ടും നാട് കടത്താനാണ് ഉത്തരവിട്ടത്. എന്നാൽ ഭടന്മാർ പിടിച്ചു കൊണ്ടുപോകുന്നതിനിടയിൽ തനിക്ക് സംസാരിക്കാൻ ഒരു അവസരം നൽകണമെന്നും ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും അയാൾ പറഞ്ഞു. അപ്പോഴേക്കും തന്റെ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് വന്ന ടിറിയൻ അയാൾ പറയുന്നത് ശരിയാണെന്നും ഞാനാണ് ആ സമ്മാനം എന്നും പറഞ്ഞു. ശേഷം ഞാൻ ടിറിയൻ ലാനിസ്റ്റർ ആണെന്ന് അവൻ സ്വയം പരിചയപ്പെടുത്തി. തന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ പ്രധാന പങ്ക് വഹിച്ച ലാനിസ്റ്റർ കുടുംബത്തിലെ ടിറിയനെ ആദ്യമായി കാണുന്ന ഡിനേറിസ് തരിച്ചു നിന്നു. അതിനുശേഷം ടിറിയനെയും ജോറയെയും ഡിനേറിസ് ചോദ്യം ചെയ്തു. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ കൂട്ടുനിന്ന ടൈമൻ ലാനിസ്റ്ററിന്റെ മകനായ നിന്നെ കൊല്ലാതിരിക്കാൻ എന്ത് കാരണമാണ് നിന്റെ കയ്യിലുള്ളതെന്ന് ഡിനേറിസ് ടിറിയനോട് ചോദിച്ചു. ജന്മം കൊണ്ട് അമ്മ ജോആന ലാനിസ്റ്ററെയും മാസങ്ങൾക്ക് മുൻപ് തന്റെ
തന്റെ അച്ഛൻ സാക്ഷാൽ ടൈവൻ ലാനിസ്റ്ററെയും കൊന്ന ഞാനാണ് ലാനിസ്റ്റർമാരുടെ യഥാർത്ഥ അന്തകനെന്നായിരുന്നു അവന്റെ മറുപടി. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒന്നുമല്ലാതിരുന്ന ഡിനേറിസ് ചുരുങ്ങിയ സമയം കൊണ്ട് വലിയൊരു സൈന്യവും 3 ഡ്രാഗണുകളുമുള്ള രാജ്ഞിയായി മാറിയ കഥ തന്നോട് പറഞ്ഞ തന്റെ സുഹൃത്ത് വാരിസ് യുദ്ധങ്ങളിലും അരാജകത്വത്തിലും തകർന്നു കിടക്കുന്ന വെസ്റ്ററോസ് രക്ഷിക്കാൻ ഇനി ഡിനേറിസിന് മാത്രമേ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു എന്നതാണ് സത്യമെന്ന് ടിരിയൻ അവളോട് പറഞ്ഞു. മാത്രമല്ല വെസ്റ്ററോസ് പോലെ പരസ്പരം കൊമ്പുകോർക്കുന്ന രാജ്യങ്ങളുള്ള ഒരു ഭൂഖണ്ഡം ഭരിക്കണമെങ്കിൽ ആ നാടിനെ കുറിച്ച് നന്നായി അറിയാവുന്ന ഒരാളുടെ ഉപദേശവും അറിവും നിങ്ങൾക്ക് ആവശ്യമായി വരുമെന്നും അതിന് തന്നെക്കാൾ നല്ലൊരാളില്ലെന്നും അവൻ പറഞ്ഞു. തന്റെ ഉപദേശകനാവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്റെ ഒപ്പം നിന്ന് വഞ്ചിച്ച ജോറയെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിന്റെ ഉപദേശമെന്ന് ഡിനേറിസ് അവനോട് ചോദിച്ചു. ഒരിക്കൽ അങ്ങനെ ചെയ്തെങ്കിലും അയാൾ ഇപ്പോൾ അത്തരത്തിൽ ഒരു മനുഷ്യനല്ലെന്നും നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നിൽക്കുന്ന വിശ്വസ്തനായ പോരാളി മാത്രമാണെന്നും ടിരിയൻ പറഞ്ഞു. എന്നാൽ പലതവണ അവസരമുണ്ടായിട്ടും അയാൾ ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയാൻ ശ്രമിച്ചില്ലായിരുന്നു എന്നായിരുന്നു ഡിനേറിസിന്റെ മറുപടി. അതോടെ ഡിനേറിസ് ഏറ്റവും അധികം വിശ്വസിച്ച അയാളുടെ പക്കൽ നിന്നും നേരിട്ട വിശ്വാസവഞ്ചന അവൾക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്ന ടിരിയൻ ബുദ്ധിപരമായി ഒരു തീരുമാനമെടുത്തു. ജോറയെ കൊല്ലാതെ നാട് കടത്തുക എന്നതാണ് ഈ വിഷയത്തിൽ തന്റെ ഉപദേശമെന്ന് അവളോട് പറഞ്ഞു. തൽക്കാലം ഡിനേറിസിനെ സമാധാനിപ്പിക്കുക എന്നതിനൊപ്പം അവളോട് അത്രയും സ്നേഹമുള്ള ജോറ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് ടിരിയൻ അറിയാമായിരുന്നു. ഒരു പക്ഷേ അപ്പോഴേക്കും അവൾ അയാളെ മനസ്സിലാക്കുമെന്നവൻ കണക്കുകൂട്ടി. അതോടെ അവൾ ജോറയെ വീണ്ടും നാട് കടത്താൻ ഉത്തരവിട്ടു. ടിരിയന്റെ അനന്തമായ അറിവിലും ആരെയും ആകർഷിക്കുന്ന വാക്ചാതുര്യത്തിലും ആകൃഷ്ടയായ ഡിനേറിസ് അവനെ അവളുടെ മുഖ്യ ഉപദേഷ്ടാവായി നിയമിച്ചു. പരസ്പരം തമ്മിൽ തല്ലുന്ന ഒരുപാട് പ്രഭു കുടുംബങ്ങളുള്ള വെസ്റ്ററോസ് പിടിച്ചടക്കുക എന്നത് അത്ര എളുപ്പമല്ല എന്ന് അവൻ അവളെ ഓർമ്മിപ്പിച്ചു. വെസ്റ്ററോസിലെ പ്രഭു കുടുംബങ്ങൾ തമ്മിലുള്ള കുടിപ്പകയിലും അധികാര തർക്കങ്ങളിലും പെട്ട് പാവപ്പെട്ട ജനങ്ങൾ നരകിക്കുന്ന അവസ്ഥ താൻ അവസാനിപ്പിക്കുമെന്ന് അവൾ ടിറിയന് വാക്കുകൊടുത്തു. അപ്പോഴേക്കും നാട് കടത്തപ്പെട്ട ജോറ വീണ്ടും അടിമക്കച്ചവടക്കാരനായ യെസാന്റെ അടുത്തെത്തി. കഴിഞ്ഞ തവണ ഫൈറ്റിംഗ് ബിറ്റിൽ ജയിച്ച ജോറ യഥാർത്ഥത്തിൽ സ്വതന്ത്രനായിരുന്നു. സ്വതന്ത്രനായ നീ എന്തിനാണ് വീണ്ടും തന്റെ അടുത്ത് വന്നത് എന്ന് അയാൾ അവനോട് ചോദിച്ചു. മെറിനിലെ ഏറ്റവും വലിയ പിറ്റിൽ നടക്കാൻ പോകുന്ന അടുത്ത മത്സരത്തിൽ തനിക്ക് രാജ്ഞിയുടെ മുന്നിൽ വീണ്ടും മത്സരിക്കണമെന്നായിരുന്നു ജോറയുടെ മറുപടി. ജോറ ഒരു മികച്ച യോദ്ധാവായതിനാൽ അയാൾ ആ ആവശ്യം നിരസിച്ചില്ല. ഡിനേറിസിന്റെ വിശ്വാസം പിടിച്ചു പറ്റാനും അവളെ നേരിൽ കണ്ട് സംസാരിക്കാനും അടുത്ത അവസരമൊരുക്കുകയായിരുന്നു ജോറ. അങ്ങനെ മെറിനിലെ ഏറ്റവും വലിയ പിറ്റായ ഡാസ്നാക്കിലെ പോരാട്ടത്തിന്റെ ദിവസം വന്നെത്തി. കാണികളായി ഡിനേറിസും ഹിസ്ദാറും ടിറിയനും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് വീണ്ടും ജോറയെ കണ്ട ഡിനേറിസ് ഞെട്ടി. പക്ഷേ അയാൾ ഇപ്പോൾ ഒരു അടിമയാണ്. അവൾ ഫൈറ്റ് തുടങ്ങാനുള്ള കമാൻഡ് കൊടുത്തു. 6 പേരായിരുന്നു ആ പിറ്റിൽ ഉണ്ടായിരുന്നത്. അവർ ആയിരക്കണക്കിന് വരുന്ന കാണികളുടെ മുന്നിൽ വെച്ച് പരസ്പരം വെട്ടിയും കുത്തിയും ആക്രമിക്കാൻ തുടങ്ങി. തനിക്കെതിരെ വന്നവരെ ധീരമായി ജോറ നേരിട്ടെങ്കിലും പലതവണ അയാൾക്ക് ചുവടുകൾ പിഴച്ചു. എങ്കിലും അവസാനം ബാക്കിയായത് ജോറയും മറ്റൊരാളും മാത്രമായിരുന്നു. തന്റെ വർഷങ്ങളുടെ പരിശീലനത്തിൽ നിന്നും ലഭിച്ച മെയ്വഴക്കത്തോടെ ജോറ അയാളെ കൊന്ന് ആ മത്സരത്തിൽ വിജയിച്ചു. പെട്ടെന്ന് തന്റെ ശത്രുവിന്റെ കുന്തമെടുത്ത ജോറ അത് വേദിയിലിരിക്കുന്ന ഡിനേറിസിനെ ലക്ഷ്യമാക്കി എറിഞ്ഞു. അപ്പോഴേക്കും ഡാരിയോ അവളെ പിടിച്ചു മാറ്റിയെങ്കിലും ജോറ കുന്തമെറിഞ്ഞത് ഡിനേറിസിനെ ലക്ഷ്യമാക്കി ആയിരുന്നില്ല. അവിടെ ഒളിച്ചിരുന്ന ഒരു ഹാർപ്പി പടയാളി അവളെ കൊല്ലാൻ പിന്നിൽ നിന്നും വരുന്നുണ്ടായിരുന്നു. അയാളെയാണ് ജോറ കുന്തമെറിഞ്ഞു വീഴ്ത്തിയത്. അപ്പോഴേക്കും സ്റ്റേഡിയത്തിന്റെ പല കോണുകളിലും ഒളിച്ചിരുന്ന ഹാർപ്പികൾ പുറത്തെത്തി എല്ലാവരെയും ആക്രമിച്ച് കൊന്നുകളയാൻ തുടങ്ങി. ഡിനേറിസ് ഇരിക്കുന്ന വേദിയിലേക്ക് ഇരച്ചു കയറിയ ഹാർപ്പികൾ ഹിസ്ദാറിനെ കൊന്നുകളഞ്ഞു. ജോറയും ഡാരിയോ നഹാരിസും ഡിനേറിസിനെ അവിടെ നിന്നും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഹാർപ്പികൾ അവരെ വളഞ്ഞു. അവളുടെ ഭടന്മാരും സംഘവും ശക്തമായി പൊരുതിയെങ്കിലും അവർക്കും പിടിച്ചു നിൽക്കാനായില്ല. അതോടെ അവർ ആ വലിയ സ്റ്റേഡിയത്തിന് നടുവിൽ ഒറ്റപ്പെട്ടു. കൂടുതൽ ഹാർപ്പികൾ അവരെ വളയാൻ തുടങ്ങിയതോടെ എല്ലാം അവസാനിച്ചു എന്നവൾ ഉറപ്പിച്ചു. പെട്ടെന്ന് ആകാശത്തു നിന്നും ഒരു ശബ്ദം കേട്ടു. എല്ലാവരും നടുങ്ങി. അടുത്ത നിമിഷം എല്ലാവരും നോക്കി നിൽക്കെ ഒരു തീഗോളം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അതിനുള്ളിൽ നിന്നും ഡ്രോഗോൺ തന്റെ അമ്മയെ രക്ഷിക്കാൻ ആ സ്റ്റേഡിയത്തിൽ പറന്നിറങ്ങുന്ന കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്നു. വന്നിറങ്ങിയ ഉടനെ ഡ്രോഗോൺ ഹാർപ്പികളെയെല്ലാം തീതുപ്പി കരിച്ചു കളയാൻ തുടങ്ങി. എന്നാൽ ഹാർപ്പികൾ അവന് നേരെ വലിയ കുന്തങ്ങൾ എറിഞ്ഞ് അവനെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അവൻ വേദന കൊണ്ട് പൊളിയുന്നത് കണ്ട ഡിനേറിസ് ഇനി അവനെ അവിടെ നിർത്തിയാൽ അവർ അവനെ കൊല്ലുമെന്ന് മനസ്സിലാക്കി. ഇപ്പോഴും ഒരു കുഞ്ഞായ അവന് ഒരു യഥാർത്ഥ ഡ്രാഗണിന്റെ ശക്തിയായിട്ടില്ല. അതിന്റെ അടുത്തേക്ക് പോയ അവളെ നോക്കി ഡ്രോഗോൺ വേദന കൊണ്ട് അലറി. ആ വേദന തിരിച്ചറിഞ്ഞ അവൾ ആദ്യമായി പതുക്കെ അതിന്റെ പുറത്തു കയറി പറക്കാൻ പറഞ്ഞു. അവളുടെ കമാൻഡ് കേട്ട ഡ്രോഗോൺ തന്റെ വേദനകൾ മറന്ന് പതുക്കെ മുന്നോട്ട് നടന്ന ശേഷം അവളെയും കൊണ്ട് പറന്നുയർന്നു. അങ്ങനെ 200ഓളം വർഷങ്ങൾക്ക് ശേഷം ഒരു ടാർഗേറിയൻ പെൺകുട്ടി ഒരു ഡ്രാഗന്റെ മുകളിൽ കയറി പറക്കുന്ന കാഴ്ച ലോകം കണ്ടു. പിറ്റിലെ യുദ്ധത്തിനു ശേഷം ഡ്രാഗൺ ഡിനേറിസിനെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ജോറയും ടിറിയനും ഡാരിയോ നഹാരിസും കൊട്ടാരത്തിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവിടേക്ക് മിസ്സാണ്ടയും പരിക്കേറ്റ് വിശ്രമത്തിലായിരുന്ന ഗ്രേവെമും വന്നു. ഡിനേറിസിനെ കണ്ടുപിടിക്കാൻ
ജോറയും ഡാരിയോ നഹാരിസും പോകാമെന്നും ആ സമയം മെറീനിലെ കാര്യങ്ങൾ ടിറിയനും ഗ്രേവമും മിസാണ്ടയും ചേർന്ന് നടത്താനും അവർ തീരുമാനിച്ചു. അങ്ങനെ ജോറയും ഡാരിയോയും ഡിനേറസിനെ തേടിയിറങ്ങി. അപ്പോഴേക്കും വാരിസ് മെറീനിൽ എത്തിയിരുന്നു. കിങ്സ് ലാൻഡിംഗിൽ രാജാവിന്റെ ഹാൻഡ് ആയിരുന്ന നിനക്ക് ഡിനേറസിന് വേണ്ടി മെറീൻ ഭരിക്കുക എന്നത് ചെറിയ ജോലിയാണെന്ന് വാരിസ് ടിറിയന് ധൈര്യം പകർന്നു. അപ്പോഴേക്കും തന്റെ ഡ്രാഗണിനൊപ്പം അത് താമസിക്കുന്ന ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ കഴിയുകയാണ് ഡിനേറിസ്. ഭക്ഷണവും വെള്ളവും ഒന്നും തന്നെ അവിടെ ഇല്ലായിരുന്നു. തനിക്ക് തിരിച്ചു പോകണമെന്ന് അവൾ ഡ്രാഗണിനോട് പറയുന്നുണ്ടെങ്കിലും പിറ്റിൽ നടന്ന ആക്രമണത്തിൽ കുന്തം കൊണ്ട് പരിക്കേറ്റ അവന് പറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അതിന്റെ പുറത്ത് കയറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവിടെ തന്നെ കിടന്നു. ഇനി അവിടെ കിടന്നാൽ താൻ പട്ടിണി കിടന്ന് മരിക്കുമെന്ന് മനസ്സിലാക്കിയ ഡിനേറിസ് അവിടെ നിന്നും നടക്കാൻ തീരുമാനിച്ചു. താഴെ എത്തിയാൽ ഏതെങ്കിലും കച്ചവട സംഘത്തെയോ മനുഷ്യരെയോ കണ്ടെത്താമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ. നടന്ന് താഴെ എത്തി അവളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. അവളുടെ ആദ്യ ഭർത്താവായ ഖാൽ ദ്രോഗോയുടെ വംശമായ ദോത്രാക്കികളുടെ കീഴിലുള്ള പ്രദേശമായിരുന്നു അത്. ചുരുങ്ങിയ സമയം കൊണ്ട് അവിടെ എത്തിയ ദോത്രാക്കിപ്പട അവളെ തിരിച്ചറിഞ്ഞു. ഡ്രോഗോയുടെ ഭാര്യ ആയിരിക്കെ തന്നെ അവരിൽ ഭൂരിഭാഗം പേർക്കും അവളെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവളെ ബന്ദിയാക്കി അവർ അവരുടെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും ഹാർഡ് ഹോമിലെത്തിയ ടോമണ്ടിനെയും ജോണിനെയും സ്വീകരിച്ചത് ലോർഡ് ഓഫ് ദി ബോൺസ് എന്ന വൈൽഡിംഗ്സ് നേതാവായിരുന്നു. എൽഡേഴ്സ് എന്ന് വിളിക്കുന്ന വൈൽഡിംഗ്സ് ഗ്രൂപ്പുകളിലെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് ഒരു ഒത്തുതീർപ്പിലെത്താനാണ് താൻ ഇവരെ കൂട്ടി വന്നതെന്ന് പറയുന്ന ടോമണ്ടിനെ അവരുടെ ശത്രുക്കളായ നൈറ്റ്സ് വാച്ചുമായി കരാറുണ്ടാക്കിയതിന്റെ പേരിൽ അയാൾ ആക്രമിച്ചു. ഒരേറ്റുമുട്ടലിൽ അയാളെ കൊന്നുകളഞ്ഞ ടോമണ്ട് എൽഡേഴ്സിനെ കാണാൻ ജോണിനെയും കൂട്ടി അകത്തേക്ക് പോയി. അവിടെ വെച്ച് വൈൽഡിംഗ്സ് നേതാക്കളുമായി സംസാരിച്ച ജോൺ അവർക്ക് വൈറ്റ് വാക്കേഴ്സിനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ഡ്രാഗൺ ഗ്ലാസ് സമ്മാനിച്ചു. വരാൻ പോകുന്ന വൈറ്റ് വാക്കേഴ്സുമായുള്ള യുദ്ധത്തിൽ ജീവൻ നിലനിർത്താൻ നമ്മൾ ഒന്നിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിയ ടോമണ്ടിന്റെയും ജോണിന്റെയും ഉറപ്പിന്മേൽ ഭൂരിഭാഗം പേരും അവരോടൊപ്പം പോകാൻ തയ്യാറായി. എന്നാൽ തെൻസ് എന്ന ഗ്രൂപ്പിന്റെ നേതാവ് അയാൾക്ക് നൈറ്റ്സ് വാച്ചിനെ വിശ്വാസമില്ലെന്നും ഞങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണെന്നും പറഞ്ഞപ്പോൾ ചില നേതാക്കൾ അയാൾക്കൊപ്പം നിന്നു. ശേഷം ജോണിന്റെ വാക്ക് വിശ്വസിച്ചവർ അവരുടെ കുടുംബങ്ങളെ കപ്പലുകളിൽ കയറ്റി കാസിൽ ബ്ലാക്ക് ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അന്തരീക്ഷം മാറി മറിഞ്ഞു. തണുത്തുറഞ്ഞ ആ നദിക്കരയിൽ വീശിയ ശക്തമായ കൊടുങ്കാറ്റിന്റെ മറവിൽ അവരെ തേടിയെത്തിയത് വൈറ്റ് വാക്കേഴ്സ് ആയിരുന്നു. ആയിരക്കണക്കിന് വൈറ്റ് വാക്കേഴ്സ് ആ ക്യാമ്പിലേക്ക് ഇരച്ചു കയറി. കുട്ടികളെയും സ്ത്രീകളെയും അടക്കം വലിയൊരു ശതമാനം ആളുകളെ അവർ കൊന്നൊടുക്കി. നേരത്തെ അവർക്ക് നൽകിയ ഡ്രാഗൺ ഗ്ലാസ് അവിടുത്തെ ഒരു ടെന്റിലുണ്ടെന്ന കാര്യം ഓർമ്മ വന്ന ജോൺ അതെടുക്കാനായി കത്തി അമർന്ന ആ മുറിയിലേക്ക് പോയി. എന്നാൽ അവിടെ അവനെ കാത്തിരുന്നത് വൈറ്റ് വാക്കേഴ്സിന്റെ രാജാവായ നൈറ്റ് കിങ്ങിന്റെ സൈന്യാധിപനായിരുന്നു. അയാളുടെ ശക്തമായ ആക്രമണത്തിൽ ഡ്രാഗൺ ഗ്ലാസ് എടുക്കാൻ സാധിക്കാതെ പുറത്തേക്കോടിയ ജോൺ തന്റെ വലേറിയൻ സ്റ്റീൽ വാളുകൊണ്ട് അയാളുമായി ഏറ്റുമുട്ടി. സാധാരണഗതിയിൽ മനുഷ്യന്റെ ഏതായുധവും നിഷ്പ്രയാസം തകർത്ത് കളയുമായിരുന്ന വൈറ്റ് വാക്കർ അയാളുടെ ആയുധത്തെ വലേറിയൻ സ്റ്റീൽ വെച്ച് ജോൺ തടഞ്ഞത് കണ്ട് അമ്പരന്നു. അയാൾ ഞെട്ടി നിന്ന ആ ഒരു നിമിഷത്തിൽ ജോൺ അയാളെ വെട്ടിക്കൊന്നുകളഞ്ഞു. ഇതെല്ലാം മലമുകളിൽ നിന്നുകൊണ്ട് അവരുടെ രാജാവ് നൈറ്റ് കിങ് കാണുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം അയാൾ ആയിരക്കണക്കിന് വൈറ്റ് വാക്കേഴ്സിനെ വീണ്ടും മലമുകളിൽ നിന്ന് താഴോട്ട് അഴിച്ചുവിട്ടു. അതോടെ ഇനി അവിടെ നിന്നാൽ എല്ലാവരും മരിക്കുമെന്നുറപ്പായ ജോണും ടോമണ്ടും കയറ്റാൻ പറ്റുന്ന അത്രയും ആളുകളെ തോണികളിൽ കയറ്റി കപ്പലിനടുത്തേക്ക് നീങ്ങി. അവർ നോക്കി നിൽക്കെ താഴേക്കിറങ്ങി വന്ന നൈറ്റ് കിങ് അയാളുടെ കൈകൾ ഉയർത്തിയതും അവിടെ മരിച്ചു വീണ വൈൽഡിംഗ്സ് എല്ലാവരും നീല കണ്ണുകളുമായി പുനർജനിച്ച് വൈറ്റ് വാക്കേഴ്സ് ആയി മാറുന്ന ഭീകരമായ കാഴ്ച കണ്ടുകൊണ്ട് അവർ ആ തീരം വിട്ടുപോയി. വൈൽഡിംഗ്സിനൊപ്പം തിരിച്ച് കാസിൽ ബ്ലാക്കിലെത്തിയ ജോണിന് ഇവർ ചതിയന്മാരാണെന്ന് അലിസർ മുന്നറിയിപ്പ് കൊടുത്തു. എന്നാൽ ജോൺ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. മെയ്സ്റ്റർ എയ്മന്റെ മരണശേഷം സാം ഒരു തീരുമാനമെടുത്തു. അവൻ ഒരിക്കലും ഒരു നൈറ്റ്സ് വാച്ച് പോരാളിയാകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന സാമിന് എന്നും ഒരു മെയ്സ്റ്റർ ആകാനായിരുന്നു താല്പര്യം. ഔദ്യോഗികമായി ഒരു മെയ്സ്റ്റർ ആകാൻ പഠിക്കാനായി താൻ സിറ്റഡലിലേക്ക് പോവുകയാണെന്ന് അവൻ ജോണിനെ അറിയിച്ചു. തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിട്ടുപിരിയാൻ ഇഷ്ടമില്ലായിരുന്നെങ്കിലും ജോൺ അവന് പോകാൻ അനുമതി നൽകി. അങ്ങനെ സാം ഗില്ലിക്കും കുഞ്ഞിനുമൊപ്പം സിറ്റഡൽ ലക്ഷ്യമാക്കി നീങ്ങി. അതിനിടെ ഡാവോ സ്റ്റാനിസിന് വേണ്ടി ജോണിന്റെ സഹായം ചോദിച്ച് അവിടെ എത്തിയിരുന്നു. എന്നാൽ നൈറ്റ്സ് വാച്ചും വൈൽഡിംഗ്സും സ്റ്റാനിസിന് വേണ്ടി യുദ്ധം ചെയ്യില്ലെന്ന് അവൻ ഉറപ്പിച്ചു പറഞ്ഞു. തർക്കത്തിനിടയിൽ സ്റ്റാനിസിന്റെ ക്യാമ്പിൽ നിന്നും രക്ഷപ്പെട്ട മെലിസാൻഡ്ര കാസിൽ ബ്ലാക്കിലെത്തി. സ്റ്റാനിസിന് എന്ത് സംഭവിച്ചു എന്ന് ജോണും സ്റ്റാനിസിന്റെ മകൾ ഷിറീൻ എവിടെയെന്ന് ഡാവോസും ചോദിച്ചെങ്കിലും അവൾ മറുപടിയൊന്നും പറയാതെ മുറിയിലേക്ക് പോയി. അതോടെ യുദ്ധത്തിൽ സ്റ്റാനിസും കുടുംബവും ഇല്ലാതായെന്ന് അവർക്ക് മനസ്സിലായി. അന്ന് രാത്രി തന്റെ മുറിയിൽ ഇരിക്കുകയായിരുന്ന ജോണിന്റെ അടുത്തേക്ക് വന്ന ഒലി നെറ്റിന്റെ അനുജനും ജോണിന്റെ അങ്കിളുമായ ബെഞ്ചൻ സ്റ്റാർക്ക് ജീവനോടെ ഉണ്ടെന്നും അയാൾ എവിടെയുണ്ടെന്ന് അറിയാമെന്ന് ഒരു വൈൽഡിംഗ് പറഞ്ഞുവെന്നും പറഞ്ഞു. ഇത് കേട്ട ജോൺ പെട്ടെന്ന് ആ വൈൽഡിങ്ങിനെ കാണാൻ ഒലിയോടൊപ്പം പുറത്തേക്ക് പോയി. കാസിൽ ബ്ലാക്കിന്റെ മുറ്റത്ത് കൂടി നിന്ന ആളുകളുടെ ഇടയിലേക്ക് കയറിയ ജോൺ കണ്ടത് ചതിയൻ എന്ന അർത്ഥമുള്ള ട്രേറ്റർ എന്നെഴുതി വെച്ച ഒരു ബോർഡാണ്. തിരിഞ്ഞു നോക്കുന്ന ജോണിന്റെ വയറ്റിൽ അലിസർ തന്റെ കത്തി കുത്തിയിറക്കി. പിന്നാലെ അയാളെ അനുകൂലിക്കുന്ന ആളുകളും ഒലിയും ഓരോരുത്തരായി അവന്റെ നെഞ്ചിൽ കത്തി കുത്തിയിറക്കി. അതോടെ നൈറ്റ്സ് വാച്ചിന്റെ കാലങ്ങളായുള്ള നിയമങ്ങൾ തെറ്റിച്ചു വൈൽഡിംഗ്സിനെ അകത്ത് കയറ്റിയതിന്റെ പേരിൽ നൈറ്റ്സ് വാച്ചിന്റെ ലോർഡ് കമാൻഡർ ജോൺ സ്നോ അവിടെ മരിച്ചു വീണു.